ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, Kerala's #1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISSNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹലോ എവരിവൺ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ TISSNET 2023 റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 2021 TISSNETൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അതിൽ തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ജനറൽ അവയർനെസ് ആയിരിക്കും. അപ്പോൾ മറ്റനേകം സെഷൻസ് ഓൾറെഡി കഴിഞ്ഞു, ഇനി ഒരുപാട് സെഷൻസ് മുന്നോട്ട് വരാനുമുണ്ട്. ഇതെല്ലാം ലഭിക്കുന്നതിനായിട്ടും ഇതിൻ്റെ എല്ലാം മാക്സിമം യൂട്ടിലൈസേഷനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് കൺട്രി ഡിഡ് ചെസ് ഒറിജിനേറ്റ്? ഇന്ത്യ, ഇറാൻ, സ്പെയിൻ, ഇറ്റലി. ഏത് രാജ്യത്താണ് ആദ്യമായിട്ട് ചെസ് ഒറിജിനേറ്റ് ചെയ്തത്? ഇന്ത്യ ആണോ, ഇറാൻ ആണോ, സ്പെയിൻ ആണോ, ഇറ്റലി ആണോ? അപ്പം പറഞ്ഞു വരുന്നത് 600 CE തൊട്ട് ചെസ് പ്രചാരത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് AD 600 തൊട്ടിട്ട് 6-ാം നൂറ്റാണ്ട് തൊട്ട് ചെസ് ഉണ്ട്. പക്ഷെ ഇതിലൊരു റൂമറുമുണ്ട്. അതിനു മുമ്പേ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഇത് കളിച്ചിരുന്നു എന്നുള്ള ഒരു എന്താ പറയുക, കരക്കമ്പി എന്നൊക്കെ പറയും അല്ലേ, അതുപോലെ ഒരു സംഭവം അങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റൂമർ. സോ ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ്? ഇന്ത്യ ആണോ, ഇറാൻ ആണോ, സ്പെയിൻ ആണോ, ഇറ്റലി ആണോ? നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ബോർഡ് ഗെയിമാണ് ചെസ്. മനു ഭാക്കർ won gold in the 2018 Youth Olympic Games in dash sports. Manu Bhagar won gold in the 2018 Youth Olympics game in dash sports. ഏത് സ്പോർട്ടിലാണ് മനു ഭാഗർ 2018 യൂത്ത് ഒളിമ്പിക് ഗെയിംസിൽ ഗോൾഡ് അടിച്ചത്? 10 മീറ്റർ റൈഫിൾ, 50 മീറ്റർ റൈഫിൾ, 25 മീറ്റർ എയർ പിസ്റ്റൾ, 10 മീറ്റർ എയർ പിസ്റ്റൾ. ഏത് ഇവന്റിലാണ്? സോ മനു ഭാഗർ എന്ന് പറയുന്നത് ഷീസ് ഫ്രം ഹരിയാന. ഇത് 2018 കാര്യമാണ്, ഇത് 2022 ആയി. അപ്പം ഈ പ്രൈസ് അടിക്കുമ്പോൾ മനു ഭാക്കർ ഈസ് ജസ്റ്റ് 16 years old. അതാണ് യൂത്ത് ഒളിമ്പിക് ഗെയിംസ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഗോൾഡ് ആണ് യൂത്ത് ഒളിമ്പിക് ഗെയിംസിൽ ഫോർ വിമൻ. സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഗോൾഡ് ആണ് ഇൻ യൂത്ത് ഒളിമ്പിക് ഗെയിംസ്. അപ്പൊ ഏതാണ് ഇവന്റ് എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ചോദ്യം. സോ ഏതാണ് റൈറ്റ് ആൻസർ? ഈസ് 10 മീറ്റർ എയർ പിസ്റ്റൾ. ആ ഇവന്റിലാണ് മനു ഭാക്കർ ഗോൾഡ് അടിച്ചിട്ടുള്ളത്. Which of the following is an inactivated vaccine or a vaccine developed using a dead virus? ഈ കൂട്ടത്തിൽ ഇനാക്ടിവേറ്റഡ് വാക്സിൻ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഇനാക്ടിവേറ്റഡ് വാക്സിൻ ഏതാണ്? ഇനാക്ടിവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെവലപ്ഡ് യൂസിങ് എ ഡെഡ് വൈറസ്. അപ്പൊ ഡെഡ് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു വൈറസ് ബാധ ഉണ്ടാവില്ല എന്നുള്ളതാണ് വിശദീകരണം. കോവിഷീൽഡ് ആണോ, കോവാക്സിൻ ആണോ, മൊഡേണ ആണോ, സ്പുട്നിക് വി ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? ഡെവലപ്പ് ചെയ്തത് ബയോടെക് ആണ്. അതാണ് ക്ലൂ. ഇതിലും വലിയൊരു ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രം. ദ റൈറ്റ് ആൻസർ ഈസ് കോവാക്സിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ സെറോ സർവേ that is proposed to be conducted by ICMR for monitoring trends in the prevalence of the novel coronavirus will involve the testing of which sample? ഒരു സെറോ സർവേ എടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ സെറോ സർവേ? ഒരു 400 ആളെ, റാൻഡം 400 ആളെ എടുക്കും ഫ്രം എ ഡിസ്ട്രിക്ട്. ഒരു ക്ലസ്റ്റർ അല്ല, 10 ക്ലസ്റ്റർ ആണ്. അപ്പൊ 400 × 10 ഫ്രം 1 ഡിസ്ട്രിക്ട്. ഒറ്റ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് 400 ആളെ എടുക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 400 അല്ല, 400 × 10 ക്ലസ്റ്റർ ആയിട്ട് എടുത്തിട്ട് ഇവരുടെ ഒരു സാമ്പിൾ സർവേ ചെയ്യും. അപ്പൊ ഇവർക്ക് എത്രത്തോളം കോവിഡ് പ്രതിരോധ ശേഷി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അളക്കുന്ന, അത് നമ്മൾ എത്രത്തോളം കോവിഡിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു രേഖയാണിത്. അപ്പൊ ഇത് കേരളത്തിനെ പറ്റി എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ കോവിഡിന് എക്സ്പോസ്ഡ് ആയവരുടെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. കാരണം എക്സ്പോസ്ഡ് ആവുന്നില്ല നമ്മൾ. നമുക്ക് രോഗം വരുന്നു, വീട്ടിൽ നിന്ന് കിട്ടുന്ന രോഗമാണ്, അല്ലാതെ നമ്മളൊരു പൊതുനിരത്തിൽ എത്തുമ്പോൾ അങ്ങനെ പബ്ലിക് പ്ലേസസിൽ നിന്ന് രോഗം വന്നവരുടെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. പക്ഷെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇമ്മ്യൂണിറ്റി ബിൽഡ് ആയി എന്നുള്ള പോസിറ്റീവ് തിങ് ആണ്. പക്ഷെ അത് അവർ എത്രത്തോളം എക്സ്പോസ്ഡ് ആയിരുന്നു, ഈ റിസ്കിന് എത്രത്തോളം എക്സ്പോസ്ഡ് ആയിരുന്നു എന്ന് കാണിക്കുന്ന രേഖ കൂടിയാണ്. സോ ഇത് എന്ത് രീതിയിലാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ സെറോ സർവേ ബ്ലഡ് സീറം യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ടെസ്റ്റ് നടത്തുന്നത്, സർവേ നടത്തുന്നത്.
ഇൻ വിച്ച് പ്ലേസ് ഇൻ നാഗാലാൻഡ് വാസ് എ ഡിസൈസീവ് ബാറ്റിൽ ഓഫ് വേൾഡ് വാർ 2 ഫോർട്ട്. അപ്പൊ വേൾഡ് വാർ 2 നാഗാലാൻഡും എന്താ അല്ലെ ബന്ധം? അപ്പൊ ആരുമായിട്ടാണ് ഫൈറ്റ്? ഫൈറ്റ് അന്ന് അറിയാം UK ആണ്, ഗ്രേറ്റ് ബ്രിട്ടൻ. UK വേഴ്സസ് ജപ്പാൻ ഫോഴ്സസ് ആണ് ഈ പറഞ്ഞ ഏരിയയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 3-4 റൗണ്ട് ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. ലാസ്റ്റഡ് ഫോർ ഓൾമോസ്റ്റ് 75 ഡേയ്സ്. 75 ഡേയ്സ് പ്ലസ് ആണ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th April 1944 to 5th 6th ഒരു ജൂൺ 18th ജൂൺ വരെ. ഇത്രയും കാലമാണ് യുദ്ധം നീണ്ടു നിന്നത്. സോ ആരുമായിട്ടായിരുന്നു എന്നുള്ളതല്ല ചോദ്യം, എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 18th അല്ല, 22nd ജൂൺ ആണ്. റൈറ്റ് ആൻസർ ഈസ് കോഹിമ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1944 ജപ്പാനും ഗ്രേറ്റ് ബ്രിട്ടനും വേൾഡ് വാർ 2 ഭാഗമായിട്ട് യുദ്ധം ചെയ്തത് കോഹിമ വാർ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഈസി ആണ്. KK ശൈലജ, ജസിന്ത ആർഡേൺ, സന്ന മിറേല മാറിൻ, സായി ഇങ്വൻ. അപ്പൊ ഇത് വളരെ കോവിഡിന്റെ ഇടയ്ക്ക് എല്ലാം, അതുപോലെ ആ ഒരു ടൈമിൽ 2021 ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ആ സമയത്ത് കത്തി നിന്ന 4 സ്ത്രീകളാണ് KK ശൈലജ, ജസിന്ത ആർഡേൺ, സന്ന മിറേല മറിൻ, സായി ഇങ്വൻ. അപ്പൊ KK ശൈലജ ആരാണ്? കേരള ഹെൽത്ത് മിനിസ്റ്റർ ആണ്, ആയിരുന്നു ടു ബി പ്രിസൈസ്. അന്നേരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജസിന്ത ആർഡേൺ ആരാണ്? PM ഓഫ് ന്യൂസിലാൻഡ്. സന്ന മിറേല മറിൻ ആരാണ്? PM ഓഫ് ഫിൻലാൻഡ്. സായ് ഇങ്വൻ പ്രസിഡന്റ് ഓഫ്, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമുക്ക്, പ്രസിഡന്റ് ഓഫ് തായ്വാൻ. സോ ഇതിൽ ആരാണ് ഓഡ് വൺ ഔട്ട്? ബാക്കി 3 രാജ്യത്തിന്റെ പ്രതിനിധികൾ എന്ന് പറയാൻ സാധിക്കുമ്പോൾ KK ശൈലജ അത്രയും തന്നെ പേരെടുത്തെങ്കിലും കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് KK ശൈലജ. നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ്സ് ഒക്കെ സമ്മാനിച്ചൊരു സമയമായിരുന്നു. അത് ഇത്രയും കഷ്ടപ്പെട്ട ഒരു പാൻഡമിക്കിനിടയിലും ആവുന്ന പോലെ പറ്റാവുന്നതിന്റെ പരമാവധി മലയാളികളെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കാനും ഓരോരോ മെഷേഴ്സും കുറെ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഈ വിചാരിച്ചതിലും എത്രയോ ചുരുക്കി ഇതിനെ കൊണ്ടുവരാൻ, ഈ പാൻഡമിക്കിന്റെ നാശനഷ്ടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതിലും വലിയൊരു പങ്ക് മിനിസ്റ്റർക്ക് ആയിരുന്നു. ബാക്കി എല്ലാവരും ഇന്റർനാഷണൽ ഫിഗേഴ്സ് ആണ്. KK ശൈലജ ഇന്റർനാഷണൽ ഫിഗർ തന്നെയാണ്, പക്ഷെ വഹിക്കുന്ന പൊസിഷൻ എന്നുള്ളത് സ്റ്റേറ്റിന്റെ ആണ്, വിച്ച് ഈസ് വൈ ഷീ ഈസ് ദി ഓഡ് വൺ ഔട്ട്. വിച്ച് റെസ്ലർ വാസ് awarded the രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് 2020? പറഞ്ഞിരിക്കുന്നതിൽ ഏത് റെസ്ലർക്കാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കൊടുത്തിട്ടുള്ളത്? ഇപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ പ്രത്യേകത എന്താണ്? രാജ്യത്തെ ഏറ്റവും വലിയ സ്പോർട്സിലെ അച്ചീവ്മെന്റ്. അതിപ്പം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ധ്യാൻ ചന്ദ് ഖേൽ രത്ന എന്നും അറിയപ്പെടുന്നുണ്ട്. ബോത്ത് വേസ് രാജ്യത്തെ ഏറ്റവും വലിയ സ്പോർട്സിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ അവാർഡാണ്. ഇപ്പോൾ ബജ്രംഗ് പൂനിയാണോ, രാഹുൽ അവാരയാണോ, യോഗേശ്വർ ദത്ത് ആണോ, വിനേഷ് ഫോഗാട്ട് ആണോ? റൈറ്റ് ആൻസർ ഈസ് വിനേഷ് ഫോഗാട്ട്. അപ്പം കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും രണ്ടിലും ഗോൾഡ് നേടിയിട്ടുള്ള ഏക ഇന്ത്യൻ വിമൻ ആണ്. സോ അതെല്ലാം മാനിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നൽകിയത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ട്രൂ ഇൻ റിലേഷൻ ടു ആൻ എപ്പിഡമിക്? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു എപ്പിഡമിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ആൻ എപ്പിഡമിക് ഈസ് ഡാഷ് ഈസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദി ഒക്കറൻസ് ഓഫ് എ ഡിസീസ് വിത്ത് എ ചേഞ്ച് ഓഫ് സീസൺ, continues to stay permanently in a region or population, always occurs worldwide, affects a large number of people within a community, population or region at a particular time. ഇപ്പൊ എപ്പിഡമിക് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് എപ്പിഡമിക്? പകർച്ചവ്യാധി എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മഹാമാരി എന്നൊക്കെ പറയാം. സോ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. എല്ലായിടത്തും നിൽക്കുന്നതല്ല, പെർമനന്റ് അല്ല അല്ലെ? കാരണം കോവിഡ് വാസ് ആൻ എപ്പിഡമിക്. സീസൺ മാറി അനുസരിച്ച് വന്ന രോഗമല്ല, സഡൻ
ഡിക്രീസ് ഇൻ ദ ഒക്കറൻസ് ഓഫ് എ ഡിസീസ് ഒക്കെ ഉണ്ട്. പക്ഷേ സീസൺ മാറി വന്ന രോഗമൊന്നുമല്ല കോവിഡ്. ഓൾവേസ് ഒക്കേഴ്സ് വേൾഡ് വൈഡ്. അങ്ങനെ വേൾഡ് വൈഡ് ഒക്കർ ചെയ്യണമെന്നും നിർബന്ധമില്ല എപ്പിഡമിക്. അപ്പോൾ ഒരു സ്റ്റേറ്റിലേക്കാണെങ്കിൽ ഒരു കൺട്രിയിലേക്ക് ചുരുങ്ങിയാലും എപ്പിഡമിക് ഈസ് എപ്പിഡമിക്. ഫോർ എക്സാമ്പിൾ എബോള ഒരു എപ്പിഡമിക് ആയിരുന്നു. ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. So the right answer is affects a large number of people within a community, population or region at a particular time ആണ് correct answer. Which of the following musical instruments is Anuradha Pal associated with? ഒരു legendary സ്ത്രീയാണ്. Because ഇന്ത്യയിലെ ഫസ്റ്റ് ഓൾ വുമൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബാൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇവരാണ്. അപ്പം പൊതുവേ നല്ല ഇപ്പൊ നോക്കിയാലും പുരുഷന്മാര് കയ്യാളിയിരുന്നെന്ന് പറയാം. അതായത് പുരുഷന്മാര് മാത്രമുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രകാരം അനുരാധ പാൽ ഈസ് ദ ഫസ്റ്റ് പ്രൊഫഷണൽ പെർഫോമർ എന്ന് പറയാം. പെർഫോമർ അല്ലെങ്കിൽ ഐ മീൻ ആർട്ടിസ്റ്റ് എന്ന് പറയാം അല്ലെ, ആർട്ടിസ്റ്റ് പറയാം. കാരണം ആ കറക്റ്റ് ടേം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റിന്റെ പോയിന്റ് പോയില്ലേ. ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ വിമൻ ആർട്ടിസ്റ്റ് ആട്ടോ. ടു പെർഫോം ദിസ് ഇൻസ്ട്രുമെന്റ്, ടു പെർഫോം ഓൺ എ സ്റ്റേജ്, ടു പെർഫോം ദിസ് ഇൻസ്ട്രുമെന്റ്, അത്രയും തന്നെ പറയാം. പെർഫോം അല്ല, ഗ്രാമാറ്റിക്കലി പ്രശ്നമാണ് എങ്കിലും ഈ ഇൻസ്ട്രുമെന്റിൽ കഴിവ് തെളിയിച്ച ആദ്യത്തെ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ആദ്യത്തെ സ്ത്രീ ആയിട്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുരാധ പാലിനാണ്. സിത്താർ ആണോ, ഗിറ്റാർ ആണോ, മാൻഡോലിൻ ആണോ, തബ്ല ആണോ? ഏതാ റൈറ്റ് ആൻസർ? ഫസ്റ്റ് പ്രൊഫഷണൽ ഫീമെയിൽ തബ്ല പ്ലെയർ ആണ് അനുരാധ പാൽ. ആദ്യ ക്ലാസിക് ബാൻഡ് ഞാൻ പറഞ്ഞു, ഓൾ വുമൺ ക്ലാസിക്കൽ ബാൻഡ് ഗ്രൂപ്പ്, ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതും ഇവർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അതിന് മുമ്പ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പക്ഷെ ഒരു കാര്യം കൂടെ, ബാൻഡ് ഗ്രൂപ്പിന്റെ പേരെന്താണ്? സ്ത്രീ ശക്തി, 1996. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെഷൻ ഓഫ് ദി ലോക്സഭ? അപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ ലോക്സഭയുടെ സെഷൻ അല്ലാത്തത് ഏതാണ്? 3 സെഷൻസ് ആണ് ഉണ്ടാവുക. മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ, ബഡ്ജറ്റ് സെഷൻ, സമ്മർ സെഷൻ. അപ്പൊ ഇതിൽ ഏതാണ് ഒഴിവാക്കേണ്ടത്? സോ ഈസിയാണ് അത്യാവശ്യം. പക്ഷെ പേര് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് ലോക്സഭ എല്ലാം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ട്രിവിയെങ്കിലും കേട്ടവർക്കേ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് കേട്ടവർക്കേ ഇത് വേർതിരിക്കാൻ പറ്റുള്ളൂ. സോ ഫെബ്രുവരി ടു മെയ് ഒരു സെഷൻ ഉണ്ട്. ഓക്കെ, ഫെബ്രുവരി ടു മെയ്. ജൂലൈ ടു സെപ്റ്റംബർ ഉണ്ട്. പിന്നെ നവംബർ ടു ഒരു മിഡ് ഡിസംബർ വരെ 3 സെഷൻസ് ആണുള്ളത്. ഈ 3 സെഷൻസും ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ്? വിന്റർ സെഷൻ ആണ് നവംബർ ടു മിഡ് ഡിസംബർ. ബഡ്ജറ്റ് സെഷൻ ആണ് ഫെബ്രുവരി ടു മെയ്. മൺസൂൺ സെഷൻ ആണ് ജൂലൈ ടു സെപ്റ്റംബർ. ഇപ്പൊ ഇല്ലാത്ത ഏതാണ്? സമ്മർ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് നോട്ട് എ സെഷൻ ആണ് ചോദ്യം. അതുകൊണ്ട് തന്നെ സമ്മർ സെഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് TISSNET 2021 നിന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇനി മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റു സെഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം, TISSNET നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായി നിങ്ങൾക്ക് ടിസിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു PG കോഴ്സിന് അഡ്മിഷൻ നേടണമെന്നുള്ള അത്രയും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും Prepwise അവൈലബിൾ ആണ്. UG+ കയറി നോക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിലെ ഫീച്ചേഴ്സ് എല്ലാം കണ്ട് മനസ്സിലാക്കുക. ഇനിയിപ്പം വെബ് വഴി കയറണമെങ്കിൽ prepwise.in കയറി കഴിഞ്ഞാൽ UG+ ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് വേണ്ട പാക്കേജുകളും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ക്ലാസ്സസും നോട്ട്സും മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും മെന്ററിങ്ങിനെ പറ്റിയും എല്ലാമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി അത്രയൊന്നും നിങ്ങൾക്ക് മെനക്കെടാൻ വയ്യെന്നുണ്ടെങ്കിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരോട് വിളിച്ച് സംസാരിച്ചാലും, അതാണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. നമ്മുടെ 2 നമ്പറുണ്ട്. സോ കൗൺസിലേഴ്സിനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. എക്സാമിനെ പറ്റി, നമ്മുടെ പാക്കേജിനെ പറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. സോ മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം. ഹലോ എവരിവൺ, വെൽക്കം ടു Prepwise. Prepwiseലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന്
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ TISSNET 2023 പ്രിപ്പറേഷൻ. അപ്പോൾ TISSNET 2023 നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ അവയർനെസ്സിൽ നിന്ന് നമ്മളിന്ന് ഇവിടെ ചോദിക്കുക. സോ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. അപ്പൊ ജനറൽ അവയർനെസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യേണ്ടതുണ്ട്. റെലവെന്റ് ആയിട്ടുള്ള, അതായത് വളരെ റീസെന്റ് ആയി നടന്നുള്ള കറന്റ് അഫയേഴ്സും ജനറൽ നോളജും എല്ലാം തന്നെ കവർ ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻസ് അത്ര ഈസി ഒന്നുമല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഉത്തരങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയിട്ടുള്ള, എല്ലാവിധ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് സെഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യ ചോദ്യം, ബ്ലാക്ക് റവല്യൂഷൻ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു. അപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ബ്ലാക്ക് റവല്യൂഷൻ ആണ്. ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ബ്ലാക്ക് റവല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോളിയം പ്രൊഡക്ഷൻ ആണോ, കോൾ പ്രൊഡക്ഷൻ ആണോ, ഫിഷ് പ്രൊഡക്ഷൻ ആണോ, അയൺ ഓർ പ്രൊഡക്ഷൻ ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? മറ്റേത് അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ, സോറി, സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എപ്പോഴാണ്? 1954 to 1968. റേസിസത്തിനെതിരെ, ഡിസ്ക്രിമിനേഷനെതിരെ നടന്നിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1968 to 1970 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ഇവിടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലും ഒരു സിമിലർ പ്രക്ഷോഭം നടന്നിരുന്നു, വിച്ച് ഈസ് കോൾഡ്, എന്താണ് പേര് കമന്റ്സിൽ അറിയിക്കുക അറിയാമെങ്കിൽ, ബ്ലാക്ക് പവർ റവല്യൂഷൻ. അപ്പം ഇത് ആ റവല്യൂഷനെ പറ്റി അല്ല, ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ ഇത് മുന്നേറ്റം എന്താണ്? അത് ഉത്തരം പറഞ്ഞാലേ പറയാൻ സാധിക്കൂ. റൈറ്റ് ആൻസർ കോളും അല്ല, ഫിഷ് അല്ല, അയണോർ അല്ല, പെട്രോളിയം പ്രൊഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ തന്നെ ആക്സലറേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ, എത്തനോളിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, എന്നിട്ട് ഈ പറഞ്ഞ എത്തനോളും പെട്രോളും കൂടെ മിക്സ് ചെയ്യുക. എത്തനോളും പെട്രോളും മിക്സ് ചെയ്ത് എന്താണ് കിട്ടുക? ബയോ ഡീസൽ ആണ് കിട്ടുക. സോ ഈ ബയോഡീസൽ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു രീതിയിലേക്ക് ഗവൺമെന്റ് എത്തിയതാണ് ബ്ലാക്ക് റവല്യൂഷൻ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ എത്തനോളിന്റെ ആക്സലറേറ്റഡ് പ്രൊഡക്ഷനെ ആണ് ബേസിക്കലി പെട്രോളിയം പ്രൊഡക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വാ. What kind of product was manufactured by the Union Carbide plant in Bhopal, which had one of the worst industrial disasters in independent India? അപ്പൊ ഇതൊന്ന് ഞാൻ തിരുത്തുകയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ മാത്രമല്ല, ദ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. പല സോഴ്സുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്നാണ് ഇതിനെ മെൻഷൻ ചെയ്യുന്നത്. എന്നാണ് സംഭവിച്ചത്? December 2 അല്ലെങ്കിൽ 3 മിഡ് നൈറ്റ് ആയിരുന്നു പ്രശ്നം. 1984 എവിടെ? ഭോപ്പാലിൽ. യൂണിയൻ കാർബൈഡ് ഫാക്ടറി ആകെ എല്ലാം നമ്മുടെ കെമിക്കൽസ് എല്ലാം ലീക്ക് ആവുന്നു. അതിന്റെ പുറത്ത് നിന്ന നിൽപ്പിൽ ആ ഒരു 2 ഡേയ്സിലെ ഡെത്ത് കൗണ്ട് എന്ന് പറയുന്നത് 3,000 to 3,500 ആണ്. ബട്ട് അതിന്റെ ഒരു എഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത്, അതായത് മരണങ്ങൾ മാത്രമാണ് കേട്ടോ ഈ പറയുന്നത്, 15,000 to 20,000 ആണ്. ഇനി മറ്റൊരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അഫക്റ്റഡ് ആയിട്ടുള്ള, മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല രീതിക്ക് ഫെയ്റ്റൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല രീതിക്ക് പരിക്കുകൾ പറ്റിയവരല്ല, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ എണ്ണം ചില്ലറയൊന്നുമല്ല, 5.5 ലക്ഷത്തിലേറെ വ്യക്തികളാണ് കഷ്ടതകൾ അനുഭവിക്കുന്നത്. സോ പ്ലാസ്റ്റിക്സ് ആയിരുന്നോ, പെയിന്റ്സ് ആയിരുന്നോ, ലെതർ ആയിരുന്നോ, പെസ്റ്റിസൈഡ്സ് ആയിരുന്നോ, എന്തായിരുന്നു യൂണിയൻ കാർബൈഡ് പ്ലാന്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? റൈറ്റ് ആൻസർ ഈസ് പെസ്റ്റിസൈഡ്സ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. India's decision to send COVID-19 vaccine to neighboring countries is being done under the dash scheme. Atmanirbhar Bharat Initiative, Vaccine Maitri Initiative, Bharat Vaccine Outreach Program, Vaccine Diplomacy Policy. അപ്പം COVID-19 വാക്സിൻസ് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക്, അടുത്തുള്ളതെന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക്
കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇത് ഒരു ജാൻ 2021 സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അന്ന് തൊട്ട് ഇന്നേക്ക് വരെ, ഇന്നല്ല, ഒരു ഫെബ്രുവരി കണക്കുകൾ ഫെബ്രുവരി 2022 വരെയുള്ള അവൈലബിൾ ആണ്. 16.9 crore വാക്സിൻ ടു 96 കൺട്രീസ് ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കീമിന്റെ പേരെന്താണ്? പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫ്രണ്ട് വാക്സിൻ മൈത്രി ഇനിഷ്യേറ്റീവ് ആണ് റൈറ്റ് ആൻസർ. Which was the first book to set the stage for society to change in becoming more environmentally aware? അപ്പോൾ നമുക്ക് പലവിധ അവയർനെസ് ഒരു കാലം വരെ ഉണ്ട്. അതിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആകെ വിഷയമാകും. അതുപോലെ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചെറുതെന്ന് കരുതുന്ന പല കാര്യങ്ങളും പരിസ്ഥിതി എത്രത്തോളം ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണിത്. പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ എങ്ങനെ നമ്മുടെ എൻവയോൺമെന്റിനെ ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊരു ബുക്ക്. അപ്പൊ കമ്പനീസ് എല്ലാവരും നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ അതോറിറ്റീസ് അവർ പറയുന്നതെല്ലാം, അവരെന്തൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതെല്ലാം നമ്പിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട എല്ലാവിധ പെർമിഷനും കൊടുക്കുകയാണെന്ന് ഇന്നും ഇന്നലെയും ഒന്നുമല്ല 1962 പറഞ്ഞിട്ടുള്ള വ്യക്തിയാണിത്. അവരന്നാണ് ഈ പുസ്തകം ആദ്യമായിട്ട് എഴുതുന്നത്, അന്ന് പബ്ലിഷ് ചെയ്യുന്നത്. പോപ്പുലേഷൻ ബോംബ് ബൈ പോൾ എൽഡ്രിച്ച് ആണോ, ദ ഒംനിവേഴ്സ് ഡിലൈമ ബൈ മൈക്കൽ പോളിനാണോ, ദ ലൊറാക്സ് ബൈ ഡോക്ടർ സ്യൂസ് ആണോ, സൈലന്റ് സ്പ്രിംഗ് ബൈ റേച്ചൽ കാൾസൺ ആണോ? ആരാണ് ഈ പ്രശ്നങ്ങളെ ആദ്യമായിട്ട് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഈ പുസ്തകം ഒരു റെഫറൻസ് ആണ്. എങ്ങനെ പരിസ്ഥിതിയെ ഈ പറഞ്ഞിരിക്കുന്ന പല മോഡേൺ തിങ്സ്, അതിപ്പോ പെസ്റ്റിസൈഡ് എന്നുള്ളത് ഒരു മോഡേൺ തിങ് ആണ്. അതുപോലെ ടെക്നോളജിക്കൽ വൈസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വൈസ് നമ്മൾ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മുടെ പരിസ്ഥിതിയെ ഇങ്ങനെ ബാധിച്ചേക്കും എന്നുള്ള ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത്. പ്ലാസ്റ്റിക്, അതുപോലെ പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇന്ന് അറിയാം. പക്ഷെ 1962 ഇത് എത്ര ആൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് സൈലന്റ് സ്പ്രിംഗ് ബൈ റേച്ചൽ കാൾസണിലൂടെയാണ് എല്ലാവരും ഇത് അറിയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രിവെന്റ് റിലീസ് ഓഫ് ഹീറ്റ് ഇൻ ദി. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹീറ്റ് തടഞ്ഞു വെക്കും അല്ലെ. ഇപ്പൊ ഒരു സെൻസിൽ അത് നല്ലതാണ്, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നവുമാണ്. അപ്പൊ ഈ തടഞ്ഞു വെക്കുന്ന ലെയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ഹീറ്റ് വരുന്നില്ലല്ലോ, ഹീറ്റ് വരുന്നു, തിരിച്ചു പോകുമ്പോ എന്താണ്, തട്ടി നിൽക്കുകയാണ് ഇവിടെ, എന്നിട്ട് തിരിച്ചു തന്നെ വരികയാണ്. സോ ആദ്യം വരുന്നത് ഇവിടെ നിന്നല്ല, ആദ്യം കുറെ കൂടെ മേലേന്നാണ് വരുന്നത്, എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് തട്ടി വീണ്ടും താഴോട്ട് തന്നെ വരുന്നു. അപ്പൊ ഈ ഓസോൺ ട്രാപ്പ് ചെയ്യുകയാണ് ഹീറ്റ് വേവ്സിനെ. അപ്പൊ ഈ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടുന്നത് ഏത് സ്ഫിയറിലാണ്? അറ്റ്മോസ്ഫിയറിന് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. എക്സോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ബോട്ടം ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലാണ് ഇത് സംഭവിക്കുന്നത്. പല ഓപ്ഷൻസിലും നിങ്ങൾക്ക് എക്സോസ്ഫിയർ എന്ന് കാണാൻ സാധിക്കും, പക്ഷേ സയന്റിഫിക്കലി സ്പീക്കിംഗ് ഇതിന്റെ റൈറ്റ് ആൻസർ ട്രോപ്പോസ്ഫിയർ ആണ്. Which Indian lunar probe discovered water on the moon? Chandrayaan 1, Mangalyaan, Cartosat 3, Chandrayaan 2. ഇത് സംഭവിക്കുന്നത് 2009 2008 വിക്ഷേപിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ MIP എന്ന് പറയും. സോറി, MIB അല്ല, MIP. എന്താണ് MIP? മൂൺ അറിയുന്നവർ കമന്റ് ചെയ്യാൻ കേട്ടോ. ഇമ്പാക്ട് പ്രോബ്, അതാണ് MIP. റൈറ്റ് ആൻസർ ഏതാണ്? വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയത് ചന്ദ്രയാൻ 1 ആണ് റൈറ്റ് ആൻസർ. The year 2021 marks the death anniversary of Mahatma Gandhi. അപ്പൊ ഇതെന്താണ്? ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. നേരത്തെ കണ്ടത് സയൻസിൽ നിന്നുള്ള ചോദ്യമാണ്. സയൻസ് ആണ് ഇത്. എൻവയോൺമെന്റ് എന്ന് പറയാം. ഇതെന്താണ്? കറണ്ട് അഫയേഴ്സ് എന്ന് മെൻഷൻ ചെയ്യാം. അതുപോലെ ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാം. ഇത് ഹിസ്റ്ററി ആണ്. അതുപോലെ തന്നെ ജനറൽ നോളജിന്റെ ഭാഗമാണ്. ഇതും ജനറൽ നോളജിന്റെ തന്നെ ഭാഗമാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ഇത്രയും ഏരിയാസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നു. ഇനി മൾട്ടിപ്പിൾ ഏരിയാസ് ഇനിയും കാണാനുണ്ട്. The year 2021 marks the death anniversary of മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ എത്രാം ചരമവാർഷികമായിരുന്നു? 2021. 74th, 75th, 73rd, 72nd. അദ്ദേഹം എന്നാണ് മരിക്കുന്നത്? മരിക്കുകയല്ല, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്ന് തന്നെ പറയാം. He was assassinated on
30th January 1948. ഒരു പല പൊളിറ്റിക്കൽ എന്താ പറയുക നരേറ്റീവ്സിന്റെ ഭാഗമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഗാന്ധിജി ഒരിക്കലും ഓട്ടോ ഇടിച്ചൊന്നുമല്ല മരിച്ചത്. നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞുള്ള വ്യക്തി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്. സോ അദ്ദേഹത്തിന്റെ എത്രാമത്തെ ചരമവാർഷികമായിരുന്നു 2021. അപ്പം 1948 എന്ന് പറയുമ്പോൾ 2021 വരുമ്പോൾ 73rd ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The Uday scheme implemented by Government of India since 2015 seeks to. അപ്പോൾ 2015 തുടങ്ങിയ സ്കീമാണ് ഉദയ് സ്കീം. എന്താണ് ഉദയ് സ്കീമിന്റെ ഉദ്ദേശം? Distribute LED bulbs at a low price to reduce electricity consumption. Provide life insurance of 2 lakh for people between 18 to 50 years age group. Achieve financial turnaround of power distribution companies of the public sector. Provide LPG connection to BPL families at subsidized rate. അപ്പോൾ എന്താണ് ഉദയ് സ്കീം? ഡിസ്കോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറയാം, ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ് ഡിസ്കോം. ഓക്കെ, പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ് ഡിസ്കോം. ക്ലിയർ ആണോ? ഉജ്വൽ ഡിസ്കോം, അഷ്വറൻസ് യോജന, അതാണ് ഉദയ്, UDAY. ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റ് അറിയാം. നഷ്ടത്തിലുള്ള കമ്പനീസ് എല്ലാം ലാഭത്തിലാക്കുന്നതിനായിട്ടുള്ള മൾട്ടിപ്പിൾ സ്കീംസ് ആണ് ഈ ഉദയയുടെ കീഴിൽ വരുന്നത്. സോ അച്ചീവ് ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഓഫ് ദി പബ്ലിക് സെക്ടർ ആണ് കറക്റ്റ് ആൻസർ. ഒരുപാട് കമ്പനീസ് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ലാഭത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള സ്കീമാണ്. Which is the state with the highest percentage of the scheduled tribes population in India? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ scheduled tribes കണ്ടുവരുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ് ആണോ, മധ്യപ്രദേശ് ആണോ, ഒഡീഷ ആണോ, മിസോറാം ആണോ? അപ്പോൾ സെൻസസ് 2011 പ്രകാരം മോർ ദാൻ 1.5 crore ST പോപ്പുലേഷൻ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റിലുണ്ട്. ഓക്കെ, മോർ ദാൻ 1.5 crore ആണ് ST പോപ്പുലേഷൻ എന്ന് പറയുന്നത്, സ്കെഡ്യൂൾഡ് ട്രൈബ്സ്. സോ ഏതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്? അപ്പം ഇപ്പം 2021 ആയപ്പോഴത്തേക്ക് എന്തായാലും ഇതിൽ കാര്യമായിട്ടുള്ളൊരു വർധനയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സ്റ്റേറ്റിന്റെ അടുത്തൊന്നും തന്നെ ബാക്കി സ്റ്റേറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല വെൻ ഇറ്റ് കംസ് ടു ST പോപ്പുലേഷൻ. സോ റൈറ്റ് ആൻസർ ഏതാണ്? മധ്യപ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അവസാന ക്വസ്റ്റിലേക്ക് പോകാം. നൊബേൽ പീസ് പ്രൈസ് 2020 വാസ് awarded to. നൊബേൽ പീസ് പ്രൈസ് 2020 ആർക്കാണ് ലഭിച്ചത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം, ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ്, നാഷണൽ ഡയലോഗ് ക്വാർട്ടർ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മീഡിയ ആൻഡ് ജേർണലിസം പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് 2021. അതുപോലെ 2020 കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ദ റൈറ്റ് ആൻസർ ഈസ് വേൾഡിലെ ഹങ്കർ കുറയ്ക്കുന്നതിനായിട്ട്, ഒരുപാട് ആൾക്കാരിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനായിട്ട് മൾട്ടിപ്പിൾ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് 2020 നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ള പരീക്ഷ തന്നെയാണ് TISSNET 2023. TISSNET മൊത്തത്തിൽ വരും വർഷത്തെ ടിസ്നായിട്ട് ഇപ്പോഴെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സിനേക്കാളും കുറച്ച് പിന്നിലായി പോയേക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പ്രപ്പോയ്സ് UG+ അവൈലബിൾ ആണ്. സോ UG+ കയറി നോക്കുക, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ക്ലാസ്സസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, മെന്ററിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയുന്നതിനായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സോ കൗൺസിലേഴ്സിനെ വിളിച്ച് സംസാരിക്കുക. അവർ നിങ്ങളുടെ എല്ലാവിധ ഡൗട്ട്സും പ്രപ്പോയ്സ് UG+നെ പറ്റി ഉള്ളതായിക്കോട്ടെ, കോച്ചിങ് പാക്കേജസിനെ പറ്റി ഉള്ളതായിക്കോട്ടെ, CUET PGയെ പറ്റി ഉള്ളതായിക്കോട്ടെ, എല്ലാവിധ ഡൗട്ട്സും അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ടിസ്നെറ്റിനെ പറ്റിയുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ടീമിന്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സെഷനായിട്ട് മറ്റൊരു ദിവസം കാണാം. പീസ് ഔട്ട്.
ഹലോ എവരി വൺ, വെൽക്കം ടു പ്രൊപ്പൈസ് യു ജി പ്ലസ്. പ്രൊപ്പൈസ് യു ജി പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ടിസ്നെറ്റ് 2023 പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ് പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിരിക്കുന്നത് ടിസ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഇപ്പോൾ ടിസ്നെറ്റിൻ്റെ 2021 ക്വസ്റ്റ്യൻ അതുപോലെ ടിസ്നെറ്റിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഓൾമോസ്റ്റ് 2022 മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പം 21 ഓൾമോസ്റ്റ് തീരാറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ജനറൽ അവയർനെസ് പാർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് ഇതിനോടകം തന്നെ ഒരു ധാരണയായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് ഇവിടെ കഴിഞ്ഞു, ഓൾറെഡി ഒരു 4-5 സെഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എല്ലാം പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. സോ ഈ ഏരിയാസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന നമ്മുടെ ടിസ്നെറ്റ് 2023 നല്ല സ്കോർ നേടാം. അതിനോടൊപ്പം തന്നെ ടിസ് എഴുതുന്നവരെല്ലാവരും തന്നെ ഒരുവിധം CUETയും എഴുതുന്നുണ്ടാവും. സോ CUET PG ആയിക്കോട്ടെ ടിസ്നെറ്റ് ആയിക്കോട്ടെ, രണ്ടിനും നല്ല സ്കോർ നേടുന്നതിനായിട്ട് ജനറൽ അവയർനെസ് സെക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. അപ്പോൾ ഇനി ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ CUETക്ക് അല്ലെങ്കിൽ ടിസ്നെറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കാരണം നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. സോ അത് ആദ്യം തന്നെ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഈസിയാണ്. MF ഹുസൈൻ, പന്നാലാൽ ഘോഷ്, രാജാ രവിവർമ്മ, SH റാസ. അപ്പം ഒരു ക്ലൂ തരാം, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. ഇനിയിപ്പോൾ ഉണ്ടേ തന്നെ 2 കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. 3 പെയിന്റേഴ്സ് ആണ്, ഒരാൾ സിംഗർ ആണ്. ദാറ്റ്സ് മൈ ക്ലൂ. ഒരാൾ മ്യൂസീഷ്യൻ ആണ്, 3 പെയിന്റേഴ്സ് ആണ്, ഒരു മ്യൂസീഷ്യൻ. MF ഹുസൈൻ പെയിന്റർ ആണ്. പന്നാലാൽ ഘോഷ് പെയിന്റർ ആണോ? അല്ല. രാജാ രവിവർമ്മ പെയിന്റർ ആണ്. SH റാസ പെയിന്റർ ആണ്. വിച്ച് മീൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓഡ് വൺ ഔട്ട്. പന്നാലാൽ ഘോഷ്, അദ്ദേഹം മ്യൂസീഷ്യൻ ആണ്. Who among the following is said to have drafted the US Declaration of Independence with 4 others? The US Declaration of Independence ഡ്രാഫ്റ്റ് ചെയ്തത് ആരാന്നുള്ളതാണ് ചോദ്യം. തോമസ് ജെഫേഴ്സൺ, ജോർജ് വാഷിംഗ്ടൺ, കിങ് ജോർജ് III, എബ്രഹാം ലിങ്കൺ. ഇദ്ദേഹം US-ന്റെ 3rd പ്രസിഡന്റ് ആയിരുന്നു. 3ാമത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ A തോമസ് ജെഫേഴ്സൺ ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG അല്ലാത്തത് ഏതാണ്? SDG അല്ലാത്തത് ഏതാണ്? പ്രൊമോഷൻ ഓഫ് ഡീസന്റ് ജോബ്സ് ഫോർ ഓൾ, ആക്സസ് ടു ഡിജിറ്റൽ ടെക്നോളജിക്കൽ സർവീസസ് ഫോർ ഓൾ, ആക്സസ് ടു സസ്റ്റൈനബിൾ എനർജി ഫോർ ഓൾ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കാരണം ബേസിക് നീഡ്സ് ഉറപ്പാക്കുക എന്നുള്ളത് SDGയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഗോൾസ് ആണ് അവർ വെക്കാറ്. സോ ജോലി, ഡീസന്റ് ജോബ്, റെസ്പെക്ട്ഫുൾ ജോബ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സെൽഫ് റെസ്പെക്ട് മറന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ജോബും തന്നെ ചെയ്യാതെ എല്ലാവർക്കും ഒരു റെസ്പെക്ട്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ട ഡീസന്റ് ജോബ്സ് അവരുടെ ഒരു ആവശ്യമാണ്, ഗോൾസ് പെട്ടതാണ്. ആക്സസ് ടു സസ്റ്റൈനബിൾ എനർജി ഫോർ ഓൾ, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, നിലനിന്ന് പോകുന്ന, എക്സോസ്റ്റബിൾ ആവാത്ത സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതും ഒരാവശ്യമാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ, ഏറ്റവും ബേസിക് നീഡ്സിൽ പെട്ട ഒന്നാണ്. സോ ഇവിടെ ഏതാണ് ഓഡ് വൺ ഔട്ട്? ആക്സസ് ടു ഡിജിറ്റൽ ടെക്നോളജിക്കൽ സർവീസസ് ഫോർ ഓൾ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് എൻവയോൺമെന്റുമായിട്ടും എക്കണോമിയുമായിട്ടും പോളിറ്റിയുമായിട്ടും ഒക്കെ തന്നെ റിലേറ്റ് ചെയ്യാം. എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? വേൾഡ് പൊളിറ്റിക്സ് ആണ്. അതിനു മുന്നേ ഉള്ളതോ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കണ്ടത്. സോ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ആക്സസ് ടു ഡിജിറ്റൽ ടെക്നോളജിക്കൽ സർവീസസ് ഓഫ് ഓൾ SDGയിൽ വരുന്നതല്ല. Who was the first Indian woman to be elected as president of United Nations General Assembly? ആദ്യ ഇന്ത്യൻ വനിത to be elected as president of UN General Assembly. ഇത് സംഭവിച്ചത് 1953-54 പീരീഡിലാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു ഉത്തരവുമായിരിക്കണം. സോ ദിസ് ഈസ് നമുക്ക് ഇന്ത്യൻ പോളിറ്റി പറയാൻ കാരണം she represented a party in India.
അതുകൊണ്ട് അവിടെ കിട്ടി എന്നുള്ളതല്ല, പുള്ളിക്കാരി ഒരു പാർട്ടിയിൽ ഭാഗമായിരുന്നു. അതുപോലെ UN ആൻഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. കാരണം എല്ലാ വട്ടവും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. വേൾഡ് അഫയേഴ്സ് ചോദിക്കുന്നതിൽ UN ആൻഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസ് വളരെ ക്രൂഷ്യലാണ്, പറയാതെ വയ്യ. സോ ഇതിലാരാണ് 1953 to 54 ഈ പറഞ്ഞ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി ആണോ, വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണോ, സരോജിനി നായിഡു ആണോ, രാജ്കുമാരി അമൃത് കൗർ ആണോ? UN ജനറൽ അസംബ്ലിയുടെ 8th പ്രസിഡന്റ് ആയിരുന്നു ഇത്. She was the 8th president of UN General Assembly, and the right answer is option B, Vijayalakshmi Pandit. Which among the given options is the Indian social reformer also known as the father of modern India? ആധുനിക ഇന്ത്യയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധി, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, രാജാറാം മോഹൻ റോയ്, ആചാര്യ വിനോബ ഭാവെ. ഇവിടെ നോക്കുക, ഇവിടെയും എന്ത് വരുന്നുണ്ട്? നമ്മുടെ സോഷ്യൽ ഇവന്റ്സ്, അബോളിഷൻ ഓഫ് സതി, വിഡോ, റീമാരേജ്, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഇനീക്വാലിറ്റീസ് ഒഴിവാക്കുക. ഇനീക്വാലിറ്റീസിന് എതിരെ, എഗെയിൻസ്റ്റ് ഇനീക്വാലിറ്റീസ്, ഇങ്ങനെയൊക്കെ നിലനിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവരിൽ ഒരുപാട് ആൾക്കാർ, 4 ആളെയും തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഇതിലൊക്കെ തന്നെ എല്ലാവർക്കും മുന്നേ ഈ വഴി കാണിച്ചു കൊടുത്ത മനുഷ്യനാണ് രാജാറാം മോഹൻ റോയ് ആണ് റൈറ്റ് ആൻസർ. The second largest ocean in the world is Pacific Ocean, Arctic Ocean, Atlantic Ocean, Indian Ocean. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ലാർജസ്റ്റ് ഓഷൻ ഏതാണ്? പസിഫിക് ഓഷ്യൻ ആണ്. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ഈസി ക്വസ്റ്റൻ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ ആണ് സെക്കൻഡ് ലാർജസ്റ്റ്. Which is the first state or union territory to become the first ഹർ ഘർ ജൽ സ്റ്റേറ്റ് in India? എന്താണ് ഈ ഹർ ഘർ ജൽ യോജന? ഹർ ഘർ ജൽ യോജനയാണ്. യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടുകളിലേക്കും പോർട്ടബിൾ ടാപ്പ് വാട്ടർ. അപ്പൊ എന്താണ് ബേസിക്കലി പോർട്ടബിൾ ടാപ്പ് വാട്ടർ? അപ്പൊ PG-കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം, പോർട്ടബിൾ ടാപ്പ് വാട്ടർ എന്ന് വെച്ചാൽ കുടിവെള്ളം, അത്രയാണ് പറയുന്നത്. അപ്പൊ പോർട്ടബിൾ ടാപ്പ് വാട്ടർ എല്ലാ ഹൗസ് ഹോൾഡിലേക്കും, എല്ലാ വീടുകളിലേക്കും എപ്പോഴേക്കാണ് എത്തിക്കുന്നത്? 2024 ആകുമ്പോഴേക്ക് എത്തിക്കും എന്നുള്ളതാണ് വാദങ്ങൾ. കണ്ടറിയണം. പക്ഷെ എത്രത്തോളം ആൾക്കാർക്ക് കിട്ടുന്നോ അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റി ആണ്. അത് എത്തിച്ചു കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. സോ പോർട്ടബിൾ ടാപ്പ് വാട്ടർ എല്ലാ ഹൗസ് ഹോൾഡിലേക്കും എത്തിക്കുന്നു ബൈ 2024. ഗോവയാണോ, കേരളയാണോ, ചണ്ഡീഗഡ് ആണോ, സിക്കിം ആണോ? അപ്പൊ ഇതിൽ ആദ്യത്തെ എല്ലാ വീടുകളിലേക്കും ഹർ ഘർ ജൽ യോജന എത്തിയിട്ടുള്ളത് ഓപ്ഷൻ എ, ഗോവയിലാണ്. ഹു ഇസ് ദ കറന്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്? അപ്പം നിലവിലെ UN ജനറൽ സെക്രട്ടറി ആരാണ്? ഡേവിസ് മൽപാസ്, ക്രിസ്റ്റലീന ജോർജീവ, ആന്റോണിയോ ഗുട്ടറേസ്, ടെഡ്രോസ് അഥാനോം. അപ്പൊ ഇദ്ദേഹം ഇതിനു മുമ്പ് പോർച്ചുഗൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. പോർച്ചുഗൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം. ഈ സ്ഥാനം വഹിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സെക്രട്ടറി ജനറൽ എന്നുള്ളത് 2017 ഉള്ളൂ. അപ്പൊ കോവിഡിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേര് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് പോർച്ചുഗലിലെ അദ്ദേഹത്തിന്റെ പീരീഡ്. അത്തരം അധികം ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അന്റോണിയോ ഗുട്ടറേസ് ആണ് റൈറ്റ് ആൻസർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. Who was the commander of the Air India plane that flew over North Pole in January 2021 with an all-women cockpit crew? വളരെ എംപവറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഓൾ എംപവറിംഗ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഇൻ എ വേ വളരെ എംപവറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ക്യാപ്റ്റൻ നിവേദിത ഭാസിൻ, ക്യാപ്റ്റൻ അറോഹി പണ്ഡിറ്റ്, ക്യാപ്റ്റൻ സാറ ഹമീദ് അഹമ്മദ്, ക്യാപ്റ്റൻ സോയ അഗർവാൾ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ഓഫ് ദി ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബംഗളൂരു. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആയിരുന്നു, സാൻ ഫ്രാൻസിസ്കോ ടു ബംഗളൂരു. ആരാണ് ഇത് നോക്കാം എന്താണ് പ്രത്യേകത. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓൾ വിമൻ
കോക്പിറ്റ് ക്രൂ ആണ്. നമ്മളങ്ങനെ പൊതുവെ കണ്ടുവരാറില്ല. സോ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ചോദ്യങ്ങളിലൊക്കെ തന്നെ വന്നേക്കാവുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇത്. അതായത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. 2021 ജാനുവരിയിൽ നടന്ന കാര്യമാണ് 2021 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ റിമാർക്കബിൾ ആയിട്ടുള്ള ഇവന്റ്സും പ്രത്യേകം നോക്കി വെക്കേണ്ടതുണ്ട്. നിദ ഫാത്തിമ സി ആണോ? ക്യാപ്റ്റൻ സാറ ഹമീദ് അഹമ്മദ് ആണോ? റൈറ്റ് ആൻസർ ഈസ് ക്യാപ്റ്റൻ സോയ അഗർവാൾ. സോയ അഗർവാൾ ആണ് കറക്റ്റ് ആൻസർ. എയർ ഇന്ത്യക്ക് വേണ്ടി ആണ്. ഷീ ഈസ് വർക്കിംഗ് ഫോർ എയർ ഇന്ത്യ. വിച്ച് വാസ് ദ ഇന്ത്യൻ എൻട്രി ഫോർ ഓസ്കാർസ് ഇൻ 2020? ന്യൂട്ടൺ, ജല്ലിക്കെട്ട്, ഗള്ളി ബോയ്, വില്ലേജ് റോക്ക് സ്റ്റാർസ്. ഇതിൽ 2019 ഏതാണ്? അതുപോലെ 2022 ഏതാണ്? 2022 ദ ലാസ്റ്റ് ഷോ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. നാളെ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ ആക്ച്വലി ആ പടം. പക്ഷെ ഈ പടമായിരിക്കും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക. 2019 ഓപ്ഷൻ ഓൾറെഡി താഴെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗള്ളി ബോയ്. അപ്ന ടൈം ആയെയാണ് നമ്മുടെ 2019 ഇന്ത്യയിൽ നിന്ന് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട പടം. പക്ഷെ 2020 ആണ് ചോദ്യം. അത് ക്ലൂ തരാം. ഡയറക്ടർ LJP ആണ്, ലിജോ ജോസ് പെല്ലിശ്ശേരി. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ജല്ലിക്കെട്ടാണ് പടം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ജല്ലിക്കെട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ TISSNET 2023 പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയുള്ള കോണ്ടന്റ്സ് തന്നെയാണ് നമ്മൾ ചാനൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് ആദ്യം തന്നെ ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് സപ്പോർട്ട് വേണമെങ്കിൽ പ്രൊപ്പൈസ് UG പ്ലസിന് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗൺസിലേഴ്സിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വിളിക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പ്രൊപ്പൈസിനെ പറ്റിയുള്ളതായിക്കോട്ടെ, UG പ്ലസിലെ ഫീച്ചേഴ്സിനെ പറ്റിയുള്ളതായിക്കോട്ടെ, അതിനോടൊപ്പം തന്നെ TISSNET, CUET, PG തുടങ്ങിയ പരീക്ഷകളെ പറ്റിയുള്ള ഡൗട്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കണ്ട് മനസ്സിലാക്കേണ്ടവർക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പ്രൊപ്പൈസ് UG പ്ലസ് ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓരോന്നായിട്ട് സ്വയം കണ്ടു മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് സെഷനിൽ പറയാനുള്ളത്. മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം. ഇതാ ഗുഡ് നൈറ്റ്, പീസ് ഔട്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു പ്രൊപ്പൈസ് UG പ്ലസ്. പ്രൊപ്പൈസ് UG പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. TISSNET 2023 പ്രിപ്പറേഷന്റെ ഭാഗമായി നമ്മളിവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സെഷൻസ് ആണ് ജനറൽ അവയർനെസ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ 60-40 എന്ന രീതിക്ക്, അതായത് 30 ഇംഗ്ലീഷ്, 30 മെന്റൽ എബിലിറ്റി, റീസണിങ് എല്ലാം തന്നെ, ബാക്കി 40 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ആ 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഓരോ വർഷത്തെയും ചെയ്തു വരുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ദൃശ്യം ദ ഹിന്ദി മൂവി റിലീസ്ഡ് ഇൻ 2015 വാസ് ഒറിജിനലി മെയ്ഡ് ഇൻ വിച്ച് ഇന്ത്യൻ ലാംഗ്വേജ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിന് പ്രത്യേക എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം പടമാണ്. ദൃശ്യം എന്ന പടം ഹിന്ദിയിൽ എത്തുന്നതിന് മുമ്പേ മലയാളത്തിൽ പയറ്റി വളരെ വലിയ ഹിറ്റ് തന്നെയായിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The writer was the first to win the Sahitya Academy Award for English Literature. Who was he? അപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആദ്യമായി നേടിയിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് വ്യക്തിയാണ്? RK നാരായൺ, രാജാറാവു, റസ്കിൻ ബോർഡ്, മുൽക്രാജ് ആനന്ദ്. അപ്പൊ ഇതിൽ ഒരുവിധം എല്ലാവരും തന്നെ 3 ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. രാജാറാവു അത്ര പോപ്പുലർ ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവണമെന്നില്ല. റസ്കിൻ ബോണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മുൽക്രാജ് ആനന്ദ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, RK നാരായൺ പല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നേടിയിട്ടുള്ള ആരാണ്? ഇവരെല്ലാവരും തന്നെ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. NCERT ടെക്സ്റ്റുകളിൽ ഇവരുടെയൊക്കെ തന്നെ കഥ കാണാൻ സാധിക്കും. ആൻഡ് ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് RK നാരായൺ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ബുക്ക്
എ പ്രോമിസ്ഡ് ലാൻഡ് 2020 ഹാസ് ബീൻ ഓതേർഡ് ബൈ. റീസെന്റ് ബുക്ക് ആണല്ലേ, അധികം പഴക്കമൊന്നുമില്ല. എ പ്രോമിസ്ഡ് ലാൻഡ്, ബറാക് ഒബാമ, പ്രണബ് മുഖർജി, മലാല യൂസുഫ്സായി, നെൽസൺ മണ്ടേല. എല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ സ്ഫിയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇൻ എ വേ പൊളിറ്റിക്സ് റിലേറ്റഡ് ആണ്. ബറാക് ഒബാമ ആയിക്കോട്ടെ US പ്രസിഡന്റ് ആയിരുന്നു. പ്രണബ് മുഖർജി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. നെൽസൺ മണ്ടേല വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരുപാട് ആൾക്കാരുടെ മോഡൽ. അതിനൊക്കെ ഉപരി ദക്ഷിണ ആഫ്രിക്കയുടെ പ്രസിഡന്റായി സെർവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ മലാല യൂസുഫ്സായി ഈ അടുത്ത കാലത്തെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ മറ്റ് അനുബന്ധ മേഖലകളിലുമൊക്കെ തന്നെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ ആരാണ് പ്രോമിസ്ഡ് ലാൻഡ് 2022 റിലീസ് ചെയ്ത ബുക്കാണ് പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റായി സെർവ് ചെയ്തിട്ടുള്ള ബറാക് ഒബാമയാണ് റൈറ്റ് ആൻസർ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ബ്രേക്കിംഗ് ഓഫ് ദി സോൾട്ട് ലോ? അപ്പോൾ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെ നമുക്കറിയാം. അതിനുശേഷം തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഏതാണ്? സ്വാതന്ത്ര്യ സമരത്തെക്കാളിലും ഒരു ഇവന്റ്, പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ട്, ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ട്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ഉണ്ട്. ഈ സിവിൽ ഡിസോബീഡിയൻസ് ആണോ നോൺ കോപ്പറേഷൻ ആണോ ക്വിറ്റ് ഇന്ത്യ ആണോ? കാരണം ചമ്പാരൻ ഞാൻ ഒഴിവാക്കുകയാണ്. ചമ്പാരൻ 1917 ആണ്. അത് ഒരുപാട് മുമ്പാണല്ലേ. ഇനിയിപ്പോ വേണേ നോൺ കോപ്പറേഷൻ ഒഴിവാക്കാം അല്ലേ, പക്ഷെ ഒഴിവാക്കുന്നില്ല ഞാൻ. അവിടെ ഇരുന്നോട്ടെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഏതാണ്? സോൾട്ട് ലോ ബ്രേക്ക് ചെയ്ത ഉടനെ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര മുന്നേറ്റം എന്നൊക്കെ നമുക്ക് പറയാം. റൈറ്റ് ആൻസർ ഈസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. What is the name of the central government's economic package for the poor to fight coronavirus pandemic and lockdown? അപ്പോൾ പാവപ്പെട്ടവർക്കായിട്ട് ഗവൺമെന്റ് നൽകിയിട്ടുള്ള എക്കണോമിക് പാക്കേജ് എന്നാണ് പറയുന്നത് കേട്ടോ. എക്കണോമിക് പാക്കേജ് ആണ്. ബേസിക് ലൈഫ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് പേരിടുകയാണെങ്കിൽ കുഴപ്പമില്ല. എക്കണോമിക് പാക്കേജ് എന്ന് പറഞ്ഞ് പാവങ്ങൾക്ക് കോവിഡ് നേരിടുന്നതിന്റെ ഭാഗമായിട്ട്, ലോക്ക്ഡൌൺ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീം ഏതാണ്, പാക്കേജ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രൈം മിനിസ്റ്റർ കിസാൻ സമ്മാൻ നിധി യോജനയാണോ, പ്രൈം മിനിസ്റ്റർ സുരക്ഷാ ബീമ യോജനയാണോ, പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജനയാണോ, പ്രൈം മിനിസ്റ്റർ അന്നദാത ആയ് സംരക്ഷൺ അഭിയാനാണോ? ഏത് സ്കീമിന്റെ, ഏത് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ടവർക്ക് കോവിഡിന്റെ സമയത്ത് അവർക്ക് വേണ്ട ഫുഡും അതുപോലെ മറ്റ് അനുബന്ധ സാധനങ്ങളൊക്കെ തന്നെ അത്രയും അത്യാവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാക്കേജ് ആയിരുന്നു ഇത്. അല്ലാതെ എക്കണോമിക്കൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാരണം നഷ്ടം വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്കൊന്നും ഇത് എത്തിയിട്ടില്ല. പക്ഷെ ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇത് സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് പാക്കേജ് ഈസ് കോൾഡ് പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിൽ റേഞ്ചസ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദ ദൊഡ്ഡബെട്ട പീക്ക്? അപ്പൊ നമ്മള് ഊട്ടിയിലെല്ലാം ടൂർ പോകുന്ന മെയിൻ ഒരു സ്പോട്ടാണ് ദൊഡ്ഡബേട്ട. ഞങ്ങളുടെ +1 ഞങ്ങൾ പോയിട്ടുണ്ട് ദൊഡ്ഡബേട്ട. അപ്പം ദൊഡ്ഡബേട്ട എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സൗത്ത് ഇന്ത്യയിലാണ്, ഊട്ടിയിലാണെന്നൊക്കെ പറയുമ്പോൾ ഊട്ടിയൊക്കെ എന്തിന്റെ ഭാഗമാണ്? നല്ലമല ഹിൽസ് ആണോ, നീൽഗിരി ഹിൽസ് ആണോ, ആനൈമല ഹിൽസ് ആണോ, കാടമം ഹിൽസ് ആണോ? അപ്പൊ ദൊഡ്ഡബേട്ട എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആണ്. ഏറ്റവും വലുത് ഏതാണ്? ആനൈമലയാണ് ഏറ്റവും വലുത്. നീൽഗിരി റേഞ്ചസ് എടുക്കുമ്പോൾ, സൗത്ത് ഇന്ത്യ എടുക്കുമ്പോൾ സെക്കൻഡ് ആണ് ദൊഡ്ഡബേട്ട, വിച്ച് ഈസ് ഇൻ നീൽഗിരി ഹിൽസിന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ കറന്റ് ലോക്സഭ സ്പീക്കർ എമംഗ് ദ ഗിവൺ ഓപ്ഷൻ. അപ്പൊ നിലവിലെ ലോക്സഭ സ്പീക്കർ ആരാണെന്നുള്ളതാണ് ചോദ്യം. നിലവിലെ ലോക്സഭ സ്പീക്കർ ആരാണ്? മീരാ കുമാർ, സുമിത്ര മഹാജൻ, വെങ്കയ്യ നായിഡു, ഓം ബിർള. അപ്പം ഇതിൽ എല്ലാവരും തന്നെ ഒരുവിധം വെങ്കയ്യ നായിഡു ഒഴിവാക്കാം അല്ലെ. അദ്ദേഹമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കിപ്പം റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. മീരാ കുമാർ ആയിട്ടുണ്ട്, സുമിത്ര മഹാജൻ ആയിട്ടുണ്ട്, ആൻഡ് റൈറ്റ് നൗ ഇറ്റ്സ് ഓം ബിർള. മൂവിങ് ഓൺ. ദ മെയിൻ തീം ഓഫ് എക്കണോമിക് സർവേ 2020-21 ഈസ്. അപ്പം 2020-21 നടന്ന എക്കണോമിക് സർവേയുടെ മെയിൻ തീം എന്താണെന്നുള്ളതാണ് ചോദ്യം. പോളിസി റീഫോംസ് നടത്തുന്നതിനായിട്ടായിരുന്നോ, സേവിങ് ലൈഫ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ആണോ, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണോ, സേവിങ് COVID-19 വാരിയേഴ്സ് ആണോ?
അപ്പം പോരാളികളെ സംരക്ഷിക്കാനാണോ, അതായത് COVID-19 പോരാളികളാണ്, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണോ, സേവിങ് ലൈഫ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ആണോ, പോളിസി റിഫോംസ് ആണോ, എന്താണ് 2020-21 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള എക്കണോമിക് സർവേയുടെ തീം, മെയിൻ ഉദ്ദേശം എന്ന് തന്നെ നമുക്ക് പറയാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സേവിങ് ലൈഫ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ആണ്. ഭീതർകണിക നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അത്ര പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ ടിസ്നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വരുന്നതാണ്. ഭീതർകണിക നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? മഹാരാഷ്ട്ര, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഒഡീഷ. നെയിം ദ കൺട്രി ദാറ്റ് ജനറേറ്റ്സ് ഓൾ ഇറ്റ്സ് ഇലക്ട്രിസിറ്റി യൂസിങ് റിന്യൂവബിൾ എനർജി. അപ്പോൾ തങ്ങളുടെ രാജ്യത്തിന് വേണ്ട മൊത്തം കറന്റ് റിന്യൂവബിൾ എനർജി വെച്ച് ഉണ്ടാക്കുന്ന ഒരു രാജ്യം ഏതാണ്? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ മൊത്തം പവർ ചെയ്യുന്നത് റിന്യൂവബിൾ എനർജി വെച്ചിട്ടാണെങ്കിലുള്ള അവസ്ഥ, പൊല്യൂഷൻ അത്രയും കുറവായിരിക്കും. പിന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷനും ഇല്ല, കാരണം റിന്യൂവബിൾ ആണ്. സപ്പോസ് സോളർ വെച്ച് രാജ്യം മൊത്തം ഓടിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ബെനഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന രാജ്യമുണ്ട്. ഇന്ത്യ കുറെ കൂടെ വലുതാണ്, പക്ഷെ ഈ രാജ്യം കുറച്ച് ചെറുതാണ്. ബട്ട് സ്റ്റിൽ ചെറിയ രാജ്യങ്ങൾ എല്ലാവരും ഇങ്ങനെ അല്ല ഓടുന്നത്. സോ ദേ ഡൂയിങ് എ കമന്റബിൾ ജോബ്. രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ടിസ്നെറ്റ് സംബന്ധിച്ചുള്ള നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇതാണ്. ഇതെല്ലാം എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വേൾഡ് അഫയേഴ്സ് വരുന്നുണ്ട്, കറന്റ് അഫയേഴ്സ് വരുന്നുണ്ട്, പോളിറ്റി വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, ബേസിക് സയൻസ് വരുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസ് എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ടിസ്നെറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതിലോടുകൂടി മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള, കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാവരും തന്നെ പലവിധ എക്സാംസ് എഴുതിയിട്ട് പല ജോലികളിൽ കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവൻ PhDക്ക് ആണെങ്കിൽ പോലും പരീക്ഷ എഴുതേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ. സോ അത് മനസ്സിലായിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ ടിസ്നെറ്റ് പോലുള്ള എക്സാമുകൾക്കെല്ലാം ഇതുപോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് UG+. 2 നമ്പർ കൊടുത്തിട്ടുണ്ട് കൗൺസിലേഴ്സിന്റെ. സോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. ടിസ്നെറ്റിനെ പറ്റി, പ്രൊപ്പോയ്സിനെ പറ്റി, പാക്കേജസിനെ പറ്റി, UG+നെ പറ്റി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലേഴ്സ് വഴി ലഭിക്കും. അതുപോലെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയോ ഇല്ലയോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം. പീസ് ഔട്ട്. Good evening all, welcome to Prepwise UG+. നമ്മുടെ ടാർഗറ്റ് ടിസ്നെറ്റ് 2023 സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ടിലുള്ളത്. സോ ഐ ഹോപ്പ് യു ആൾ ആർ റെഡി. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. So the first question, select the antonym for the word underlined in the statement given below. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. They did not know which direction to go in. They were at an impasse about the release date of the film. Option A, deadlock. Option B, breakthrough. Option C, obstruction. Option D, debate. ഇംപാസിന്റെ ആന്റണിം എന്താണ്? ഇംപാസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആണ്, അതിൽ ഇനി അപ്പുറത്തേക്ക് ഒരു വലിയൊരു വളർച്ച പ്രോഗ്രസ് ഒന്നും ഇനി പറ്റൂല. അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കണം വേണ്ടത്. അതായത് പ്രോഗ്രസ് ഒക്കെ പറ്റും, ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഇംപാസിന്റെ ഏതായിരിക്കും? ഡെഡ് ലോക്ക് ആണോ, ബ്രേക്ക് ത്രൂ ആണോ, ഒബ്സ്ട്രക്ഷൻ ആണോ, അത് ഡിബേറ്റ് ആണോ? ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത് ഇംപാസിന്റെ ആന്റോണിയുമായിട്ട് ഓപ്ഷൻ ബി ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ. അടുത്തത്, fill in the blanks to complete the sentence. He was quick dash arithmetic but weak dash languages. ഏതാണ്? ഓപ്ഷൻ എ in at, ഓപ്ഷൻ ബി at in, ഓപ്ഷൻ സി at, ഓപ്ഷൻ ഡി in. ഏതാണ്? He was quick at arithmetic but weak in languages ആണ് വരുന്നത്. Which word from the given options is most similar in meaning to the word in capitals when used as a verb? ഓക്കെ, അപ്പൊ മീൻ എന്ന് പറഞ്ഞ വേർഡിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു മീനിങ് ഉള്ളത്, പക്ഷെ അതിനെ നമുക്കൊരു വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഈ ഓപ്ഷൻസിലുള്ളതിന് വേർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മറ്റേ മീൻ നമുക്ക് വേറൊരു മീൻ ഉണ്ടല്ലോ, ഭയങ്കര സ്വഭാവം, നമ്മൾ ഭയങ്കര മീനാണ്, ഭയങ്കര റൂഡായിട്ടുള്ള, ഇത്ര നല്ല കൈൻഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈസ് വെരി, ഷീ ഈസ് വെരി മീൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മൾ ഓപ്ഷൻസിലുള്ളത് നമുക്ക് വേർബായിട്ട് ഈ സെയിം വേർഡ് വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻ എ മിസേർലി ആണോ, മിഡ് പോയിന്റ് ആണോ, ഓപ്ഷൻ സി സിഗ്നിഫയർ സംച്വസ്, ഏതാണ്?
സിഗ്നിഫൈ അല്ലേ, നമ്മൾ ഐ ഡിഡ് നോട്ട് മീൻ ദിസ് വാസ് മെന്റ് എന്നൊക്കെ പറയില്ല, ഒരു സിഗ്നിഫൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീനിങ്. അടുത്തത്, for the following question answer them individually. If I were in your shoes I would put on a happy face. Advise Rakesh. അപ്പോൾ ഓപ്ഷൻ എ നോ എറർ ആണ്, ഓപ്ഷൻ ബി അഡ്വൈസ് രാകേഷ്, ഓപ്ഷൻ സി ഐ വോർ, ഓപ്ഷൻ ഡി പുട്ട് ഓൺ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ എറർ ഒന്നുമില്ല, അപ്പൊ നമുക്ക് എന്താക്കാം, ഓപ്ഷൻ എ കൊടുക്കാം. അടുത്തത്, it is difficult to feel dash when one is at dash. Option A remorseful, the top of the world; enchanted, a birthday celebration; favored by fortune, a loss for words; indigent, the mercy of one's creditors. ഏതാണ്? It is difficult to feel remorseful when one is at the top of the world. Okay, അതാണ് correct. അടുത്തത്, ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഗിവൺ ഓപ്ഷൻസ് കനോട്ട് ബി ഡെഫിനറ്റ്ലി ഇൻഫേർഡ് ഫ്രം ദി പാസേജ് ഗിവൺ ബിലോ. അപ്പോൾ പാസേജ് വായിക്കുക, പാസേജിലോട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ പാസേജിലോട്ട് മെൻഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ ഗ്രൂപ്പ് വാസ് വെറി ഓഫ് ടേക്കിംഗ് ദ കോഴ്സ്. The expectation set by the professor was so high that they seemed near impossible to achieve. There were many readings given and the assignment seems to focus on anything but the readings. It was almost as if the readings were a take-off point only. The group was worried that their cumulative grade point would suffer as a result of this taking this course. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിൽ മെൻഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്തത്? The students may not take the course. The readings were only guideposts for the assignments. The professor was very strict. The group does not have faith in its ability to do well in the course. ഇതിൽ ഒരുപാട് മീനിങ് വരുന്നുണ്ട്. അപ്പം ഇതിൽ വരാത്തത് ഏതാന്ന് വെച്ചാൽ ദ പ്രൊഫസർ വാസ് വെരി സ്ട്രിക്റ്റ് ആണ്, അതിനെ പറ്റിയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ ദാറ്റ് ഫോളോസ് വിച്ച് ഓഫ് ദി ഗിവൺ ഓപ്ഷൻസ് ഇസ് മോസ്റ്റ് ഡെഫിനറ്റ്ലി ട്രൂ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശരിയാവുന്നുള്ള ഇതിൽ ഏതാണ്? ദർ ആർ 2 containers in a room. അപ്പം ഒരു 2 containers ഉണ്ട്, പിന്നെ അതിനെ കുറച്ച് എക്സ്പ്ലനേഷനാണ് പറയുന്നത്. One is a box and one is a can. One is small and is green. One of them has toys in it. The can is big. The container that is completely purple has toys in it. അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണ്. ഓപ്ഷൻ എ, the box is big. ഓപ്ഷൻ ബി, the can is green. ഓപ്ഷൻ സി, the box does not have toys in it. ഓപ്ഷൻ ഡി, the can has toys in it. ഇതിൽ ഏതായിരിക്കും ഉറപ്പായിട്ടും വരാനുള്ള ചാൻസ്? നമുക്കറിയാം ബോക്സ് ഇസ് ബിഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ക്യാൻ ആയിരിക്കുമല്ലോ. അപ്പം അതൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ദ ക്യാൻ ഇസ് ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല. ക്യാന് വൺ ഇസ് സ്മോൾ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. സ്മോൾ ബോക്സ് ആവാനാണ് സാധ്യത അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ കുറേ നമ്മളിങ്ങനെ വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇതിൽ കൂടുതൽ മോസ്റ്റ് ഡെഫിനറ്റ്ലി ട്രൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ദ ക്യാൻ ഹാസ് ടോയ് ഇൻ ഇറ്റ് എന്നാണ്. അടുത്തത്, the dash of modern technology do not compensate for the dash of privacy invasion it harbors. Option A, cons failure. Option B, wonders fact. Option C, tribulation trials. Option D, marvels laws. ഇതിൽ ഓരോന്ന് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്കൊക്കെ എത്താം. അപ്പോൾ ഇവിടെ എന്താ കറക്റ്റ് ആയിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. അതായത് the wonders of modern technology do not compensate for the fact of privacy invasion it harbors. അടുത്തത്, fill in the blanks to complete the sentence. Despite being twins, the boys looked so different dash one another. Boys look so different than one another, with one another, to one another, from one another. ഏതാണ്? 2 ട്വിൻസിന്റെ പറയുന്നുണ്ട്, ഒരാളിൽ നിന്ന് വളരെ വ്യത്യസ്തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വരേണ്ടത്? ഒബ്വിയസ്ലി ഇറ്റ്സ് ഫ്രം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ഫ്രം ആണ് ഇതിന്റെ ആൻസർ. Which word from the given options is most opposite in meaning to the word in capitals? Imped. Option A, fetter. Option B, speed. Option C, slide. Option D, facilitate. Imped എന്ന് പറഞ്ഞിട്ടുള്ള മീനിങ്, ഇംപെഡ് എന്നുള്ള വേർഡിന്റെ ഇംപെഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ തടസ്സമാകുന്ന ഒരു സാധനത്തിനാണ്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് എല്ലാത്തിനും കടത്തി വിടുക അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ടുള്ളതിന് സമ്മതിക്കുന്ന ആ ഒരു മീനിങ് ഉള്ള ഒരു വേർഡ് ആയിരിക്കണമല്ലോ. ഫെറ്റർ ആണോ, സ്പീഡ് ആണോ, സ്ലൈഡ് ആണോ, ഫെസിലിറ്റേറ്റ് ആണോ? ഫെസിലിറ്റേറ്റിന് മീനിങ് നമുക്കറിയാം, ഇങ്ങനെ എന്തെങ്കിലും എല്ലാത്തിനും സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു വഴി ഒരുക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയാം. അപ്പം ഇംപെഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫെസിലിറ്റേറ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ 10 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടിസ്നെറ്റിൻ്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറേ മുന്നത്തെ സെഷൻസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. അതുപോലെ ഇനിയുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക.
നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PG നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് Prepwise UG+ൽ ജോയിൻ ചെയ്യാവുന്നതാണ്. Prepwise UG+, CUET PG, IIT JAM, TISSNET, CMAT എന്നീ എക്സാംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തൊക്കെയാണ് തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചവർ തന്നെയാണ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത്. വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, നിങ്ങളുടെ കൂടെ കുറേ മെൻറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. നമുക്കിനി അടുത്ത സെഷനിൽ വെച്ച് കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. Hello all, good evening. Welcome to Prepwise UG+. ടാർഗറ്റ് TISSNET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് TISSNET 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ട്. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Okay, so in the following question, one part of the sentence may have an error. Find out which part of the sentence has an error and click the button corresponding to it. If the sentence is free from error, click the no error option. Films are an amazing medium of communicating cultures and history. ഇതിൽ കൾച്ചേഴ്സ് ആൻഡ് ഹിസ്റ്ററി ആണോ, ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണോ, ആൻഡ് അമേസിംഗ് മീഡിയം ആണോ, അതോ നോ എറർ ആണോ? ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ എറർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇവിടെ എറർ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നാണ്. അടുത്തൊരു പാസേജ് വായിക്കാനാണ്. Historians have long argued about what gave rise to the age of enlightenment in the 18th century. Some have hypothesized that it was at least in some part due to the rise of coffee houses. That seems a bit far-fetched until we look at it more closely. Very quickly after the rise of coffee houses, there emerged a distinction between them and the pubs. Rumors of the health benefits of coffee spread, and it was soon agreed that coffee houses spurred more sober, rational thought and sharper political discussion, whereas Twins catered to rowdiness and intoxication. A coffee house was a place to be exposed to new ideas, current events and discussions of how life might be lived. Until this time, a forum to discuss new ideas had not existed. Now merchants, traders, writers, philosophers and politicians had such a forum. Gradually they found other ways of meeting, and coffee houses began to wane in popularity until the Starbucks generation brought them back 25 years ago. Some historians claim that coffee replaced beer soup, which was what most Europeans and Americans had subsisted on, with a drug that now kept them awake and allowed them to converse well into the night in a far more lucid way. This, they feel, was what gave rise to both the French and American Revolution. Other historians say that a higher level of leisure had created an environment in which people could afford the time to meet in coffee houses to discuss the latest farming technique, business trends, and of course politics. King Charles of England actually attempted a ban of coffee houses in 1675, fearing that they might result in loss of power or even decapitation. However, his ministers loved their coffee so much that they overruled the ban. So did coffee houses give rise to these meetings, or was it the level of leisure that had suddenly come about? It does seem logical that people with a clear head would be more capable of holding on to an idea for a longer period of time and would have the mental acute to grasp what each other was saying. So perhaps it was a happy confluence of increased leisure and a switch to coffee that enabled so many of those wonderful thinkers to hammer out their ideas for a new nation, and those with a scientific bent to come up with so many of the major breakthroughs during the 18th century in Europe and America. Some of our founding fathers may have sat in these very coffee houses discussing the future of the colonies or how government should be, noting the pitfalls or failures of the monarchies of England and France. Perhaps a seemingly harmless things like the emergence of coffee houses actually influenced our future. Interestingly, almost as quickly as they sprang up, coffee houses began to decline. They had served their purpose and were no longer meeting places for political, literary critics and debate. So, any question like a long passage ആയിരുന്നു. And which of the following does the author not do concerning coffee? Option A, indicate that it sharpens the mind. Option B, mention that it helps people stay up late to discuss things. Contrast it with beer soup, demonstrate why it is so healthy. ഇതിൽ പറയാത്ത കാര്യങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. ഡെമോൺസ്ട്രേറ്റ് വൈ ഇറ്റ് ഇസ് സോ ഹെൽത്തി ആണ്. ബാക്കി 3 മെൻഷൻ ചെയ്തിട്ടുണ്ട് പാസേജിൽ. Which of the following most closely suggests the author's attitude about the influence of coffee houses on the age of enlightenment?
ഓതറിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അതായത് എന്തിനെ പറ്റിയിട്ട് കോഫി ഹൗസസിനെ ഇൻഫ്ലുവൻസ് ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിൽ. ഓപ്ഷൻ എ, they definitely were the major factors. Option B, there were definitely an improvement over pubs. There were a possible connection but perhaps not the only one. They were conducive to conversation. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ എന്തെന്ന് വെച്ചാൽ there were a possible connection but perhaps not the only one. Why does the author mention the proclamation of King Charles? Option A, to show how kings were bullies. Option B, to suggest how things got done back then. Option C, to demonstrate how strongly coffee houses had become part of society. Option D, to indicate that the king saw coffee houses as a threat to his power. എന്താണ്? To indicate that the king saw coffee houses as a threat to his power. Which of the following best expresses the author's purpose in writing this passage? എന്താണ് ഇതിൽ ഏതാണ് ഓതറിൻ്റെ ഈ ഒരു പാസേജിൻ്റെ ഒരു പേർപ്പസ് കൂടുതൽ ഇതിൽ ഏതാണ് പറയുന്നത് ഈ ഒരു കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ? ഓപ്ഷൻ എ, ടു ഷോ ഹൗ ദ പൊളിറ്റിക്കൽ തിങ്കിങ് ബിഹൈൻഡ് ടു റെവല്യൂഷൻസ് ഗോട്ട് സ്റ്റാർട്ടഡ്. ഓപ്ഷൻ ബി, ടു എക്സ്പ്ലെയിൻ ഹൗ ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കെയിം അബൌട്ട്. ഓപ്ഷൻ സി, ടു ഷോ വൈ കോഫി ഹൗസസ് ആർ ബെറ്റർ ദാൻ പബ്സ്. ഓപ്ഷൻ ഡി, ടു ഡിസ്കസ് എ പോസിബിൾ കണക്ഷൻ ബിറ്റ്വീൻ കോഫി ഹൗസസ് ആൻഡ് ദ ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഇതിലേതാണ്? ഇതിലെന്താ വെച്ചാൽ ടു ഡിസ്കസ് എ പോസിബിൾ കണക്ഷൻ ബിറ്റ്വീൻ കോഫി ഹൗസസ് ആൻഡ് ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഇതാണ് മെയിനായിട്ട് എഴുതിയത്. അടുത്തത്, ഇഫ് കോഫി വാസ് നോട്ട് ദ ലാർജസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, വാട്ട് ഡസ് ദ ഓതർ സജസ്റ്റ് മൈറ്റ് ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്? അപ്പോൾ കോഫി അല്ലെങ്കിൽ മറ്റ് വേറെ എന്തായിരിക്കണം അവിടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്? The revolutionary ideas that were everywhere, the King's proclamation, the rise in leisure time that Europeans and Americans had suddenly had, the closing of many pubs at this time. ഏതാണ്? The rise in leisure time that Europeans and Americans had suddenly had. അടുത്തത് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഓർഡറിലാക്കിയിട്ട് ഒരു നല്ല രീതിയിൽ നമ്മൾ ഒരു മീനിങ് ആയിട്ടുള്ള രീതിയിലാക്കുകയാണ് ചെയ്യേണ്ടത്. With its rich pungency and smell, garlic has been both extolled and vilified during its 4,000-year history. ഇനി എയിൽ വരുന്നത്, later the Greeks and Romans used it for dog bites and bladder infection as well as cures for asthma and leprosy. The ancient Egyptians used it as medicine for more than 20 different ailments including heart disease and tumors. See, the Israel slaves when fleeing the Egyptians for the promised land complained of not having garlic. Although it is sometimes referred to as the stinging rose and certainly its smell is off-putting to many, it still thrives today with even a garlic ice cream available in San Francisco. They even fed it to their slaves to give them more strength to build the pyramids. അതിൽ ഏതാണ് ആൻസർ? ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരാൻ പറ്റിയ ഏതായിരിക്കും? ഫസ്റ്റ്, ദ ആൻഷ്യൻ ഈജിപ്ഷ്യൻസ് യൂസ്ഡ് ഇറ്റ് ആസ് എ മെഡിസിൻ ഫോർ മോർ ദാൻ 20 ഡിഫറെൻറ്റ്. ബി ഫസ്റ്റ് വരും. പിന്നെ ഇ വരും, ദേ ഈവൻ ഫെഡ് ഇറ്റ് ടു ദെയർ സ്ലേവ്സ്. പിന്നെ സി ആണ് വരിക. പിന്നെ എ വരും, ലേറ്റർ ദ ഗ്രീക്സ് ആൻഡ് റോമൻസ് യൂസ്ഡ് ഇറ്റ് ഫോർ ഡോഗ് ബൈറ്റ്സ് ആൻഡ് ബ്ലഡ് ഇൻഫെക്ഷൻ ആസ് വെൽ ആസ് ക്യൂർസ് ഫോർ ആസ്മ ആൻഡ് ലെപ്രസി. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത്, ഓൾതോ ഇറ്റ് ഇസ് സംടൈംസ് റെഫർ ടു സ്റ്റിങ്ങിങ് റോസ്. ആ ഒരു സെൻറ്റൻസ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പം ഏതാണ്? BECAD വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ one part of the sentence may have an error. Find out which part of the sentence has an error and click the button corresponding to it. If the sentence is free from error, click the no error option. Let us not leave here furthermore as it is dangerous to do so. She said, no error. Here furthermore, no error. So she said, let us. ഇവിടെ റോങ് ആയിട്ട് വരേണ്ടത് ഏതാണ് ഉള്ളത്? ഹിയർ ഫർദർമോർ ആണ്. അടുത്തത് വീണ്ടും നമ്മൾ ഓർഡറിലാക്കാനാണ്. The expression "you are what you eat" is becoming clear with every nutritional study. In brief, most longevity studies indicate that a diet rich in omega-3s and avoiding sugars and most carbohydrates will add years to our lives, especially the quality of our lives. However, the problem for most of us in eating a healthy diet is that food is cultural and we tend to eat foods that our culture has instilled in us as good, whether or not they are consistent with the studies. Physically, athletes are learning to avoid carbohydrates if they require bursts of speed in their sports. Even mentally, what we can affect performance, as many foods such as sugar slow us down and tend to make us lethargic, something we must avoid especially while taking exams. Nutritionists suggest deficiency in B12, thiamine, zinc and niacin will result in lower mental performance. Okay, അപ്പോൾ ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്, the expression "you are what you eat" is becoming clear with every nutritional study ഫസ്റ്റ് വരും.
പിന്നെ ഇവിടെ ബി ആണ് വരിക ഫസ്റ്റ്. ഹവർ ദ പ്രോബ്ലം ഫോർ മോസ്റ്റ് ഓഫ് us ഇൻ ഹെൽത്തി ഡയറ്റ്, അതാണ് ഫസ്റ്റ് വരിക. പിന്നെ ഫിസിക്കലി അത്ലറ്റ്സ് ആർ ലേണിംഗ് ടു അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്. ഈവൻ മെന്റലി വാട്ട് വി ക്യാൻ ഈറ്റ് അഫക്റ്റ് പെർഫോമൻസ് ആസ് മെനി, ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് സജസ്റ്റ് ഡെഫിഷ്യൻസീസ്, അത് വരും നെക്സ്റ്റ്. ലാസ്റ്റ് ആയിട്ട് വരേണ്ടത് ഇൻ ബ്രീഫ് മോസ്റ്റ് ലോഞ്ചിവിറ്റി സ്റ്റഡീസ് ഉള്ള ഭാഗമാണ്. ഓക്കെ, സോ BCDEA. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Fill in the blanks to complete the sentence. The number of people who dash interested in the play dash outnumbered by those who already bought the tickets to watch it. ഏതാണ്? The number of people is not ആണോ, are not ആണോ, is ആണോ, are ആണോ? ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട്, പീപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? ആർ തന്നെയാണ്. അപ്പം നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്ലേ ഈസ് ഔട്ട്നംബേർഡ് ബൈ ദോസ് ഹു ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ് ടു വാച്ച് ഇറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഏകദേശം 10 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ടിസ്നെറ്റിൻ്റെ ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് Prepwise UG Plusൽ ജോയിൻ ചെയ്യാവുന്നതാണ്. Prepwise UG Plus CUET, PG, IIT JAM, TISSNET, CMAT എന്നീ എക്സാംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. Good evening all. Welcome to Prepwise UG Plus. Target TISSNET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. TISSNET 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 2 ദിവസമായിട്ട് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, select a synonym for the word underlined in the statement given below. He was always looking to save money. After all, one needed to be frugal if one wanted to build a successful business. Option A thrifty, option B wise, option C economic, option D prudent. അപ്പം ആ ഒരാൾ ഭയങ്കര സേവ് ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും. പക്ഷെ ഒരു ബിസിനസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഫ്രൂഗലിന് നമ്മൾ എന്താ പറയുക? ത്രിഫ്റ്റി എന്നുള്ളൊരു സിനോണിമാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് എറർ ഉണ്ട്. ആ എറർ നമ്മൾ ഏത് പാർട്ടാണ് എറർ നോക്കുക, അത് നമ്മൾ ചൂസ് ചെയ്യുക. എവറി അഡൾട്ട് ആൻഡ് ചൈൽഡ് നോസ് ദാറ്റ് സക്സസ് ഇസ് ആസ് മച്ച് അബൌട്ട് ബിലീഫ് ആൻഡ് ഹാർഡ് വർക്ക് ആസ് അബൌട്ട് സ്കിൽ. അപ്പം നോ എറർ ആണോ, ആസ് അബൌട്ട് സ്കിൽ ആണോ, നോസ് ആണോ, ആസ് മച്ച് ആണോ? ഇവിടെ നോ എറർ ആണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അടുത്തത് fill in the blank to complete the sentence. This pandemic has taught us to be more dash with hygiene. Option A carry, option B tepid, option C suspicious, option D circumspect. ഏതാണ്? This pandemic has taught us to be more circumspect with hygiene. അടുത്ത to meet the goals of Atmanirbhar Bharat, the universities have started the dash study program. Entrepreneurship ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് നമ്മൾ പറയേണ്ടത്? സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അടുത്തത് എന്താണ്? ദർ ഇസ് ഡാഷ് ഓൺ എർത്ത്, ഐ വുഡ് ഡാഷ് ഹിയർ. എനിവർ ബി, നോവർ റാദർ ബി ദാൻ, എനിവർ ലവ് മോർ ദാൻ, നോവർ വോണ്ട് ടു ബി. ഇവിടെ വരേണ്ടത് ദർ ഇസ് നോവർ ഓൺ എർത്ത്, ഐ വുഡ് റാദർ ബി ദാൻ ഹിയർ. അടുത്തത് ഈ പാസേജ് വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. 66 മുതൽ 70 വരെ ഉള്ളത്. The target group of major OTT platforms should ideally be millennials or the age group of 18 to 35 years. This number, however, is largely due to the Digital India campaign, increasing the number of smartphone and data users, and is also an effect of globalization, which has led the population to be more aware. With major data service providers like Jio bringing down data costs, there has been a significant shift in viewership in India, with the number of Indian users growing at the rate of 4 to 8%. This essentially means that there is massive potential for rural India to subscribe to such platforms on a large scale, making rural India also a target group for platforms. In 2017, OTT platforms in India generated 2019 crore in Indian rupees. This is expected to increase to 5,595 crores by 2022.
Digital streaming platforms overtook film entertainment to rank the third largest Indian media and entertainment sector in 2019, according to the latest EYFICCI Indian Media and Entertainment Report. When most OTT platforms made an entry in the Indian market, they mainly had catch-up shows. However, with the entry of global players like Netflix and Amazon Prime Video, users are offered a plethora of original content. Hotstar is currently the most popular OTT platform in India according to data from a mobile advertising and internet service provider. Although in my opinion, Netflix will be the market leader in the medium term among millennials as it is a giant global player and it entered India powerful mainly due to the youth inspired by Western culture. Okay, ഇനി ഈ ഒരു ബേസിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. Which of the given options best represent the author's purpose in writing the passage? Option A, to describe the potential of the OTT platform, to comment on the importance of the OTT platform, to highlight the presence of OTT platforms in India, to argue for the advantages of OTT platform. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ടു ഡിസ്ക്രൈബ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ OTT platforms. Next, 67th question. The author will not agree with which of the given options? The ones born between 1985 and 2002 are easily attracted to Netflix. OTT platforms surpassed movies 2 years ago. Netflix popularity is solely due to the Western influences on Indian youth. Indian players were the first ones on OTT platforms in this country. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ വിൽ നോട്ട് എഗ്രി നമുക്ക് പറയാൻ പറ്റുക ഓപ്ഷൻ എ പറയാം. The ones between 1985 and 2002 are easily attracted to. ഇവിടെ അങ്ങനെ ഒരു മെൻഷനിങ് നമ്മൾ കാണുന്നില്ല, അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാം. Okay, next question. Which of the following can be inferred based on the passage? Option A, rural areas are entirely untapped by OTT platforms. Option B, digital streaming and OTT refer to the same type of platform. Option C, OTT platforms will more than double their revenue in just 5 years. Option D, millennials are the only age group the OTT platform should focus upon. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഡിജിറ്റൽ സ്ട്രീമിംഗ് ആൻഡ് OTT refer to same type of platform. അടുത്തത്, the passage has most likely appeared in option A, brand building magazine, computer magazine, research journal, newspaper publication. ഏതാണ്? The passage has most likely appeared in a brand building magazine. Which of the given options is an assumption made by the author? Original content attract users. Data course that kept users away till Jio entered the market. Digital India campaign led to an increase in the sale of digital devices. Mobile interfaces essential to attract users. നമുക്കിവിടെ ഓപ്ഷൻ എ കൊടുക്കാം. ഒറിജിനൽ കോണ്ടന്റ് അട്രാക്ട്സ് യൂസേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസോളം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ PG നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എങ്കിൽ നിങ്ങൾക്ക് Prepwise UG+ൽ ജോയിൻ ചെയ്യാം. Prepwise UG+, CUET, PG, IIT JAM, TISSNET, CMAT എന്നീ എക്സാംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ ഉണ്ടാവും. എക്സ്പെർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ്, മെൻറ്റേഴ്സ്, പിന്നെ ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അങ്ങനെ വാല്യൂ ആഡഡ് നോട്ട്സ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Okay, so that's all, and thank you for watching this video. Bye bye. ഹായ് ഓൾ, എൻ്റെ പേര് അദ്വൈത്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് TISSNET 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓൾറെഡി നമ്മൾ TISSNETൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ സീരീസിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു UG കഴിഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ UG ഫൈനൽ ഇയറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അടുത്തത് നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും PG ഇന്ത്യയിലെ തന്നെ ഒരു അടിപൊളി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു PG കരസ്ഥമാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന പല എക്സാമുകളിൽ ഒരു എക്സാമാണ് നമ്മുടെ TISSNET എന്ന് പറയുന്നത്. അപ്പോൾ ഈ TISSNET എക്സാമിൻ്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ UG കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ UG ഫൈനൽ ഇയേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ഉപയോഗപ്പെടുക. അതായത് TISSNET എഴുതാൻ TISSNETും അതുപോലത്തെ PG എൻട്രൻസ് എക്സാംസൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി
എല്ലാ PG എക്സാംസിനും അല്ല PG എൻട്രൻസ് എക്സാംസിനും ഒരു ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ഉണ്ടാവും. ആ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ്റെ അകത്താണ് ഈ മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് സെക്ഷൻ വരിക. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലിയിലോ ഒക്കെ ആരെങ്കിലും ഇതുപോലത്തെ എക്സാംസിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരിലേക്ക് മാക്സിമം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻസും ടിസ്നെറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2021 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് 2 is a root of the equation 2x² plus kx plus 4 equal to 0 then what is the value of k? അപ്പോൾ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ സമ്മ്, അതായത് റൂട്ട്സ് ഇപ്പോൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു -b/a x² plus bx plus c ഈക്വൽ ടു 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്കിൽ സം ഓഫ് റൂട്ട്സ് -b/a ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് c/a ആയിരിക്കും. ഈ ഒരു കേസ് ഈ ഒരു നമ്മുടെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു നമ്മുടെ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു റൂട്ട് 2 ആണ്. അപ്പോൾ ആൽഫയ്ക്ക് ഞാൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എന്താ? കെ ആണ്. എ എന്ന് പറഞ്ഞാൽ 2, എ ബി സി. ഓക്കെ, ബി എന്നുള്ളിടത്ത് കെ എന്ന് കൊടുക്കാം, എ എന്നുള്ളിടത്ത് 2 എന്ന് കൊടുക്കാം, സി എന്നുള്ളിടത്ത് 4 എന്ന് കൊടുക്കാം. അപ്പോൾ ബി എന്നുള്ളിടത്ത് കെ എന്ന് കൊടുത്താൽ -k/a എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അടുത്തത് സി എന്ന് പറഞ്ഞാൽ 4 /2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ബീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബീറ്റ 1. അപ്പോൾ 2 + 1 = 3. അപ്പോൾ -k/2 = 3. അപ്പോൾ k = -6. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ k = -6 എന്ന് നമുക്ക് കിട്ടും. ഇത് ബേസിക്കലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ അതിൻ്റെ സം ഓഫ് റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് റൂട്ടും എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും എന്തായാലും അറ്റൻഡ് ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ the percentage increase in the area of a rectangle when each side is increased by a quarter of its length. അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ എല്ലാ സൈഡും ഒരു ക്വാർട്ടർ ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ഇതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർ, അതായത് L + L/4 ആയി അടുത്ത ലെങ്ത്. L + L/4 എന്ന് പറഞ്ഞാൽ 5 times L/4 അതായി ലെങ്ത് അടുത്ത രണ്ടാമത്തെ റെക്റ്റാങ്കിളിൽ. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ലെങ്ത് 4 ആക്കി എടുക്കുക. അതാണ് കാരണം ലെങ്ത് 4ന്റെ ക്വാർട്ടർ ആണ് 1. അപ്പോൾ ക്വാർട്ടർ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ 4 5 ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ 5 എടുത്തേനെ, കാരണം 5ന്റെ 20% 1 ആണ്. 4ന്റെ 25%, അതായത് 4ന്റെ ക്വാർട്ടറും 1 ആണ്. അപ്പോൾ ഞാൻ 25% ഇൻക്രീസിന് ഞാൻ എപ്പോഴും എടുക്കുക 4 ആണ്. അപ്പോൾ 5 ആയി. ഈ റെക്റ്റാങ്കിളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, റെക്റ്റാങ്കിൾ അല്ല, സ്ക്വയർ ആണ്. ബേസിക്കലി റെക്റ്റാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസ് ആണല്ലോ. അപ്പം ഞാൻ ഈ കേസിൽ സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ബേസിക്കലി 4 4 ഉള്ളത് 5 5 ആയി. അതാണ് ഒരു ക്വാർട്ടർ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ. അതായത് 4 + 1/4 ആയിട്ട് ഒരു സൈഡ് മാറി. 4 + 1/4 of 4. സോറി, 4 + 1/4 അല്ല, 4 + 1/4 of 4. അതായത് 4 + 1. 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആയി. 4 5 ആയി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 16, ഇതിൻ്റെ ഏരിയ 25. ഓക്കെ, അപ്പോൾ 25ഉം 16ഉം 25 ആയിരുന്നു ഇപ്പോഴത്തത്, 16 ആയിരുന്നു ഓൾഡ്. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ്? 25 - 16 / 16 × 100. 9 / 16 × 100. ഓക്കെ, ഇവിടെ വരെ നമ്മൾ എത്തിച്ചു. ഓക്കെ, ഇവിടെ വരെ എത്തിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 9 / 16 × 100ന്റെ വാല്യൂ കാണണം. അതിൽ ഏതൊരു വാല്യൂ ആണ്. പക്ഷെ നമുക്കറിയാം 16ന്റെ പകുതി 8. അപ്പൊ 8/16 എന്ന് പറഞ്ഞാൽ എത്രയാ? 50% എന്ന് നമുക്കറിയാം.
50% അല്ല ആൻസർ, കാരണം 9/16 50%-നെക്കാട്ടിയും വലിയൊരു ആൻസർ നമുക്ക് വേണ്ടേ. അപ്പൊ 25% ആൻസർ അല്ല. പിന്നെയുള്ള ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ 56ഉം 66ഉം. ഓക്കെ, ഇതിലേതായിരിക്കും? 56 ആയിരിക്കോ 66 ആയിരിക്കോ? അതാണ് നമുക്കിനി കാണണ്ടേ. അപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ 90/16 ചെയ്യാം. 90/16 എന്ന് പറയുമ്പോൾ 5 ടൈംസ് വരുമ്പോൾ എത്രയാ? 80 വരും അല്ലേ? 6 ടൈംസ് വരുമോ? 6 ടൈംസ് വരുമ്പോൾ 90 മേലെ പോകും. അപ്പോൾ 5 ടൈംസാ വരിക. അപ്പോൾ ഫസ്റ്റ് 50, അതായത് 50 എത്രയോ ആയിരിക്കും, അതായത് 50ന്റെ 60ന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ 50 അല്ല 25 അല്ല, പിന്നെ 50ന്റെ 60ന്റെ ഇടയ്ക്ക് 66 60 കഴിഞ്ഞു പോയി, പിന്നെ 50ന്റെ 60ന്റെ ഇടയ്ക്ക് 56 മാത്രമേ ഉള്ളൂ. അപ്പൊ 56 മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഏറ്റവും എന്താ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഫുൾ 56.25 കിട്ടിയാലേ മാർക്ക് ചെയ്യുന്നൊന്നും വാശി പിടിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും, പിന്നെ 50 അല്ല, നമുക്കറിയാം 8/16 ആണ് 50, 8-നെക്കാട്ടിയും വലുതാണ്. അപ്പൊ 50-യെക്കാട്ടിയും വലുത് 60-യെക്കാട്ടിയും ചെറുത്, ആ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ 56.25. അപ്പൊ അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോവാ. നിങ്ങൾക്ക് ചെയ്താൽ 56.25 കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, the number of ways in which Aman, Anaya, Danish and Nero can stand in a straight line such that Danish come between Aman and Anaya and Nero does not come between Aman and Anaya. ഓക്കെ, 4 ആളുകളുണ്ട്. ഇതില് നിറോ ഒരിക്കലും അമാന്റെ അനയന്റെയും നടുക്ക് വരരുത്, പക്ഷെ ദാനിഷ് എപ്പോഴും അമാന്റെ അനയന്റെയും നടുക്ക് വരണം. അമാനും അനയ്ക്കും വേണമെങ്കിൽ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ദാനിഷ് നടുക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ അമാൻ ദാനിഷ് അനയ അങ്ങനെ ആവാം, അല്ലെങ്കിൽ അനയ ദാനിഷ് അമാൻ അങ്ങനെ ആവാം. ഇതിൽ നിറോക്ക് എവിടെയൊക്കെ വരാം? നിറോക്ക് ഈ 2 പൊസിഷനിൽ വരാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ നിറോ വന്നെന്ന് വിചാരിക്കും. പിന്നെ ഒന്നെങ്കിൽ അമാനോ അനയോ ആരെങ്കിലും ഒരാൾ ഇവിടെ വരാം, അനയോ അമാനോ, അതായത് അവിടെ ആരാണോ വരുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഒരാൾ ഇവിടെ വന്നാൽ അപ്പൊ ദാനിഷ് സെൻട്രൽ ആവത്തില്ല. ഓക്കെ, അത് പോട്ടെ. അനയോ അമാനോ ഇവിടെ വന്നെന്ന് വിചാരിക്കും, ദാനിഷ് ഇവിടെ വന്നു. അപ്പൊ നിറോ എന്തായി? അമാന്റെ അനയന്റെ നടുക്കായി പോയി. നിറോ ഡസ് നോട്ട് കം ബിറ്റ്വീൻ അമാൻ ആൻഡ് അനയ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിറോക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഇനി നിറോക്ക് ഇവിടെ വരാൻ പറ്റുമോ? നിറോ ഇവിടെ വന്നു, ദാനിഷ് ഇവിടെ വന്നു, അപ്പോഴും നിറോ അമാന്റെ അനയന്റെ നടുക്കായി പോകും. അപ്പൊ നിറോക്ക് ഈ 2 പൊസിഷനിൽ, ഈ സെന്ററിലുള്ള 2 പൊസിഷനിൽ നിറോക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ നിറോക്ക് വരാൻ പറ്റുന്ന പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാം നിറോ ഫസ്റ്റ് പൊസിഷനിൽ വന്നു, അമാനോ അനയോ അമാൻ ഓർ അനയ ഒരാൾ ഇവിടെ വന്നു. അപ്പൊ അനയ ഓർ അമാൻ ഇവിടെ ബേസിക്കലി ഇതിന് ഇവിടെ അമാൻ വന്നാൽ ഇവിടെ അനയ വരും, ഇവിടെ അനയ വന്നാൽ ഇവിടെ അമാൻ വരും, ഇവിടെ ദാനിഷും വന്നു. ഓക്കെ, ഇത് 2 വേസ്. കാരണം ഒന്നുകിൽ നിറോ അമാൻ ദാനിഷ് അനയ, അല്ലെങ്കിൽ നിറോ അനയ ദാനിഷ് അമാൻ, അങ്ങനെ 2 വിധത്തിൽ വരാം. അടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞാല് നിറോ ലാസ്റ്റ് വരാം, അമാൻ ഓർ അനയ ഫസ്റ്റ്, അനയ ഓർ അമാൻ തേർഡ്, ദാനിഷ് സെക്കൻഡ്. ഇതും 2 വിധത്തിൽ വരാം. ഒന്ന് അമാൻ ദാനിഷ് അനയ നിറോ, ഒന്നുകിൽ അനയ ദാനിഷ് അമാൻ നിറോ. അപ്പൊ ടോട്ടൽ 2 + 2 4 വേസിലാണ് ഈ ടോട്ടൽ അറേഞ്ച്മെന്റിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അതായത് നിറോ ഫസ്റ്റ് വരുന്നത് 2 വിധത്തില്, നിറോ ലാസ്റ്റ് വരുന്നതും 2 വിധത്തില്. അപ്പൊ ടോട്ടൽ 4 അറേഞ്ച്മെന്റ്സ് ആർ പോസിബിൾ. അടുത്ത ക്വസ്റ്റ്യനെ റോംബസ് ആൻഡ് എ കൈറ്റ് ബോത്ത് ഡു നോട്ട് ഹാവ്. ഓക്കെ, അപ്പൊ ഇതിൽ റോംബസ് എന്താ കൈറ്റ് എന്താന്നൊക്കെ അറിയണം. റോംബസ് എന്ന് പറഞ്ഞാൽ 4 സൈഡും ഈക്വൽ ആയിരിക്കണം. ഇതാണ് റോംബസ്. റോംബസ് ബേസിക്കലി 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഈ 4 സൈഡ് ഈക്വൽ. കൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കത്തില്ല. ഈക്വൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല കൈറ്റിന്റെ കേസിൽ. ഈ ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ, ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. എ റോംബസ് ആൻഡ് എ കൈറ്റ് ബോത്ത് ഡു നോട്ട് ഹാവ്. രണ്ടിനും കോമൺ ആയിട്ട് ഇല്ലാത്തത് ഏതാന്നാ ചോദിച്ചത്. ഈക്വൽ അഡ്ജസന്റ് സൈഡ്സ്, അത് 2നും ഉണ്ട്. കാരണം ഇതിനും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഇതിനും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇത് കൈറ്റ്, ഇത് റോംബസ്, 2നും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ? റോംബസിന്റെ കേസിൽ ശരിയാണ്, കൈറ്റിന്റെ കേസിൽ ശരിയല്ല. അപ്പൊ ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ശരിയല്ല, കൈറ്റിന്റെ കേസിൽ ശരിയല്ല. 2 അക്യൂട്ട് ആൻഡ് 2 ഒബ്റ്റ്യൂസ് ആംഗിൾ, അത് ശരിയാണ്. 2 അക്യൂട്ട് ആംഗിളും 2 ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ടായിരിക്കും. 2 അക്യൂട്ട് ആംഗിൾ 2 ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ കേസിലും റോംബസിന്റെ കേസിൽ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും.
അക്യൂട്ട് ആംഗിള്, 2 ഒബ്റ്റ്യൂസ് ആംഗിള്. അപ്പം അതും ഉണ്ടാവും. ബൈസെക്റ്റിംഗ് ഡയഗണൽ. ഓക്കെ, ഈ ഓപ്ഷനാണ് കുറച്ച് രസമുള്ള ഓപ്ഷൻ. കാരണം ബൈസെക്റ്റിംഗ് ഡയഗണൽ എന്നായതുകൊണ്ട് നമുക്ക് പറയാം ഓക്കെ റോംബസിനും ഉണ്ട് കൈറ്റിനും ഉണ്ട്. കാരണം റോംബസിന് 2 ഡയഗണലും ബൈസെക്റ്റിംഗ് ഈച്ചറാണ്. അതായത് ഈ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യും, ഈ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യും. പക്ഷെ കൈറ്റിന്റെ കേസിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു വലിയ ഡയഗണൽ, ലോങ്ങർ ഡയഗണൽ, അത് ഈ ചെറിയ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യും. പക്ഷെ ചെറിയ ഡയഗണൽ വലിയ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യത്തില്ല. കാരണം ഈ ഒരു പീസിന് ഈക്വൽ ആയിരിക്കത്തില്ല, വേറെ ആയിരിക്കും. പക്ഷെ ഈ ഒരു പീസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ഡയഗണൽ ബൈസെക്റ്റിംഗ് ആണ്. ഈ കേസിൽ ഈ ഡയഗണൽ ലോങ്ങർ ആയിട്ടുള്ള സാധനം ഷോർട്ടറിനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്റ്റിംഗ് ഡയഗണൽ ഓക്കെ ശരിയാണ്, രണ്ടിലും ഉണ്ട്. പക്ഷെ ബൈസെക്റ്റിംഗ് ഡയഗണൽസ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ കൈറ്റിൽ ബൈസെക്റ്റിംഗ് ഡയഗണൽസ് ഇല്ല. ഒരു ബൈസെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയഗണൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സാധനത്തിന് മാത്രമേ ബൈസെക്ട് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തെ വലിയ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു എസ് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചെറിയൊരു എസിന്റെ വ്യത്യാസത്തിലാണ് ആ ഓപ്ഷൻ ഒന്നാകെ മാറിപ്പോയത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം വിച്ച് ഈസ് ബോത്ത് ഡു നോട്ട് ഹാവ്, ബേസിക്കലി നെഗറ്റീവ് ആണ് ചോദിച്ചത്. അപ്പൊ ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് അതൊരു തെറ്റായ ഓപ്ഷനാണ്. കാരണം കൈറ്റിന് അത് തെറ്റാണ്. അപ്പോൾ ആ കേസിൽ അതായിരിക്കും ആൻസർ. ഈ ബൈസെക്റ്റിംഗ് ഡയഗണൽസ് എന്ന് പറഞ്ഞുള്ള പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം കൈറ്റിൽ ബൈസെക്റ്റിംഗ് ആയിട്ടുള്ള ഒറ്റ ഡയഗണലേ ഉള്ളൂ, രണ്ടാമത്തത് ബൈസെക്റ്റിംഗ് അല്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Abhay can complete a piece of work in 18 days, Balram in 20 days and Chandran in 30 days. Balram and Chandran started the work but forced to leave after 2 days. How many days will Abhay take to finish the remaining work? Okay. ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ചുമ്മാ അബയ്, ബൽറാം, ചന്ദ്രൻ ABC എന്ന് മാർക്ക് ചെയ്യുക. അബയ്ക്ക് 18 ദിവസം എന്നല്ലേ? 18 ദിവസം. ബൽറാമിന് 20, ചന്ദ്രന് 30. ബേസിക്കലി ഈ 3 നമ്പേഴ്സിന്റെ LCM ആദ്യം കണ്ടുപിടിക്കുക. ഈ വർക്ക് ടൈമിനൊക്കെ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ LCM കണ്ടുപിടിക്കുക. ഒന്നുമില്ല, ടോട്ടൽ വർക്ക് എത്ര യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 18, 20, 30 LCM എന്ന് പറഞ്ഞാൽ 180 വരത്തില്ല. 180 LCM തന്നെ കാണുന്നില്ല, LCMന്റെ മൾട്ടിപ്പിൾ ആയാലും മതി. 180 പറ്റുമോ? 180 / 18 10, 180 / 20 എന്ന് പറഞ്ഞാൽ 9, 180 / 30 എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, 180 ഡേയ്സ്, ഇത്രയും ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് 180 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അബയ് ഒരു ദിവസം എത്ര യൂണിറ്റാ വർക്ക് ചെയ്യുന്നത്? ഇത്രയും ഡേയ്സ് ആട്ടോ, ഇത്രയും ഡേയ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ആണിത്. അപ്പോൾ അബയ് എത്ര യൂണിറ്റ് ഒരു ദിവസം? 10 യൂണിറ്റ് പെർ ഡേ. ബൽറാം 9 യൂണിറ്റ് പെർ ഡേ. ചന്ദ്രൻ 6 യൂണിറ്റ് പെർ ഡേ. ഒന്നുമില്ല, ബേസിക്കലി 180 / 18 10, 180 / 20 9, 180 / 30 6. അപ്പൊ അബയ് ഒരു ദിവസം 10 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 18 ദിവസം വർക്ക് ചെയ്ത് 180 കംപ്ലീറ്റ് ചെയ്യും. ബൽറാം ഒരു ദിവസം 9 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 20 ദിവസം കൊണ്ട് 180 കംപ്ലീറ്റ് ചെയ്യും. ചന്ദ്രൻ ഒരു ദിവസം 6 യൂണിറ്റ് വർക്കേ ചെയ്യത്തുള്ളൂ. അങ്ങനെ 30 ദിവസം വേണ്ടി വരും ചന്ദ്രന് 180 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിൽ പറയുന്നത് അബയും ബൽറാമും ചന്ദ്രനും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ബൽറാമും ചന്ദ്രൻ എന്ന് പറയുമ്പോൾ 9 + 6 15, 9 × 6 15. ഓക്കെ, 15. എന്നിട്ട് പറഞ്ഞു 2 ദിവസം വർക്ക് ചെയ്തു. 15 യൂണിറ്റ് പെർ ഡേ ആണ് ഇപ്പൊ ടോട്ടൽ ബൽറാമും ചന്ദ്രനും കൂടെ. അങ്ങനെ 2 ചെയ്താൽ 30 ആയി. 30 യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ബാക്കി 180 30 പോയാൽ ബാക്കി 150 യൂണിറ്റേ ഉള്ളൂ. ഓക്കെ, 150 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. അത് അബയ് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അബയ് ഒരു ദിവസം 10 യൂണിറ്റ് വെച്ചാ ചെയ്യുന്നത്. അപ്പൊ 150 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അബയ്ക്ക് 15 ദിവസം എടുക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 150 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അബയ്ക്ക് എത്ര ദിവസം എടുക്കും? അബയ് ഒരു ദിവസം 10 യൂണിറ്റ് വെച്ചാ ചെയ്യുന്നത്. അബയ്ക്ക് 15 ദിവസം എടുക്കും 150 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഇതിങ്ങനെ ഒരു LCM അപ്രോച്ചിൽ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 1/, അതൊക്കെ ചെയ്താൽ കുറച്ച് പിന്നെയും കോംപ്ലക്സ് ആവും. ഇത് ഈ ഒരു അപ്രോച്ച് ആയിരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, 2 guns were fired from the same place at an interval of 6 minutes. A person approaching the place observed that 5 minutes 52 seconds have elapsed between the hearings of first sound of 2 guns. If the velocity of sound is 330 meters per second, then the man approaching that place at what speed? Okay, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇതിൽ ബേസിക്കലി നമുക്ക് ആദ്യം ഒരു ഗൺ ഫയറിന്റെ സൗണ്ട് കേട്ടു, നമ്മൾ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് 52 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത സൗണ്ട് കേട്ടു. ടോട്ടല് ഈ 2 ഗൺസ് ഫയർ ചെയ്ത് 6 മിനിറ്റ് ഇന്റർവെല്ലിലാണ്. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിന്റെ ഈ ഒരു 8 സെക്കൻഡ് ടൈം ഗ്യാപ്പ് കൊണ്ടാണ് ഫസ്റ്റത്തെ ഗൺ
ഷോട്ട് അയാളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് എത്താൻ എടുത്ത ടൈം ആ 8 സെക്കൻഡ് ആണ്. ആ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ബേസിക്കലി ടൈം ഡിഫറൻസ് എടുക്കുക, ഡെൽറ്റ ടി എടുക്കുക. ഡെൽറ്റ ടി ആണ് 8 സെക്കൻഡ് എന്ന് കിട്ടി. ഇതാണ് ടൈം റിക്വയർഡ് ഫോർ സൗണ്ട് ടു റീച്ച് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഈ 8 സെക്കൻഡ് കൊണ്ട് 330 മീറ്റർ പെർ സെക്കൻഡിലാണ് സൗണ്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ 8 സെക്കൻഡ് കൊണ്ട് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? ബേസിക്കലി ആ സൗണ്ടിന്റെ സോഴ്സും ആ മനുഷ്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ കിട്ടും. ഇനീഷ്യൽ ഡിസ്റ്റൻസ് 330 × 8 ഇത്രയും മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്തില്ല, കാരണം രണ്ടാമത്തെ ഗൺഷോട്ട് കേൾക്കുമ്പോഴൊക്കെ അയാൾ ആ സോഴ്സിന്റെ സ്ഥലത്ത് എത്തി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രകാരം, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഇയാൾ ഈ 330 × 8 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണ്ടേ. ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇയാൾ 5 മിനിറ്റ് 52 സെക്കൻഡില. 5 മിനിറ്റ് 52 സെക്കൻഡ്, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്, 52 കൂടെ കൂട്ടിയാൽ 352 സെക്കൻഡ്. ഇതാണ് അയാളുടെ വെലോസിറ്റി. ഓക്കെ, അപ്പൊ 330 × 8/352. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക എന്താന്ന് പറഞ്ഞാല്, ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക 7.5 എന്നാ. ബേസിക്കലി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7.5 കിട്ടും. ഓക്കെ, 7.5 കിട്ടി. ഈ 7.5 എന്താ? മീറ്റർ പെർ സെക്കൻഡാ. ഇതിനെ km/h ആക്കാൻ × 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബേസിക്കലി മീറ്റർ പെർ സെക്കൻഡിനെ km/h ആക്കാൻ 18/5, km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18. ഓക്കെ, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ബേസിക്കലി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് × 2 ഇട്ട് കൊടുക്കുക. 7.5 × 2 എന്ന് പറഞ്ഞാൽ 15. 15 × 18 / 10. അപ്പൊ എത്ര കിട്ടുക? 270 / 10. 27 ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ആ ഒരു ടൈം ഡിഫറൻസ് എടുത്തിട്ട്, ആ ടൈം ഡിഫറൻസ് ആയിരിക്കും സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈം. ആ ഒരു ലോജിക്ക് മനസ്സിലായ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ലോജിക്ക് മനസ്സിലാവേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടൈം എനിക്കും കണ്ടപ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ട് ലെവലിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഇൻറ്റിജർ when divided by q leaves remainder 21. When double of that number is divided by q, the remainder is 30. Then q is, okay, ഒരു നമ്പർ, ആ നമ്പർ ഏതെങ്കിലും ആവട്ടെ, q കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 21 റിമൈൻഡർ കിട്ടി. ഓക്കെ, ഇതുവരെ വായിക്കുക, എന്നിട്ട് ഓപ്ഷൻ നോക്കുക. 21, 29, 39, 37. q ഏതാന്ന് ചോദിച്ചു. q 21 ആവും, കാരണം 21നെ വേറെ ഏതൊരു സംഖ്യന് 21 കൊണ്ട് ഹരിച്ചാൽ 21 റിമൈൻഡർ കിട്ടത്തില്ലല്ലോ. കാരണം ഇപ്പോൾ ഏതോ ഒരു സംഖ്യ അതിന് 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 5 കിട്ടുമോ? റിമൈൻഡർ 5 കിട്ടുകയാണെങ്കിൽ ആ 5നെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തൂടെ, എന്നിട്ട് റിമൈൻഡർ 0 ആക്കിക്കൂടെ? അങ്ങനെയല്ലേ ചെയ്യുക നമ്മൾ. ബേസിക്കലി 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0, 1, 2, 3, 4 അങ്ങനെ കിട്ടുക. ബേസിക്കലി q കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 21 കിട്ടുക എന്ന് പറഞ്ഞാൽ q 21നെക്കാട്ടിയും വലുതാണെന്നാ. ഇപ്പൊ q 18 ആണെങ്കിൽ 21 റിമൈൻഡർ കിട്ടുമോ? ഇല്ല. 18 ആണെങ്കിൽ 21 റിമൈൻഡർ കിട്ടത്തില്ല. അപ്പൊ ബേസിക്കലി q 21നെക്കാട്ടിയും വലുതാണ്. അപ്പൊ 21 എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പൊ തന്നെ നമുക്ക് എന്താ പറയുക, ഒഴിവാക്കി കളയാം. ബേസിക്കലി ഓരോ ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കി ഓപ്ഷന്റെ വാല്യൂ ട്രയൽ എൻറ്റർ ചെയ്ത് നോക്കുക. അപ്പൊ ഇപ്പൊ 29 ആണ് q എന്ന് വിചാരിക്കും. എന്റെ ഒറിജിനൽ നമ്പർ ഇപ്പൊ സപ്പോസ് ഏതൊരു നമ്പറിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 21 കിട്ടണം. അതായത് ഏറ്റവും എളുപ്പമുള്ള നമ്പർ ഏതാ? 21 തന്നെ എടുക്കാം. അപ്പൊ 21/29 റിമൈൻഡർ 21 കിട്ടുമല്ലോ. ഏറ്റവും എളുപ്പം അതല്ലേ. ഓക്കെ, ഇനി 29ന്റെ ഡബിൾ ഓഫ് ദാറ്റ് നമ്പർ 42. 21ന്റെ ഡബിൾ 42 ഡിവൈഡ് ബൈ 29. എത്ര റിമൈൻഡർ കിട്ടണ്ടേ? 13 കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കാം. 29 ന്റെ 2 ടൈംസ് എന്തായാലും 42നെക്കാട്ടിയും വലുതാവും. അപ്പൊ 29 കഴിഞ്ഞിട്ട് 42ലേക്ക് എത്ര ഉണ്ട് നോക്കാം. 42 - 29 13 അല്ലേ. അതായത് 29/29 പ്ലസ് 13/29 ഇതാണ് 42/29. അപ്പൊ റിമൈൻഡർ എത്രയാ? 13. അതായത് ബേസിക്കലി 1 + 13/29 ഇതാണ് 42/29. റിമൈൻഡർ 13 കിട്ടും.
അപ്പോൾ 29 ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ആൻസർ. ബേസിക്കലി ബാക്കി ഓപ്ഷൻ അപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി 2 ഓപ്ഷൻ 39ഉം 37ഉം ഈ കണ്ടീഷൻ, അതായത് റിമൈൻഡർ 13 ഡബിൾ ആക്കുമ്പോൾ റിമൈൻഡർ 13 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The least number of complete years in which a sum of money will be more than doubled at 10% compound interest. അതായത് 10% compound interestൽ ഒരു സം ഓഫ് മണി ഡബിൾ ആവാൻ വേണ്ട ടൈം, അതിന്റെ ലീസ്റ്റ് നമ്പർ ഓഫ് ഇയേഴ്സ്. ബേസിക്കലി ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എന്താ A equal to P into 1 plus R by 100 all raised to N. മോർ ദാൻ ഡബിൾ, അപ്പോൾ ഡബിൾ ഇട്ട് കൊടുക്കുക. സം ഓഫ് മണി മോർ ദാൻ ഡബിൾ, അപ്പം എമൗണ്ട് 2P, എന്നിട്ട് 2 ഈക്വൽ ടു 1.1 കാരണം 10% അല്ലേ, റേസ് ടു N. അപ്പം N എത്രയാണ് വാല്യൂ വേണ്ടത്, എന്നിട്ട് N 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക. മീൻസ് അങ്ങനെ ഇട്ട് കൊടുത്ത് ഏതിൽ വരുമ്പോഴാണ് 2 അല്ലെങ്കിൽ 2-നെക്കാട്ടിയും വലുതോ കിട്ടണത് നോക്കുക. വേറൊരു എളുപ്പവഴിയുണ്ട് ഈ ക്വസ്റ്റ്യന്. ബേസിക്കലി റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഉണ്ട്. റൂൾ ഓഫ് 72. നിങ്ങളിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് എമൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ആ പൈസ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്കീമിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആ വാക്ക് മറന്നുപോയത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് അറിയാം, 10% ഇൻട്രസ്റ്റ് റേറ്റ് എത്രയോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഡബിൾ ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് 100% ആണെന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഒരു 100% എടുക്കണം, 10% ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഡബിൾ ചെയ്യാൻ അറൗണ്ട് ഒരു 7.2 അപ്രോക്സിമേഷൻ ആണ് ഈ റൂൾ ഓഫ് 72. ഒരു അപ്രോക്സിമേറ്റ് ടൈമാണ് പറയുന്നത്. 10% ആണെങ്കിൽ 72 ഡിവൈഡ് ബൈ 10, അതായത് ഒരു 7.2 ഇയേഴ്സ് കൊണ്ടാണ് നിങ്ങളുടെ എമൗണ്ട് ഡബിൾ ആവുക. 10% ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ. 20% ആണെങ്കിൽ അത് 72 ഡിവൈഡ് ബൈ 20, അത് എത്രയാണോ അത് 7.2ൻ്റെ പകുതി, 3.6-നെക്കാട്ടിയും കുറച്ച് കൂടുതൽ, 3.5, 3.6, ഓക്കെ 3.6, അത്രയും ഇയേഴ്സ് ആയിരിക്കും വരിക. അങ്ങനെ ബേസിക്കലി റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. അതായത് ബേസിക്കലി നമുക്ക് ഡബിളിംഗ് ടൈം ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡബിളിംഗ് ടൈം എന്ന് ഞാൻ ചുമ്മാ ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഡബിളിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ട ടൈം, അങ്ങനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ട് ഡെഫിനിഷൻ ഒന്നുമല്ല. എനിക്ക് എളുപ്പത്തിന് ഡബിളിംഗ് ടൈം എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഡബിളിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. അപ്പോൾ 72 ഡിവൈഡ് ബൈ 10, അതായത് 7.2 ഇയേഴ്സ് കൊണ്ട് അപ്രോക്സ് ഈ എമൗണ്ട് ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ 7.2 ഇയേഴ്സ് കൊണ്ട് ഈ എമൗണ്ട് ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചത് ലീസ്റ്റ് നമ്പർ ഓഫ് കംപ്ലീറ്റ് ഇയേഴ്സ്. 7 കൊണ്ട് ഡബിൾ ആവത്തില്ല, കാരണം 7-നെക്കാട്ടിയും കൂടുതൽ എടുക്കും, 7.2ൻ്റെ അടുത്തെടുക്കും. അപ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് കംപ്ലീറ്റ് ഇയേഴ്സ് ഇൻ വിച്ച് ദ സം ഓഫ് മണി വിൽ ബി മോർ ദാൻ ഡബിൾഡ്. അപ്പോൾ 7.2-നെക്കാട്ടിയും വലിയ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ 8ആണ്. 8ഉം 10ഉം വരും, പക്ഷെ ലീസ്റ്റ് ചോദിച്ചതിനെ കൊണ്ട് 8ആണ് ആൻസർ വരിക. അപ്പോൾ ഈ റൂൾ ഓഫ് 72 ഓർത്തിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The product of two numbers is 45 and their difference is 4. What is the sum of squares of these two numbers? Okay, നമ്പർ എയും ബിയും ആയിട്ട് എടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 45, ഡിഫറൻസ് 4. പ്രൊഡക്റ്റും ഡിഫറൻസും വന്നാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ A+B കാണണം. A+B കാണാൻ പറ്റത്തില്ല, A+B ഹോൾ സ്ക്വയർ കാണാം. A+B ഹോൾ സ്ക്വയർ ഈക്വൽ ടു A-B ഹോൾ സ്ക്വയർ പ്ലസ് 4AB. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² പ്ലസ് 2AB പ്ലസ് B² ഒരു സൈഡിൽ, A-B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² മൈനസ് 2AB പ്ലസ് B². അതിനോടൊരു 4AB കൂടെ കൂട്ടിയാൽ, അതായത് മൈനസ് 2AB-നോട് 2AB കൂട്ടിയാൽ 0 ആവും. പിന്നെ ഒരു 2AB കൂട്ടിയാൽ A² പ്ലസ് 2AB പ്ലസ് B² ആവും. അതാണ് A+B ഹോൾ സ്ക്വയർ. അതായത് A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A-B ഹോൾ സ്ക്വയറിനോട് 4 ടൈംസ് AB കൂട്ടിയതാണ്. ഓക്കെ, അത് നമുക്കറിയാം, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ A-B ഹോൾ സ്ക്വയർ എത്രയാ? 4ൻ്റെ സ്ക്വയർ 16. 4 ടൈംസ് AB, 4 ടൈംസ് 45. 4 ടൈംസ് 45 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 90. 2 ടൈംസ് 90 എന്ന് പറഞ്ഞാൽ 180. 180യും 16ഉം 196. 196 എന്തിൻ്റെ റൂട്ടാ? 14ൻ്റെ റൂട്ടാ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. അത് നമ്മൾ 15, 25, 35 അതിൻ്റെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച അതിൻ്റെയൊക്കെ സ്ക്വയർ ആണ് ഞാൻ എളുപ്പവഴി ഓൾറെഡി കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
15ന്റെ ആണെങ്കിൽ 25 ലാസ്റ്റ് ഇടുക. എല്ലാത്തിലും 25 ലാസ്റ്റ് ഇടുക. എന്നിട്ട് 15ന്റെ ആണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ, അപ്പോൾ 1 ഇൻറ്റു 1 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ഏതാ 2, അപ്പോൾ 1 ഇൻറ്റു 2 225. 25ന്റെ ആണ് 2 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ഏതാ, 25ന്റെ ഈ ഡിജിറ്റ് 2 അല്ലേ, 2 കഴിഞ്ഞിട്ട് 3, അപ്പോൾ 2 ഇൻറ്റു 3 625. 35ന്റെ ആണ് 3 കഴിഞ്ഞിട്ടുള്ളത് 4, അപ്പോൾ 3 ഇൻറ്റു 4 1225. അപ്പോൾ ബേസിക്കലി 15ന്റെ 225, അപ്പോൾ 15നെക്കാട്ടും ചെറുതായിരിക്കും പിന്നെ അവസാനം 6. അപ്പോൾ അതിന് അങ്ങനെ വരുന്നത് ആപ്പാടെ 14 മാത്രമല്ലേ ഉള്ളൂ, 14. അപ്പോൾ 14ന്റെ സ്ക്വയർ ആയിരിക്കും 196. അപ്പോൾ 14 ആൻസർ വരും. അപ്പോൾ A + B 14 കിട്ടി, A - B 4 കിട്ടി. ഓക്കെ, A + B 14, A - B 4. ഇപ്പോൾ 2A 18, A = 9, B എത്രയാ 5. A 9ഉം B 5ഉം കിട്ടി. സം ഓഫ് സ്ക്വയേഴ്സ്, അപ്പോൾ എൻ്റെയും ബിൻ്റെയും സ്ക്വയർ, 9ന്റെ സ്ക്വയർ 81, 5ന്റെ സ്ക്വയർ 25, 81ഉം 25ഉം 6 ലാസ്റ്റ് വരണം. അപ്പോൾ 6 ലാസ്റ്റ് വരുന്ന അതായത് ബേസിക്കലി 81ഉം 25ഉം എന്തായാലും 6 ലാസ്റ്റ് വരണം. ബാക്കി എന്താണെന്ന് ഞാൻ ചെയ്യുന്നില്ല, 8 അതൊന്നും 8 കൂട്ടാൻ എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചേക്ക്. അപ്പോൾ 81ഉം 25ഉം 1ഉം 5ഉം 6 ലാസ്റ്റ് വരണം. 6 ലാസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനിലല്ലോ 106. അപ്പോൾ തന്നെ അത് മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ, അല്ലാതെ ചുമ്മാ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇങ്ങനത്തെ എക്സാംസിനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടാകത്തില്ല. അപ്പോൾ 106 ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ പറഞ്ഞാൽ, ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ബൈ ആനുവലി ആൻഡ് ക്വാർട്ടർലി അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം ടൈം പീരിയഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അപ്രോക്സിമേഷൻ അല്ല, ഞാൻ കുറച്ച് അസ്യൂം ചെയ്യാം. നമ്മൾക്ക് ബേസിക്കലി എമൗണ്ട് പറഞ്ഞിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കാരണം എന്തെടുത്താലും മാറത്തില്ല എന്നാണ് ഈ ഓപ്ഷൻസ് കണ്ടാൽ മനസ്സിലാവുന്നത്. ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ഒന്നും ഓപ്ഷൻ ഇല്ല. ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ഒന്നും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഡെഫിനറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇഷ്ടമുള്ള എമൗണ്ട് എടുക്കാം. പക്ഷെ എടുക്കുന്നത് രണ്ടിലും സെയിം ആയിരിക്കണം. ബൈ ആനുവലിയിലും ക്വാർട്ടർലിയിലും ഒരേ എമൗണ്ടും ഒരേ ഇൻട്രസ്റ്റ് റേറ്റും എടുക്കണം. അല്ലാതെ ഒന്നിൽ ഒരു ഇൻട്രസ്റ്റും ഒരു എമൗണ്ടും എടുത്തിട്ട് രണ്ടാമത്തേൽ വേറെ ഇൻട്രസ്റ്റും വേറെ എമൗണ്ടും വെച്ചിട്ട് ചെയ്യരുത്. അപ്പം ഞാൻ എളുപ്പത്തിന് 100 രൂപ ആണ് ഞാൻ ഇട്ടത് എമൗണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 100%. 100 രൂപ 200 200 300 ആ ഒരു കണക്കിന് 100% വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബൈ ആനുവലി നോക്കാം. ബൈ ആനുവലി പിന്നെ ക്വാർട്ടർലി. ഓക്കെ, നമ്മൾ 100 രൂപ ഇട്ടു. ബൈ ആനുവലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 6 മന്തിൽ 200 ആവും. പിന്നെ ഒരു 6 മന്ത് അത് കഴിഞ്ഞാൽ 200 300 ആവും. കാരണം 200 400 അല്ല, കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 100 രൂപ വെച്ചിട്ട് 6 മാസം കൂടുമ്പോൾ കൂടി വരും. ഓക്കെ, ഇനി ക്വാർട്ടർലി ആണെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് 200 ആവും പ്ലസ് 100. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് പ്ലസ് 100 300. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് 400. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് 500. ഓക്കെ, ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 300 അല്ല, 300 എമൗണ്ടാ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് മൈനസ് ഇൻവെസ്റ്റഡ് എമൗണ്ട്. അതായത് 300 മൈനസ് 100 200. ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാ? 500 മൈനസ് 100 400. അപ്പൊ റേഷ്യോ എത്ര? 200:400, 2:4. അതായത് 1:2. ഓപ്ഷൻ സി. സോ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് PG ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യണമെന്ന് നിങ്ങളുടെ ഒരു ഡ്രീം ആണെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ UG+. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് Prepwise UG+ൽ ജോയിൻ ചെയ്യാൻ പറ്റും. കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് ആണ് ഈ CUET, PG, IIT JAM, TISSNET, CMAT പോലുള്ള എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഡർഷിപ്പ്, അതായത് ഇതിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ IIT, IIM, JNU, അതായത് നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, നിങ്ങളുടെ പലരുടെയും ഡ്രീം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താലുള്ള മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എസ്റ്റീം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഫാക്കൽറ്റീസിനെ കിട്ടും. അതുപോലെ തന്നെ
വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, പിന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. ഇതുപോലത്തെ പുതിയ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക്സ്. സോ ഹായ് ഗൈസ്, എൻ്റെ പേര് അദ്വൈത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിസ്നെറ്റ് 2023 വേണ്ടി, അതായത് ടിസ്നെറ്റ് 2023 തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ടിസ്നെറ്റിൻ്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ടിസ്നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോസും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ PG എൻട്രൻസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഈ കണ്ടന്റ്സ് ഒക്കെ ഓൺ ദി സ്പോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഡെലിവർ ആയിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെയായിരിക്കണം അപ്രോച്ച്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മനസ്സിൽ കണ്ടുകൊണ്ട് അത് എങ്ങനെയായിരിക്കണം നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിന്റെ മിസ്സിംഗ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, 64, 216, 512. അപ്പോൾ പിന്നെ 1000. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 64 എന്ന് പറഞ്ഞാൽ എന്താ, 8 സ്ക്വയർ എന്ന് പറയാം. അതുപോലെ തന്നെ 8 സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 8 × 8 അല്ലേ 64. 8 എന്ന് പറഞ്ഞാൽ 4 × 2, പിന്നെ ഒരു 4 × 2. ഇതാണ് 64. അപ്പോൾ ബേസിക്കലി 64 എന്ന് പറഞ്ഞാൽ എന്താ, 64 എന്ന് പറഞ്ഞാൽ അപ്പോൾ 4ന്റെ ക്യൂബാണ്. 64 എന്ന് പറഞ്ഞാൽ അപ്പോൾ 4ന്റെ ക്യൂബാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 216 എന്താ, 6ന്റെ ക്യൂബാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. 6 × 6 36, 36 × 6 216. ഓക്കെ, അപ്പോൾ 512 എന്താ, 8ന്റെ ക്യൂബാണ്. ബേസിക്കലി നിങ്ങൾക്ക് 4, 6, 8, 10 ഇങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ ക്യൂബ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യൂബിന്റെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 4ന്റെ ക്യൂബാണ്. 64 ചിലപ്പോൾ ഡൗട്ട് ഒരു 8ന്റെ സ്ക്വയർ ആയിട്ടാണോ 4ന്റെ ക്യൂബ് ആയിട്ടാണോ അവർ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ 216 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് 6ന്റെ ക്യൂബാണ്, മറ്റേത് 4ന്റെ ക്യൂബ് ആയിരിക്കും. അപ്പൊ അടുത്തത് കൂടെ നോക്കുക. അടുത്തത് 512. ഓക്കെ, അത് 8ന്റെ ക്യൂബാണ്. ഇപ്പൊ 4 ക്യൂബ്, 6 ക്യൂബ്, 8 ക്യൂബ്. അടുത്തത് നോക്കാം. അടുത്തത് 1000. അതെന്താ, 10 ക്യൂബ്. ഇതെന്താന്ന് എനിക്കറിയത്തില്ല, ഇതെന്താന്ന് അറിയത്തില്ല. ഇതെന്താന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം 8000 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ എന്താ, 2 ക്യൂബ് അല്ലേ. 2 × 2 × 2 ആണ് 8. അപ്പൊ 8000 എന്തായിരിക്കും, 20 × 20 × 20. അപ്പൊ 20 ക്യൂബ്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് നോക്കാം. 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അതായത് 2h കൂടി പോകും. പിന്നെ 10 ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, 12 ക്യൂബ്. ഇവിടെ എന്തായിരിക്കും, 14 ക്യൂബ്. ഇവിടെ എന്തായിരിക്കും, 16 ക്യൂബ്. ഇവിടെ എന്തായിരിക്കും, 18 ക്യൂബ്. അപ്പൊ നമുക്ക് ബേസിക്കലി കുറച്ച് എന്താ പറയാ പാർഷ്യൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടി. 4 ക്യൂബ്, 6 ക്യൂബ്, 8 ക്യൂബ്, 10 ക്യൂബ്, പിന്നെ 20 ക്യൂബ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഫിൽ ഔട്ട് ചെയ്തു. നമുക്ക് ഇനി നോക്കാം. 12 സ്ക്വയർ അല്ല, 12 ക്യൂബ് ആണ്. 12 ക്യൂബിന്റെ അവസാനം, അതായത് 2 × 2 4 വരിക, 4 × 2 8 വരിക. അപ്പൊ 12 ക്യൂബിന്റെ അവസാനം 8 ആയിരിക്കും. അപ്പൊ ഓക്കെ, 12 ക്യൂബ് ചെയ്താൽ 1728 കിട്ടും. 14 ക്യൂബ്, 4 × 4 6 വരിക. 4 × 4 എന്ന് പറഞ്ഞാൽ 60 × 6 വരിക. ആ 6 × 4 ചെയ്താൽ പിന്നെ ഒരു 24. 4 ക്യൂബ് എൻഡ് ചെയ്യുന്നത് 4-ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ട്രൂ ആണ്. ഓക്കെ, പിന്നെ 16 ക്യൂബ്, 6 × 6 × 6 അവസാനം 6 ആയിരിക്കും. ഇപ്പൊ 18 ക്യൂബ്, 18 ക്യൂബിന്റെ എൻഡിൽ എന്തായിരിക്കും, 18 × 18 × 8 അല്ലേ, 18 അല്ലേ. ഇപ്പൊ 8 × 8 × 8 ആണ് അവസാനത്തെ ഡിജിറ്റ് വരിക. അപ്പൊ 8 × 8 എന്താ, 64. അപ്പൊ 4 × 8 എന്താ പിന്നെ വരിക, 2 ലാസ്റ്റ് വരണം. അപ്പൊ 2 ലാസ്റ്റ് ഉള്ള ഒരു ആൻസർ ആയിരിക്കും നമ്മൾ നോക്കണ്ടേ. 2 ലാസ്റ്റ് ഉള്ളത്
ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ 2832. അതായത് ബേസിക്കലി ഈ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചേക്കണം. അതായത് എനിക്കിപ്പോൾ 18 ക്യൂബ് കാണണം. 18 ക്യൂബ് എനിക്ക് കാണേണ്ട ആവശ്യമില്ല. 18 ക്യൂബിന്റെ അവസാനത്തെ ഡിജിറ്റ് മാത്രം കണ്ടാൽ മതി. കാരണം അവസാനത്തെ ഡിജിറ്റ് ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 8, ഇവിടെ 0. 18 ക്യൂബ് എന്തായാലും എന്താ പറയാ 18 × 18 × 18 അല്ലേ. ഈ ഫസ്റ്റ് 18 × 18 ചെയ്യുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് എന്തായിട്ടാ വരിക? 18 × 8 4. എന്തായാലും എൻഡ് ചെയ്യുന്നത് 4-ലായിരിക്കും. പിന്നെ ഒരു 18 കൊണ്ട് ഗുണിച്ചു, അപ്പൊ എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? 2-ലായിരിക്കും. പിന്നെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. 2-ൽ എൻഡ് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ 5832. 5832 ആൻസർ. അത് മാർക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. കൂടുതൽ ഇതിൽ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 18 ക്യൂബ് ചെയ്താൽ നിങ്ങൾക്ക്, അല്ലാതെ ചെയ്താൽ 5832 തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സാധാ രീതിയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 30,000 at 7% annum is 4347. What is the time period in years for this investment? Okay, 30,000 7% per annum ഇട്ടപ്പോൾ 4347 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഇത് കിട്ടിയതെന്നാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഒന്നെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വലിയൊരു ഫോർമുല ഉണ്ട്. A = P × 1 + R/100 all raised to n. അതായത് A = P × 1 + R/100 all raised to n. അപ്പൊ ഈ എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 30,000 ഇൻട്രസ്റ്റ് ആണ് 4347. ഇവിടെ A എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ടാ. അപ്പൊ ഈ 30,000 4347 കൂട്ടിയാൽ 34,347 = 30,000 × 1.07 raised to n. എന്നിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഓക്കെ, ഇതാണ് ചോദിച്ചത്. അപ്പൊ ഒന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ട് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിന് 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുത്താൽ കിട്ടുമോ നോക്കുക. 2 ഇട്ട് കൊടുത്താൽ കിട്ടുമോ നോക്കുക. 3 ഇട്ട് കൊടുത്താൽ കിട്ടുമോ നോക്കുക. 1 ഇട്ട് കൊടുത്താൽ എന്തായാലും കിട്ടത്തില്ല, കാരണം 1 ഓപ്ഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് 2 ട്രൈ ചെയ്യുക, 3 ട്രൈ ചെയ്യുക, 4 ട്രൈ ചെയ്യുക, 5 ട്രൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുന്ന എപ്പോഴാ? ഫസ്റ്റ് ഇയറിലാ. അതായത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ ഒരു പൈസ നിക്ഷേപിച്ചു. അതിപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇപ്പൊ 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ വിട്ടു, ഒരാൾ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വിട്ടു. ആനുവലി ആണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. 100 രൂപ രണ്ടാളും വെച്ചിട്ടാല് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ രണ്ടാൾക്കും 110 രൂപയാണ് കിട്ടുക. കാരണം കോമ്പൗണ്ടിങ് ചെയ്യാൻ തുടങ്ങിയ ഒരു ആദ്യത്തെ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത ടൈം പീരീഡ് മുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഈ 110 പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്പോഴും 100 തന്നെ ആയിരിക്കും പിന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ രണ്ടാമത്തെ കൊല്ലം മുതൽ, അതായത് രണ്ടാമത്തെ ടൈം പീരീഡ് മുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിയും കൂടുതൽ. ഫസ്റ്റത്തെ ഇയർ മാത്രം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് മാത്രം മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ചുമ്മാ ഈ 30,000 അല്ലേ, അതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 7%. 30,000 × 7/100 അതെത്രയാ? 2100. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫസ്റ്റത്തെ കൊല്ലവും സെക്കൻഡത്തെ കൊല്ലവും ഒക്കെ ഒരേ എമൗണ്ട് വെച്ചിട്ട് ആഡ് ആയി പോവാ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫസ്റ്റത്തെ കൊല്ലം കഴിയുമ്പോൾ 32100 ഉണ്ടാവും. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 2100 ആഡ് ചെയ്യും. അപ്പൊ 002434200 ഉണ്ടാവും. അതായത് അപ്പൊ ഇൻട്രസ്റ്റ് എത്രയായി? 4200. 3 കൊല്ലാകുമ്പോ ഇൻട്രസ്റ്റ് എത്രയാവും? 4200 പ്ലസ് 2100 × 3 ആവും 3 കൊല്ലാകുമ്പോ. അതായത് 4200 പ്ലസ് 2100, അതായത് 0036. അതായത് 6300 ആവും സിമ്പിൾ ഇൻട്രസ്റ്റ് 3 കൊല്ലാകുമ്പോ. നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാ കിട്ടിയത്? 4300 കിട്ടിയത്. അതും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെക്കാട്ടി മേലെ കയറി പോകത്തില്ല. അത് നമുക്ക് അറിയാം, കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 3 കൊല്ലം കൊണ്ട് 6300 കിട്ടും. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4300 കിട്ടുന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 കൊല്ലം കൊണ്ടാണ് അത് കിട്ടുന്നത്. 4 ആകത്തില്ല, 5 ആകത്തില്ല, 3 ആകത്തില്ല. കാരണം 3 തന്നെ 6300 സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ കിട്ടും. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇപ്പോ 4300 നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ്, അതെന്തായാലും 2 കൊല്ലം കൊണ്ടായിരിക്കും. കാരണം 2 കൊല്ലം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് 4200 കിട്ടുന്നത്. അപ്പൊ അതിനോട് അടുത്തുള്ളതല്ലേ 4347.
ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പെന്നും പേപ്പറും ഒന്നും എടുക്കണ്ട. 30,000 ഇൻറ്റു 7/100. ഓക്കെ, അപ്പൊ 300 ഇൻറ്റു 7 2100. ആദ്യത്തെ കൊല്ലം 2100, രണ്ടാമത്തെ കൊല്ലം ആവുമ്പോ 4200. ആ 4200 അടുത്തുള്ളതാണ് 4300. കാരണം മൂന്നാമത്തെ കൊല്ലം ആവുമ്പോ എത്രയാ 6300 ആവും. എന്തായാലും സിമ്പിൾ ഇൻട്രസ്റ്റിനെ കാട്ടി ചെറുതാവത്തില്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ 2 ഇയർ ആണ് ഓപ്ഷനിൽ ആപ്പാടുള്ളത്. ആ ഓപ്ഷൻ 2 ഇയർ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 sets A and BB as defined as follows. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ A എന്ന് പറഞ്ഞാൽ എന്താ വരിക? x<5 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 അല്ലേ? ഓക്കെ, BB എന്ന് പറഞ്ഞാൽ എന്താ? BB എന്ന് പറഞ്ഞാല് 1 2 3 4 അല്ലേ? കാരണം നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ അതിന്റെ സ്ക്വയേഴ്സ് ലെസ് ദാൻ 25 എന്ന് പറഞ്ഞാൽ 1 2 3 4 മാത്രമേ ഉള്ളൂ. കാരണം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 അങ്ങനെയാണ് പോകുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. ഈ ക്യാപിറ്റൽ തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ബേസിക്കലി 2 സെറ്റ് ഈക്വൽ ആണ്. A = AB. അതാണ് അതിന്റെ ആൻസർ വരിക. A = AB. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേസിക്കലി നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീപ് ഡേ ഫാൾസ് ഓൺ ദ സെയിം ഡേ ഓഫ് ദ വീക്ക് ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലീപ് ഇയറിന്റെ ഒരു ലീപ് ഡേ എല്ലാവർക്കും മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു Feb 29 എടുത്തു. ഏതോ ഒരു കൊല്ലം വേണമെങ്കിൽ 2012 ഏതെങ്കിലും ഒരു ലീപ് ഇയർ. ഇതിൽ Feb 29. അത് സപ്പോസ് അതൊരു സൺഡേ ആണ്. നിങ്ങൾ ഈ ഓഡിയ മീൻസ് കോമൺ ഇയേഴ്സും ലീപ് ഇയറും തമ്മിലുള്ള വ്യത്യാസം, അതുകൊണ്ട് എന്താ വ്യത്യാസം ഉണ്ടാവുമെന്നൊക്കെ പഠിച്ചു വെക്കണം. അതായത് ഇപ്പോ ജനുവരി 1 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ജനുവരി 1 Jan 1 2020 ഒരു സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ Jan 1 2021 എന്തായിരിക്കും? 2020 എടുക്കണ്ട, അത് പിന്നെ പറഞ്ഞുതരാം. 2021 2022 എടുക്കുക. കാരണം 2020 ഒരു ലീപ് ഇയർ ആണല്ലോ. അപ്പൊ ലീപ് ഇയറിന്റെ കൺസെപ്റ്റ് പിന്നെ പറഞ്ഞില്ല. 2021 2022 എടുത്താൽ Jan 1 2021 സൺഡേ ആണെങ്കിൽ Jan 1 2022 എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. കാരണം എന്താ, ഒരു വർഷത്ത് 365 ദിവസം ഉള്ളത്. എങ്ങനെയാ ഒരു ദിവസം സൺഡേ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോ ഒരു സൺഡേ അത് കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ വരുന്നത് എപ്പോഴാ? 7 ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ 364 എന്ന് പറഞ്ഞാൽ അത് 7ന്റെ മൾട്ടിപ്പിൾ ആവുമ്പോഴാണ് അതേ ഡേ തന്നെ വരിക. അതായത് സൺഡേ കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ വരണമെങ്കിൽ പിന്നെ 7 ദിവസം കഴിയണം, പിന്നെ 14 ദിവസം കഴിയണം, പിന്നെ 21 ദിവസം കഴിയണം. അതായത് 7ന്റെ മൾട്ടിപ്പിൾ ആവണം. 364 എന്ന് പറഞ്ഞാൽ 7 × 52 ആ. പക്ഷെ ഒരു വർഷം 365 ഡേയ്സ് ആവുള്ളേ. അപ്പൊ ഫസ്റ്റ് ഡേ Jan 1 2021 സൺഡേ ആണെങ്കിൽ Jan 1 2022 എന്തായിരിക്കും? സൺഡേ ആയിരിക്കും. എന്താ പറയാ, Jan 31 അതായത് December 31 2021 എന്തായിരിക്കും? സൺഡേ ആയിരിക്കും. അപ്പൊ Jan 1 എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. ബേസിക്കലി കോമൺ ഇയേഴ്സ് ലീപ് ഇയർ അല്ലെങ്കിൽ +1 കൊടുക്കണം. ലീപ് ഇയർ ആണെങ്കിൽ 366 ഡേയ്സ് ഉണ്ടാവും. അപ്പൊ 364 +2. അപ്പൊ ലീപ് ഇയർ ആണെങ്കിൽ ഒരു +2 ആയിരിക്കും കൊടുക്കുക. അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതായത് ഒരു ലീപ് ഇയർ സപ്പോസ് 2012 ലീപ് ഇയർ ആണ്. അതിന്റെ എന്താ പറയാ ഞാൻ ഫെബ് എടുക്കുന്ന എല്ലാവർക്കും ലീപ് ഇയറിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. Feb 29 ഒരു സൺഡേ ആണ്. നിങ്ങൾക്ക് ഏത് ഡേ വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൽ ലീപ്പ് ഡേ എന്നും പറഞ്ഞിട്ടുണ്ട്. ലീപ് ഡേ ആയിട്ട് നമ്മൾ കോമൺലി എടുക്കുക Feb 29 അതുകൊണ്ടാണ് Feb 29 തന്നെ എടുത്തത്. 2013 Feb 29 ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. കാരണം 2013 ലീപ് ഇയർ അല്ല. അപ്പൊ Feb 29 ഉണ്ടാകത്തില്ല. പക്ഷെ അടുത്ത ഇനി എപ്പോഴും ഉണ്ടാവുക? 2016 Feb 29 ഏതാ ഡേ എന്നാ നോക്കണ്ടേ. ഇപ്പൊ 2012 കഴിഞ്ഞ് 2016 12 കഴിഞ്ഞ് 13 14 15 ഈ 3 ഇയറും സാധാ കോമൺ ഇയേഴ്സ് ആണ്. അപ്പൊ +3 പിന്നെ 16 അതൊരു ലീപ് ഇയർ ആണ്. അപ്പൊ +2 അപ്പൊ +1 ഫോർ 2013 +1 ഫോർ 2014 +1 ഫോർ 2015 +2 ഫോർ 2016. അപ്പൊ 1 2 3 4 5 അതായത് സൺഡേ +5 ഡേയ്സ്.
ഓക്കെ, അപ്പൊ 2020 നോക്കാം. ഫെബ് 29 തന്നെ. അത് എത്രയായിരിക്കും? സൺഡേ +5 പിന്നെ ഒരു +5, കാരണം ബേസിക്കലി സെയിം സാധനം തന്നെയാണല്ലോ. അപ്പൊ +10. പിന്നെ 2024 നോക്കാം. അത് സൺഡേ +10 പിന്നെ ഒരു, അതായത് +5 +15 വരും, കാരണം ഇവിടെ 10 ആണ്. പിന്നെ ഒരു 5 കൂട്ടിയാൽ 15 വരും. പിന്നെ 2028 +20 വരും. 2028 കഴിഞ്ഞാൽ 29, 31, 32. 2032 +25 വരും. പിന്നെ +20, പിന്നെ 30 വരും. പിന്നെ +35 വരും. ഇതിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 35 മാത്രമല്ലേ ഉള്ളൂ. ബേസിക്കലി 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 35 മാത്രമേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരി 29 ഉണ്ടാവുക ലീപ് ഇയേഴ്സിൽ മാത്രമാണ്. ആ ലീപ് ഇയേഴ്സിൽ തന്നെ 7ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്ന 35 വരുന്നത് എപ്പോഴാ? 28 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ 28 ഇയേഴ്സ് ആയിരിക്കും. കാരണം 2012 കഴിഞ്ഞിട്ട് 16, 20 24 പിന്നെ വരുന്ന എപ്പോഴാ? 2040. 2040 സൺഡേ +35 ഡേയ്സ്. സൺഡേനോട് പിന്നെ 35 ദിവസം കൂട്ടിയാൽ പിന്നെ സൺഡേ തന്നെ കിട്ടുക അല്ലേ? ബേസിക്കലി സൺഡേനോട് 35 എന്ന് പറഞ്ഞാൽ 7 × 5, അതായത് മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. അപ്പൊ സൺഡേനോട് മൾട്ടിപ്പിൾ ഓഫ് 7 കൂട്ടിയാൽ പിന്നെ സൺഡേ തന്നെയല്ലേ കിട്ടുക. സൺഡേനോട് ഇപ്പൊ ഒരു 7 ദിവസം കൂട്ടിയാൽ അടുത്ത സൺഡേ, പിന്നെ ഒരു 14 കൂട്ടിയാൽ അടുത്ത സൺഡേ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 7 കൂട്ടിയാൽ പിന്നെ അടുത്ത സൺഡേ ആണ് കിട്ടുക. അപ്പൊ സൺഡേനോട് 35 ഡേയ്സ് കൂട്ടിയാൽ പിന്നെ ഒരു സൺഡേ തന്നെയാണ് കിട്ടുക. അപ്പൊ 28 കൊല്ലം എടുക്കും ഈ ഒരു കാര്യം നടക്കാൻ. അതായത് ലീപ് ഇയർ തന്നെ ഒരു ഡേ റിപ്പീറ്റ് ചെയ്യാൻ 28 കൊല്ലം എടുക്കും. സാധാ ഇയറിലാണെങ്കിൽ അങ്ങനെയല്ല, പക്ഷെ ലീപ് ഇയർ ആയതുകൊണ്ടാണ് ഈ ഒരു, കാരണം ലീപ് ഇയറും ആവണം ഡേയും സെയിം ആവണം. അതായത് 7ന്റെ മൾട്ടിപ്പിൾ ആവണം, പിന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആവണം. കാരണം 5ന്റെ മൾട്ടിപ്പിൾസിൽ വെച്ചിട്ടാണ് ലീപ് ഇയർ ഡേ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. കാരണം ഒരു ലീപ് ഇയർ കഴിഞ്ഞാൽ അടുത്ത ലീപ് ഇയറിലേക്ക് 4 കൊല്ലം. ആ 4 കൊല്ലത്തിൽ 3 കൊല്ലം +1 +1 +1, 4ാമത്തെ കൊല്ലം +2. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ ആവണം, 7ന്റെ മൾട്ടിപ്പിൾ ആവണം. 35 ആണ്. അപ്പൊ 35 വരുന്ന അപ്പൊ 28 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് 28 ഇയേഴ്സ് ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 fair dice with face number 1 to 6 are thrown and their points are added. The thrower is given 40 rupees for a score of 12 and he has to pay ₹2 if his score is less than 12. അപ്പോൾ എക്സ്പെക്ടേഷൻ, ഗെയിൻ ആൻഡ് ലോസ് ആയി ചോദിച്ചത്. അപ്പോൾ 1 to 6 ത്രോ ചെയ്യുന്നു. 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുന്നുണ്ട്. 12 കിട്ടണമെങ്കിൽ 6,6 കിട്ടണം. അത് 1 out of 36 അതിന് പ്രോബിലിറ്റി ഉള്ളൂ. കാരണം ബാക്കി 35 കേസിലും 6,6 അല്ല വരിക. ബേസിക്കലി 1,1 വരാം, 1,2 വരാം. അങ്ങനെ എഴുതിയാൽ നമുക്ക് 36 പ്രോബിലിറ്റീസ് കിട്ടും, 36 പോസിബിലിറ്റീസ് കിട്ടും. ആ 36 പോസിബിലിറ്റിയിൽ ഒരൊറ്റ പോസിബിലിറ്റിയിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടത്തുള്ളൂ. അതായത് ഇങ്ങോട്ട് 40 രൂപ കിട്ടും, 2 6 വേണം. ഓക്കെ, അതിന്റെ പോസിബിലിറ്റി അപ്പൊ 1/36. അപ്പൊ ബാക്കി റെസ്റ്റ് ഓഫ് ദ കേസിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 35/36. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്സ്പെക്ടഡ് വാല്യൂ കാണാന്ന് പറഞ്ഞാൽ ഈ 1/36 പ്രോബിലിറ്റിയിൽ നമുക്ക് 40 റുപ്പീസ് കിട്ടും. മൈനസ് 2 രൂപ പോണത് എപ്പോഴാ? ഈ മൈനസ് എന്നുള്ളത് 2 രൂപ പോകുന്നതിനെ കൊണ്ടാണ് മൈനസ് ഇട്ടത്. 35/36 കേസിൽ, അതായത് 36-ൽ 35 വട്ടം 2 രൂപ കയ്യിൽ നിന്ന് പോകാനാണ് ചാൻസ്. ഒരു വട്ടം 36 കേസിൽ ഒരു കേസിൽ 40 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യാം. ഇത് ചെയ്താൽ 40 - 35 × 2 70. അപ്പൊ 40 - 70/36. 40 - 70 എന്ന് പറയുമ്പോൾ -30/36. 30-ലും 36-ലും കോമൺ ആയിട്ട് 5 കിട്ടിയാൽ കോമൺ ആയിട്ട് 6 കിട്ടിയാൽ -5 ലോസ് ഓഫ് 5/6. അതായത് മൈനസ് സൈൻ ഡിനോട്ട് ചെയ്യുന്ന ലോസ് ആണ്. അപ്പൊ ലോസ് ഓഫ് 5/6 ആണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എവറി 60 യൂണിറ്റ്സ് ദാറ്റ് എ മിനിറ്റ് ഹാൻഡ് മൂവ്സ് ഇൻ ആൻ അവർ, ദ അവർ ഹാൻഡ് മൂവ്സ്. ഓക്കെ, ഒരു മിനിറ്റ് ഹാൻഡ് ഒരു അവറിൽ എത്ര ഡിഗ്രി തിരിയും? 360 ഡിഗ്രി തിരിയും. ആ 360 ഡിഗ്രിയാണ് 60 യൂണിറ്റ്. ഓക്കെ, അപ്പോ ഒരു യൂണിറ്റ് എത്രയാ? 360 ÷ 60. 36 / 6 6 ഡിഗ്രി. 6 ഡിഗ്രിയാണ് ഒരു യൂണിറ്റ്. ഒരു അവർ ഹാൻഡ് ഒരു അവറിൽ എത്ര ഡിഗ്രി തിരിയും? 30 ഡിഗ്രി തിരിയും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലോക്ക് വരയ്ക്കുക.
ബേസിക്കലി 12, 3, 6, 9, 1, 2. ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഇപ്പോൾ 12 to 1 ആണെങ്കിൽ ഒരു മണിക്കൂറിൽ ഈ ഒരു ആംഗിളാണ് ചോദിച്ചത്. ഈ ഒരു ആംഗിൾ നമുക്ക് അറിയത്തില്ല. ഈ ഒരു ആംഗിൾ അറിയോ? ആ ആംഗിളും അറിയത്തില്ല. ഈ ഒരു ആംഗിൾ അറിയോ? ആ ആംഗിളും അറിയത്തില്ല. പക്ഷെ ഈ 3 ആംഗിളും കൂടി സം ചെയ്താൽ എത്ര കിട്ടുക? 90 അല്ലേ കിട്ടുക? അത് നമുക്കറിയാം. കാരണം 12, 3 ഇങ്ങനെ വന്നാൽ 90 ആണ് കിട്ടുക. അത് നമുക്കറിയാം. അപ്പൊ ഈ 3 ആംഗിളും കൂടി സം ചെയ്താൽ 90 കിട്ടും. 3 ആംഗിളും ഈക്വലും ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്ര? 30 ആകത്തില്ലേ? അതായത് ബേസിക്കലി 2 അവറിന്റെ ഒരു 12ന്റെയും 1ന്റെയും അല്ലെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ ഒരു അവർ ഹാൻഡ് ഒരു അവറിൽ 30 ഡിഗ്രി ആണ് മൂവ് ചെയ്യുക. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 5 യൂണിറ്റ് അല്ലേ? കാരണം 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്. അത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, ഈ ആംഗിളിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. രൺബീർസ് ഓഫീസ് ഹാസ് 2 doors ഫേസിങ് ഈച്ച് അതർ. ദ ഫ്രണ്ട് ഡോർ ആൻഡ് വിച്ച് ഫേസസ് ഈസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം നോർത്ത് വെസ്റ്റ്, ഇത് കുറച്ച് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഫ്രണ്ട് ഡോർ എവിടെയാ? ഫ്രണ്ട് ഡോർ ഈസ്റ്റിലാണ്. അപ്പൊ ഇവിടെയാണ് ഫ്രണ്ട് ഡോർ. അപ്പൊ ബാക്ക് ഡോർ എവിടെയാ? വെസ്റ്റിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്. കാരണം ബാക്ക് ഡോർ തുറന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് പോകാൻ പറ്റുന്നത് ഈസ്റ്റിലേക്കാണ്. അപ്പൊ ബാക്ക് ഡോർ തുറന്ന് പോകാൻ പറ്റുന്നത് വെസ്റ്റിലേക്കായിരിക്കും. ഈ കംസ് ഔട്ട് ഓഫ് ഹിസ് ഓഫീസ് ത്രൂ ബാക്ക് ഡോർ. അതായത് ബാക്ക് ഡോർ കൂടെ പോയി. ബാക്ക് ഡോർ കൂടെ പോയെന്ന് പറയുമ്പോൾ വെസ്റ്റിലേക്കാണ് അയാൾ പോകുന്നത്. അതായത് വെസ്റ്റിലേക്ക് 100 മീറ്റർ നടന്നു. ഓക്കെ, അതായത് അയാളിപ്പോ ഇങ്ങനെയാണല്ലേ, വെസ്റ്റില് 100 മീറ്റർ നടന്നു, ഇങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് റൈറ്റ് തിരിഞ്ഞു. അതായത് പിന്നെ റൈറ്റിലേക്ക് എത്ര മീറ്റർ പോയി? 50 മീറ്റർ പോയി. ദ ഡയറക്ഷൻ ഈസ് നൗ ഫ്രം ഹിസ് ഓഫീസ്. അതായത് ഓഫീസ് എവിടെയാണ്? അപ്പൊ നോർത്ത്. അയാളിപ്പോ എവിടെയാണ്? അപ്പൊ അയാളുടെ ഡയറക്ഷൻ എത്രയാ? ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. അപ്പൊ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആകത്തില്ലേ? ഓപ്ഷൻ ഡി, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും അയാൾ ഫേസ് ചെയ്തിട്ടിരിക്കുന്നത്. ഫ്രം ഹിസ് ഓഫീസ് ഈസ് ഫേസിങ് നോർത്ത് വെസ്റ്റ്, ഈസ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. Among the following options, the correct one is a rhombus is a cyclic quadrilateral and diagonals of rhombus are equal. A rhombus that can be inscribed in a circle is a square. Okay, opposite angles of rhombus are equal. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് വൺ? റോംബസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രാറ്റിൽ തെറ്റാണ്. കാരണം റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയാലാണ് അതിനെ സൈക്ലിക് ക്വാഡ്രാറ്ററൽ എന്ന് പറയുക. അപ്പൊ റോംബസ് ഒരിക്കലും സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആവത്തില്ല. പക്ഷെ റോംബസ് സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആവണമെങ്കിൽ ആ റോംബസ് ഒരു സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിരിക്കും. സോറി, സ്ക്വയർ ആയിരിക്കും. റെക്ടാംഗിളിന് റോംബസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അടുത്തത് ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ ആണോ? റോംബസ് വരച്ചു നോക്കാം നമുക്ക്. ഇതൊരു അപ്രോക്സിമേറ്റ് റോംബസ് ആണ്. ഇതിന് ഒരു ലോങ്ങർ ഡയഗണലും ഒരു ഷോർട്ടർ ഡയഗണലും ഉണ്ടാവും. ഡയഗണൽസ് ഈക്വൽ ആകത്തില്ല. കാരണം ഈ രണ്ട് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവല്ലേ, ഇത് തമ്മിൽ ഭയങ്കര വലിയ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഡയഗണൽസ് ഈക്വൽ ആകത്തില്ലല്ലോ. അപ്പൊ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ, അതും തെറ്റാണ്. പിന്നെ ബേസിക്കലി 3, 4 കറക്റ്റ് ആയിരിക്കണം. കാരണം എല്ലാത്തിലും വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ തന്നെ ഡി മാർക്ക് ചെയ്ത് പോവാം. എന്നാലും നമുക്ക് നോക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ റോംബസ് ആർ ഈക്വൽ, കറക്റ്റ് അല്ലേ? ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. 4 കറക്റ്റ്. 3 നോക്കാം. എ റോംബസ് ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഈസ് എ സ്ക്വയർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു റോംബസ് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കണമെങ്കിൽ, അതായത് ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആവണമെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കണം. 3യും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, ബോത്ത് 3 and 4 ആണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അത് മറന്നു, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. 3/4 divided by 1/2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ്സ് ഇൻ 3/4 ആണോ? ഏതാണ് ഇതില് ഇൻകറക്റ്റ് എന്നാ ചോദിച്ചത്. നമ്പർ ഓഫ് ഹാഫ്സ് ഇൻ 3/4 ഇത് കറക്റ്റ് അല്ലേ? ഇത് മീൻസ് ഇൻകറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചു, പക്ഷെ ഇത് കറക്റ്റ് അല്ലേ? നമ്പർ ഓഫ് ഹാഫ്സ് ഇൻ 3/4 എന്നാണ് ഈ 3/4 divided by 1/2 എന്ന് പറഞ്ഞാല്. ബേസിക്കലി സാധനം ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മള് 5 ഇപ്പൊ 5000 divided by 5 എന്ന് പറഞ്ഞാൽ 5000 എത്ര 5 ഉണ്ടെന്നല്ലേ നമ്മൾ നോക്കുന്നത്. 3/4 divided by 1/2 എന്ന് പറഞ്ഞാൽ 1/3/4 എത്ര 1/2 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് ഹാഫ്സ് ഇൻ 1/3/4 കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ 1/3/4 ടൈംസ്
റെസിപ്രോക്കൽ ഓഫ് 1/2. അപ്പോൾ 1/3/4 ഇൻറ്റു 2/1. അപ്പോൾ 1/3/4 ഇൻറ്റു 2 അതാണോ? അല്ലേ, കറക്റ്റ് അല്ലേ? കാരണം ഡിവൈഡർ ബൈ 1/2 വരുമ്പോൾ ഡിവൈഡർ ബൈ 1/2 ചെയ്താൽ ഇൻറ്റു 2 ഈക്വൽ ആണ്. ഒരു സാധനത്തിന് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച. അപ്പൊ ഇതും ശരിയാ. ഹാഫ് ഓഫ് 1/3/4 ആണോ? ഹാഫ് ആണോ? 1/3/4 ഡിവൈഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണോ? അല്ല, ഇരട്ടിയാണ്. 1/3/4ന്റെ ഇരട്ടിയാണ്. ബേസിക്കലി 50 ഡിവൈഡ് ബൈ ഹാഫ് എന്ന് പറഞ്ഞാൽ 50/2 അല്ല 50 ഇൻറ്റു 2 ആണ്. ഹാഫ് ഓഫ് 1/3/4 തെറ്റാണ്. അപ്പൊ ഇപ്പൊ തന്നെ സി മാർക്ക് ചെയ്ത് പോവാം. അടുത്ത ഡി ഓപ്ഷൻ, ദ എക്സ്പ്രഷൻ ഈസ് അബൌട്ട് ഫൈൻഡിങ് ദ നമ്പർ ഹൂസ് ഹാഫ് ഈസ് 1/3/4. അത് കറക്റ്റ് ആണ്. കാരണം ഏതോ ഒരു നമ്പറിന്റെ ഹാഫ് 1/3/4 ആണ്. നമ്പർ ഏതാണ്? അതായത് 1/3/4ന്റെ ഇരട്ടി. അതാണ് ഇത്രയും ഓപ്ഷൻസിൽ പറഞ്ഞത്. സിയിൽ മാത്രമാണ് ഹാഫ് എന്ന് പറഞ്ഞത്. അപ്പൊ സി ആണ് ഇൻകറക്റ്റ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ ആണ്. അപ്പൊ സി ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സൺ ഗോസ് ഫ്രം X to Y ഓൺ എ സൈക്കിൾ അറ്റ് 20 കിലോമീറ്റർ. അതായത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇങ്ങോട്ട് പോയത് 20 km/h, ഇങ്ങോട്ട് വന്നത് 24. ബേസിക്കലി ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹാർമോണിക് മീൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് അറിയത്തില്ല, മീൻസ് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ 2AB ഡിവൈഡഡ് ബൈ A+B. 20ന്റെയും 24ന്റെയും ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ 2 × 20 × 24 ഡിവൈഡ് ബൈ 20 + 24 എന്ന് പറഞ്ഞാൽ 44. 44 കിട്ടിയാൽ 22, 10. 22 കിട്ടിയാൽ 11, 12. ഓക്കെ, ബേസിക്കലി 240 ഡിവൈഡ് ബൈ 11 അല്ലേ? ഇതാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു അസ്യൂം ചെയ്യും ഒരു ഡിസ്റ്റൻസ്. ഞാനിപ്പോൾ അസ്യൂം ചെയ്യുന്ന ഡിസ്റ്റൻസ് 240 കിലോമീറ്റർ ആണ് ഈ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കും. എക്സും വൈയും 240. അപ്പൊ അങ്ങോട്ട് 20 km/h പോയി. അപ്പൊ 240 ഡിവൈഡ് ബൈ 20, 24 ഡിവൈഡ് ബൈ 2, 12 അവർ എടുത്തു. ഇങ്ങോട്ട് 240 ഡിവൈഡ് ബൈ 24, 10 അവർ എടുത്തു. ടോട്ടൽ എത്രയാ? 22 അവർ എടുത്തു. 22 അവർ കൊണ്ട് 240 480 കിലോമീറ്റർ 22 അവർ കൊണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 240 ഡിവൈഡ് ബൈ 11. കറക്റ്റ് അല്ലേ? ഇത്രയാണ് നേരത്തെ കിട്ടിയത്. അപ്പൊ ഹാർമോണിക് മീൻ ആണ് നമ്മൾ കാണേണ്ടത്. അതായത് ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഫസ്റ്റ് ഒരു ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണ്. അതായത് X to Y ഒരു സ്പീഡ്, Y to X വേറൊരു സ്പീഡ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഹാർമോണിക് മീൻ ആണ്. 2AB ഡിവൈഡ് ബൈ A+B ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആവറേജ് സ്പീഡ് കാണാൻ പറ്റും. അതായത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഈസ് ഹാർമോണിക് മീൻ 2AB ഡിവൈഡ് ബൈ A+B. ടൈം സെയിം ആണെങ്കിൽ, ഇപ്പൊ ടൈം സെയിം ആണ്, അതായത് പകുതി സമയം ഇപ്പൊ ഇത് ബേസിക്കലി ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഹാർമോണിക് മീൻ. ടൈം സെയിം ആണെങ്കിൽ സാധാ അരിത്തമെറ്റിക് മീൻ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ടൈം സെയിം ആണെങ്കിൽ അരിത്തമെറ്റിക് മീന്, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഹാർമോണിക് മീന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, CUET, PG, IIT JAM, TISSNET, CMAT പോലുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് UG+ൽ ജോയിൻ ചെയ്യാം. നമ്മളെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് ബൈ എക്സ്പെർട്ട് ഫാക്കൽറ്റി, വാല്യുവേറ്റഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ്. നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരായിരിക്കും ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഹായ് ഗൈസ്, എൻ്റെ പേര് അദ്വൈ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് TISSNET 2023 ടാർഗറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി TISSNET 2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ആണ്. അതായത് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്ന സെക്ഷൻ. അതായത് TISSNET 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് സെക്ഷൻസിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ അപ്രോച്ചും ഓരോ ഷോർട്ട് കട്ട് മെത്തേഡ്സും ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്നത്തെ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ
UG കഴിഞ്ഞിട്ട് PGക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി നമ്മൾ TISSNET പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് സെക്ഷനിലുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഈ വീഡിയോസിലേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ ഈ ലൈവ് കണ്ടിട്ട്, അതായത് ഇതുവരെ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ. ബേസിക്കലി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ആണ്. അപ്പോൾ ആ ഓപ്ഷൻ തന്നെ മാർക്ക് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻറ്റു 100 കൂടെ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണണമെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടുക. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, 6, 26, 126, 626. ഓക്കെ, ഇത് ഒന്നും അറിയത്തില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു മെത്തേഡ്, മീൻസ് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാത്തിലും 26 ലാസ്റ്റ് ഉണ്ട്, എല്ലാത്തിലും 6 ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതും ആവത്തില്ല എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിക്കും. പിന്നെ 26 ലാസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഓപ്ഷൻ മാർക്ക് ചെയ്യും മിക്കവാറും, എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോവാം. മീൻസ് ഈ ഓപ്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ ഉള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 26 രണ്ടെണ്ണത്തിൽ 26 3 26 ലാസ്റ്റ് വരുന്നുണ്ട്. ഇതിലതില്ല, അതുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്തത്. അത് ഒരു അടിപൊളി അപ്രോച്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 6, രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 6 + 20 അല്ലേ, 26. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 26 + 100 126. നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 126 + 500. ഈ വാല്യൂസ് ഒന്ന് നോക്കി. 20, 100, 500. 20 × 5 ആണ് 100. 100 × 5 ആണ് 500. അപ്പൊ അടുത്ത എന്തായിരിക്കും? 626 + 500 × 5 2500 which is equal to 2500 626 കൂട്ടിയ 3126. ഓക്കെ, 3126 കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ശരിക്കുള്ള സൊല്യൂഷൻ. അടുത്തത്, the seventh term in the series 5, 13, 29, 61. ഓക്കെ, സെവൻത്ത് ടേം ആണ് ചോദിച്ചത്. സെവൻത്ത് ടേം, ഫസ്റ്റ് ടേം 5, പിന്നെ 5നോട് എന്ത് കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയേ? 5, 5 + 8 അല്ലേ 13. ഓക്കെ, അടുത്ത എത്രയാ? 13 + എത്രയാ? 29. 13 + 16 അല്ലേ. അപ്പോ 5 + 8 ആണ് 13, + 16 കൂട്ടിയപ്പോഴാണ് 29 കിട്ടിയത്. അടുത്ത ടേം എത്രയാ? 29 32 കൂട്ടിയാലല്ലേ 61. അപ്പൊ 5 + 8 + 16 + 32. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത്ത് ടേം, ഇത് ഫോർത്ത് ടേം. ഇനി നമുക്ക് എന്താ? സെവൻത്ത് ടേം. അപ്പൊ ഫിഫ്ത്ത് ടേം എന്താ? 5നോട് 5, 8, 16, 32, 64 ആയിരിക്കും ഫിഫ്ത്ത് ടേം. സിക്സ്ത് ടേം എന്തായിരിക്കും? സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ പ്ലസ് ഒരു 64ന്റെ ഇരട്ടി 128 വരും. സെവൻത്ത് ടേം എന്ന് പറയുമ്പോൾ 128ന്റെ ഇരട്ടി വരും. 128ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 120ന്റെ ഇരട്ടി 240, 6ന്റെ ഇരട്ടി 12, 240, 12, 256. അപ്പൊ ഇതായിരിക്കും നമ്മുടെ സെവൻത്ത് ടേം അല്ലേ. 5 + 8 + ഈ ഒരു സാധനം നമ്മൾ നോക്കണ്ട. ഇത്ര നമുക്ക് കിട്ടി. ഇതിനെ ഇനി എങ്ങനെയും എളുപ്പത്തിൽ ആൻസർ എത്തിക്കാൻ പറ്റുമോ? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്ക്. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7, 1, 3, 9. ഇതൊന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ അറിയാം. 128 കൊണ്ട് പ്ലസ് ചെയ്തു, അപ്പൊ തന്നെ 97 ആവത്തില്ല. പിന്നെ 256 കൊണ്ട് പ്ലസ് ചെയ്തു, അപ്പൊ 191 ആവത്തില്ല, കാരണം ഇതിനെക്കാട്ടിയൊക്കെ വലിയ വാല്യൂ. 256 കൊണ്ട് പ്ലസ് ചെയ്തു, അപ്പൊ 253 ആവത്തില്ലല്ലോ, കാരണം 253നെക്കാട്ടിയും വലിയൊരു വാല്യൂവും പിന്നെ വേറെ കുറെ വാല്യൂ ഒക്കെ സം ചെയ്തു. ബാക്കിയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 509 ആണ്. അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സാധനം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. കാരണം 6 + 8 അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്ക്. 6, 8. 6, 8നോട് കൂട്ടി എത്ര കിട്ടുക?
14. 14ന്റെ 4 എടുത്തു. 4ഉം 4ഉം 8. 8ഉം 2ഉം 10. 10ഉം 6ഉം 16. 16. 6ഉം 8ഉം 6ഉം 8ഉം എത്രയാ? പിന്നെ 14. അതിന് 4 എടുത്തു. ആ 4 5 9. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 9 ലാസ്റ്റ് ഡിജിറ്റ് ഉള്ള 509 മാത്രമേ ഉള്ളൂ. നമുക്ക് അല്ലാതെ തന്നെ കിട്ടി 509 എന്ന് നമ്മളൊന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളൂ 509. അപ്പൊ ഇത്രയും സാധനം സമയേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് an article manufactured by a company consists of two parts, part 1 and part 2. In the process of manufacturing of part 1, 9 products out of 100 are likely to be defective. Similarly, 5 products of 100 are likely to be defective in the manufacture of part 2. What is the probability that the final assembled article will not be defective? Will not be defective ആണ്. Will be defective അല്ല, will not be defective ആണ് ചോദിച്ചത്. അപ്പോൾ പാർട്ട് 1 ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 9/100. അപ്പൊ പാർട്ട് 1 ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാ? P(1) കോംപ്ലിമെന്റ്, അതെന്ന് പറഞ്ഞാൽ 91/100. ഇനി പാർട്ട് 2 ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 5/100. അപ്പൊ പാർട്ട് 2 ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 95/100. ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്? പാർട്ട് 1ഉം ഡിഫക്റ്റീവ് ആവരുത്, പാർട്ട് 2ഉം ഡിഫക്റ്റീവ് ആവരുത്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു P(A) എന്ന് വിളിച്ചു. സപ്പോസ് പാർട്ട് 1 ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റിനെ, പാർട്ട് 2 ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റിനെ P(B) എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ? P(A) ഇന്റർസെക്ഷൻ B ആ. രണ്ടും ഡിഫക്റ്റീവ് ആവരുത്. രണ്ടും ഡിഫക്റ്റീവ് ആവാതിരുന്നാലേ ഒന്നിച്ച് അസംബിൾ ചെയ്ത സാധനം ഏതെങ്കിലും ഒന്ന് ഡിഫക്റ്റീവ് ആയി പോയാൽ തന്നെ മെഷീൻ ഡിഫക്റ്റീവ് ആയി പോകും. അപ്പോൾ രണ്ടും ഡിഫക്റ്റീവ് ആവരുത്. രണ്ടും ഡിഫക്റ്റീവ് ആവാതിരിക്കാൻ A ഇന്റർസെക്ഷൻ B. രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അതായത് പാർട്ട് 1 ഡിഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് പാർട്ട് 2 ഡിഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. P(A) ഇൻറ്റു P(B) ആണ്. അതായത് ഇത്രയും പറഞ്ഞാൽ 91/100 ഇൻറ്റു 95/100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ 91/100 ഇൻറ്റു 95/100 അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 86.45. അതായത് ബേസിക്കലി 91 ഇൻറ്റു 95 ചെയ്തിട്ട് 91 ഇൻറ്റു 95 ചെയ്താൽ മതി. അപ്പോൾ 8645 കിട്ടും. 8645 കിട്ടും. ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. അപ്പോൾ 0.8645 എന്ന് കിട്ടും. ബേസിക്കലി അങ്ങനെ ഓർത്താൽ മതി. അതായത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ P(A) ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ P(A) ഇൻറ്റു P(B). ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, if log A/B plus log B/A equal to log A plus B, then then log A/B എന്ന് പറഞ്ഞാൽ ബേസിക്കലി log A/B എന്ന് പറഞ്ഞാൽ log A മൈനസ് log B പ്ലസ് log B/A എന്ന് പറഞ്ഞാൽ log B മൈനസ് log A. മൈനസ് log A പ്ലസ് log A പ്ലസ് log B മൈനസ് log B. അതായത് ഇത് ഈക്വൽ ടു 0. 0 ഈക്വൽ ടു log A പ്ലസ് B. അപ്പോ ഒരു വാല്യൂടെ log 0 ആണെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 1 ആണെന്ന് അതിന്റെ അർത്ഥം. A പ്ലസ് B 1 ആവണം. അതായത് log 1 ആണ് 0. ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. log 1 0 ആണ്. അതായത് A പ്ലസ് B 1 ആണെങ്കിലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. A പ്ലസ് B ഈക്വൽ ടു 1 ഓപ്ഷൻ B. log 1 0 പറഞ്ഞ ഇപ്പൊ log 1 വരെ ഞാനൊരു e⁻0. ബേസിക്കലി a⁻0 എന്ത് റേസ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ബേസി ഇതെന്ന് പറഞ്ഞാല് ഈ ഒരു 0 ഇങ്ങോട്ട് ഇറക്കി എഴുതും. അതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ ബേസിക്കലി e⁻0 വരെ ഞാൻ എന്താ എഴുതുക? 1 എഴുതും. 1 എന്ന് പറഞ്ഞാൽ e⁻0. അപ്പൊ എന്താ ആൻസർ? എന്താ? 0 വരും. അപ്പൊ അതാണ് അതിന്റെ പിന്നിൽ. അതായത് log 1 ഈക്വൽ ടു 0 എങ്ങനെയാ വന്നതെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് log e⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പൊ log e⁻0 വിത്ത് ദ ബേസ് e ഈക്വൽ ടു 0. അപ്പൊ log 1 ഈക്വൽ ടു 0. ബേസ് ഏതാണെങ്കിലും log 1 0 ആയിരിക്കും. The surface area of the resultant cuboid that gets formed by placing the 5 ice cubes adjacent to each other, each of whose side is 5 cm. Okay. ഇത് 5 5 5 ടോട്ടൽ 25. അപ്പൊ ഇതും 5 ഇതും 5 ഇതും 5. ഓക്കെ. അപ്പൊ ഈ ഒരു ഷെയ്ഡഡ് ഏരിയ അത് എത്രയായിരിക്കും? 25x5. ഇപ്പൊ 25x5 അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ടാവും? ഈ ഫേസും ഉണ്ടാവും, ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫേസും ഉണ്ടാവും. ഈ ഫേസിന്റെ
ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫേസ് ഉണ്ടാകത്തില്ലേ, ആ ഫേസും ഉണ്ടാവും. അപ്പൊ ഇൻറ്റു ബേസിക്കലി എല്ലാ ഫേസിനും ഒരു ഓപ്പോസിറ്റ് ഫേസ് ഉണ്ടാവും. ഈ ഫേസിനുണ്ടാവും, ഈ ഫേസിന് ഒരു ഓപ്പോസിറ്റ് ഫേസ് ഉണ്ടാവും, ഈ ഫേസിനും ഓപ്പോസിറ്റ് ഫേസ് ഉണ്ടാവും. ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ബോട്ടം, ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഈ സൈഡിലായിരിക്കും. അപ്പൊ ഇനി ഈ ഒരു ടോപ്പ് മോസ്റ്റ് ഇതിന്റെ ഏരിയ നോക്ക്, അതിന് ഞാൻ വേറെ ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു ടോപ്പ് മോസ്റ്റ് ഈ ഒരു ഏരിയ, ഇത് മഞ്ഞ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക്കലി അതിന്റെ ലെങ്ത് 25 തന്നെയാണ്, വിഡ്ത്ത് 5. അപ്പോൾ പ്ലസ് 25 × 5 പ്ലസ് പിന്നുള്ളത് ഈ ഒരു ചെറിയ ഏരിയ 5 × 5. അപ്പൊ 2 ടൈംസ് ഇത്രയാണ്. അതായത് ഒരു ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് AB + BC + CA, where A, B, C are the side length of the cuboid. അപ്പൊ 2 ടൈംസ് 25 × 5 പ്ലസ് 25 × 5 പ്ലസ് 5 × 5. 25 × 5 അപ്പൊ 2 വട്ടം വന്നില്ലേ? അപ്പൊ 2 ടൈംസ് 25 × 5 എഴുതാം. 2 ടൈംസ് 25 × 5. ഇവിടെ പിന്നെ ഒരു 25. അപ്പൊ 25 ഇപ്പൊ എത്ര? ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 10 ടൈംസ് 25 പ്ലസ് 25. അപ്പൊ 11 ടൈംസ് 25. 11 ടൈംസ് 25 × 2. അതായത് 25 × 2 50. 50 × 11. 50 × 11 എന്ന് പറഞ്ഞാൽ 550 അല്ലേ? ബേസിക്കലി 11 × 5 എന്ന് പറഞ്ഞാൽ 55. × 10 550. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് 550 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അത് 550 എന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത കുറച്ച് എന്താ പറയുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതായത് നമുക്ക് കാൽക്കുലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ഫോളോയിങ് ടേബിൾ പ്രസന്റ് ദ പർപ്പസ് വൈസ് ലിസ്റ്റ് ഓഫ് ടോട്ടൽ ബാലൻസ്, അതായത് ഓവർഡ്യൂ ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഫ് സം സെലക്ടഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ആൻസർ ദ ഫോളോയിങ് 4 questions. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻസ് എറർ ആണ്. അപ്പോൾ ബാക്കി 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ എല്ലാ ഓപ്ഷൻ വായിച്ചു നോക്കുക. ഗുജറാത്ത് ഹാസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ആവറേജ്, ദ ആവറേജ് ഓഫ്, ദ ആവറേജ്, ദ ആവറേജ്, എല്ലാത്തിലും ആവറേജാ. അപ്പൊ ഇതിന്റെ ആവറേജ് ആണ് എല്ലാത്തിലും കാണണ്ടേ. ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളം വരച്ചിട്ട് എല്ലാത്തിന്റെയും ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ 3 വാല്യൂ സം ചെയ്യുക, ഡിവൈഡ് ബൈ 3 ചെയ്യുക. അതായത് ഗുജറാത്തിന്റെ ആവറേജ്, അപ്പൊ ഗുജറാത്തിന് നേരെ എഴുതുക, മറ്റേത് അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതി എല്ലാത്തിന്റെ ആവറേജ് ആണ്. ഇന്ത്യയുടെ ടോട്ടൽ കാണണ്ട, കാരണം ടോട്ടൽ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് ഗുജറാത്തിന്റെ ആവറേജ് നിങ്ങൾ ഇത് ടോട്ടൽ സം ചെയ്ത് ഡിവൈഡ് ബൈ 3 ചെയ്താൽ കിട്ടുക 1. ഗുജറാത്തിന്റെ ആവറേജ് ചെയ്താൽ 11,428.8. അടുത്തത് കർണാടകത്തിൻ്റെത് നിങ്ങൾക്ക് കിട്ടുക 2750.1. കേരളത്തിന്റെ നിങ്ങൾക്ക് കിട്ടുക 561,410.7. കേരളത്തിനായിരിക്കും കൂടുതൽ, കാരണം നോക്ക് കേരളത്തിന്റെ വാല്യൂസ് ആണ് ഏറ്റവും ഹൈയസ്റ്റ്. എല്ലാം ലക്ഷത്തിലാണ്. ഇത് 10 ലക്ഷം, ഇത് 1 ലക്ഷം, ഇത് 1 ലക്ഷത്തി ചില്ല, ഇത് 5 ലക്ഷത്തി. അപ്പോൾ കേരളത്തിനാണ് ഹൈയസ്റ്റ് ഓവർഡ്യൂ ഉള്ളത്. പിന്നെ മധ്യപ്രദേശ് 57,720.6. പിന്നെ തെലങ്കാനയുടേത് 14,308.5. ഓക്കെ, നമ്മളെല്ലാത്തിന്റെ ആവറേജ് ഇങ്ങനെ എഴുതി വെച്ചു. നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടാണ് ഞാനിത് കൂടുതൽ പറയാത്തത്. അതായത് ആവറേജ് ഒക്കെ കാണാൻ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്പേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകും. ബേസിക്കലി നിങ്ങൾക്ക് ഡെസിമൽ പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാം, കാരണം അപ്രോക്സിമേഷൻ മതി നമുക്ക്. ഡെസിമൽ പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമുണ്ട്, കാരണം വാല്യൂസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ആവറേജ്. അപ്പോൾ അതായത് ഒരു സ്റ്റേറ്റിന്റെ ആവറേജും മറ്റേ സ്റ്റേറ്റിന്റെ ആവറേജും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഡെസിമൽ പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ പറ്റുന്ന അത്ര രീതിയിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്താൽ ഇത്ര എക്സാക്ട് ആയിട്ട് കിട്ടത്തില്ലെങ്കിൽ ഒരു നിയറസ്റ്റ് വാല്യൂ കിട്ടും. അത് മതി നമുക്ക് കമ്പയർ ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഗുജറാത്ത് ഹാസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ആവറേജ് ഓവർഡ്യൂ. ഗുജറാത്തിനാണോ സെക്കൻഡ് ഹയസ്റ്റ്? ഫസ്റ്റ് കേരളത്തിന്, സെക്കൻഡ് ആർക്കാ? 277 പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് കേരളത്തിന്, സെക്കൻഡ് ആർക്കാ കൂടുതൽ? ഗുജറാത്തിനാണോ? ഗുജറാത്തിന് എത്രയാണുള്ളത്? സോറി, ഇവിടെ ഒരു 84 ആണ്, 84.8 ആണ്. ഓക്കെ, സെക്കൻഡ് ഗുജറാത്തിനല്ലേ? നിങ്ങൾ നോക്ക്, ഗുജറാത്തിന്റെ വാല്യൂസ് ഒക്കെ 3 ലക്ഷം. നിങ്ങൾ ബേസിക്കലി ഇതൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിന്റെ ആവറേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം 10 ലക്ഷം, 1 ലക്ഷത്തിൽ ചെല്ലാൻ 5 ലക്ഷം. വേറെ ഒരു വാല്യൂസും ഈ ഒരു അടുത്തായിട്ട് വേറൊരു സ്റ്റേറ്റിന് ഇത്ര വലിയ വാല്യൂസ് ഇല്ല. അപ്പൊ കേരളത്തിനായിരിക്കും ഫസ്റ്റ്. സെക്കൻഡ് ഗുജറാത്ത് ആണോ എങ്ങനെയാ ഇപ്പൊ നോക്കുക? സെക്കൻഡ് ഗുജറാത്ത് ആണോ നോക്കാം. ഗുജറാത്തിൽ അഗ്രികൾച്ചറിന്റെ ഓവർഡ്യൂ എത്രയാ? 3 ലക്ഷത്തിൽ ചെല്ലാനുണ്ട്. ബാക്കി ഒരു സ്റ്റേറ്റിനും ആ ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത്, കേരളത്തിനൊഴികെ വേറൊരു സ്റ്റേറ്റിനും ആ ഒരു റേഞ്ചിൽ വരുന്നില്ല. കർണാടകയ്ക്ക് 45,000 ഉള്ളൂ. കർണാടകയുടെ എല്ലാ ഓവർഡ്യൂവും ആ ഒരു 10,000 റേഞ്ച്, അതായത് 40,000, പിന്നെ 30,000, 7,000 ആ ഒരു റേഞ്ച് ഉള്ളൂ. കേരളത്തിന് ഒഴിവാക്കി, കേരളത്തിനാണ് ഏറ്റവും ഹയസ്റ്റ്. പിന്നെ മധ്യപ്രദേശ് നോക്കിയാൽ 1,50,000, പിന്നെ 12,000, 5,300 ആ ഒരു റേഞ്ചേ ഉള്ളൂ. പക്ഷെ 3 ലക്ഷത്തിന്റെ അടുത്തേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ നോക്കാം. തെലങ്കാനയ്ക്ക് 3,800, 38,000, 2,000 അടുത്തുള്ള അടുത്ത വാല്യൂ, പിന്നെ 2,000. അപ്പൊ ബേസിക്കലി 42,000 അടുത്ത്. 3 ലക്ഷത്തിന്റെ അടുത്തൊന്നും ആരും എത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ സെക്കൻഡ് എന്തായാലും ഗുജറാത്ത് ആയിരിക്കും. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഇത് ആവറേജ് ഓവർഡ്യൂ ഓഫ് കർണാടക ഈസ് ലെസ് ദാൻ മധ്യപ്രദേശ്. കർണാടകയും മധ്യപ്രദേശും. കർണാടകയുടേത് 27,000 സംതിങ്, മധ്യപ്രദേശിന്റെ എത്രയാ? 57,000 അല്ലേ? കർണാടകയുടേതും മധ്യപ്രദേശിന്റെ നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് നോക്ക്. ഇവിടെ 45,000, 31,000, 7,000. ഇവിടെ 1 ലക്ഷത്തിൽ ചില്ലാനുണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഈ 1 ലക്ഷത്തിന്റെ അടുത്ത് എത്തത്തില്ല. 1,50,000 അടുത്തുണ്ട് ഇത് മധ്യപ്രദേശ്. അപ്പോ ആവറേജ് ഓവർഡ്യൂ ഓഫ് കർണാടക ഈസ് ലെസ് ദാൻ ദ ആവറേജ് ഓവർഡ്യൂ ഓഫ് മധ്യപ്രദേശ്. കറക്റ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ആവറേജ് ഓവർഡ്യൂ ഈസ് ഹയസ്റ്റ് ഇൻ കേരള. അത് കറക്റ്റ് ആണ്, നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. കാരണം 10 ലക്ഷം ഒക്കെയാണ് കേരളത്തിൽ ഓവർഡ്യൂ ആയിട്ടുള്ള, 10 ലക്ഷത്തിന്റെ ആ ഒരു റേഞ്ച്. വേറെ ഒരു സംസ്ഥാനത്തും ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ പറയുന്നത് ആവറേജ് ഓവർഡ്യൂ ഓഫ് കർണാടക ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് തെലങ്കാന. കർണാടകയും തെലങ്കാനയും തെലങ്കാനയെക്കാട്ടിയും കുറവാണെന്നാ പറയുന്നത്. നിങ്ങൾ കർണാടകയും തെലങ്കാനയും ഒന്ന് നോക്ക്. കർണാടകയ്ക്ക് കുറവാണെന്നാ പറയുന്നത്, 45. പക്ഷെ നിങ്ങൾ നോക്ക്, കർണാടകയ്ക്ക് 45, പിന്നെ ഒരു 31, അപ്പൊ തന്നെ 70 ചില്ലാനായി. പിന്നെ ഒരു 7, 77ന്റെ അടുത്തുണ്ട്, 77,000 അടുത്ത്. തെലങ്കാനയ്ക്ക് 38, 19, 38, 20 കൂട്ടിയാൽ തന്നെ 58, 2,000, 60ന്റെ അടുത്തേ ഉള്ളൂ. അപ്പൊ കർണാടകയ്ക്കായിരിക്കും ആവറേജ് കൂടുക. പക്ഷെ ഇവരെന്താ പറയുന്നത്? കർണാടകയിൽ കുറവാണെന്നാ. അപ്പൊ ഇതാണ് ഇൻകറക്റ്റ്. ഇപ്പൊ ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചത്, അത് ഡി ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇററാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചറൽ ഓവർഡ്യൂ ഈസ് ദ ഹയസ്റ്റ് എമംഗ് ദ സെലക്ടഡ് സ്റ്റേറ്റ്? ഓക്കെ, റേഷ്യോ ഹയസ്റ്റ് ഏതിലാണെന്ന്? അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചറൽ റേഷ്യോ ഹയസ്റ്റ് ഏതാ? അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചർ. ഗുജറാത്തിന്റെ നോക്കുക, 1, 10, 100, 3 ലക്ഷവും 44,000, എന്താ പറയാ, 5,000 അടുത്തുള്ള ഒരു വാല്യൂ. വേറെ എവിടെയെങ്കിലും അത്ര ഹയസ്റ്റ് ഉണ്ടോ? കേരളത്തിന്റെ നോക്കാം. കേരളമാണല്ലോ മൊത്തത്തിൽ ഹയസ്റ്റ്. പക്ഷെ കേരളത്തിൽ അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചർ കൂടണം. ആ ഒരു അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചറൽ ഓവർഡ്യൂ ഹയസ്റ്റ്. അപ്പൊ അഗ്രികൾച്ചറൽ ഓവർഡ്യൂ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും കൂടുതൽ വേണം. നോൺ അഗ്രികൾച്ചറിൽ ഏറ്റവും കുറവും വരണം, എന്നാലേ റേഷ്യോ കൂടും. കേരളത്തിന്റെ അഗ്രികൾച്ചറിനെക്കാട്ടി വളരെ കൂടുതലാണ് നോൺ അഗ്രികൾച്ചർ. 1 ലക്ഷത്തിൽ ചില്ലാനേ ഉള്ളൂ, മറ്റേത് 10 ലക്ഷത്തി ഉണ്ട്. അപ്പൊ കേരളം എന്തായാലും ആകത്തില്ല. പിന്നെ ഗുജറാത്ത് ഇപ്പൊ അവിടെ കിടന്നോട്ടെ, നമുക്ക് നോക്കാം. കർണാടക അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചർ. ഓക്കെ, 45,000, 31,000. പക്ഷെ ഈ 3 ലക്ഷവും 5,000, 3 ലക്ഷം 5,000 ഈ ഒരു ഡിഫറൻസ് ഇല്ല. ഇവിടെ ഇതായിരിക്കും. ഇപ്പൊ കർണാടകനെ ഒഴിവാക്കാം, കേരളത്തിനെ ഒഴിവാക്കാം. മധ്യപ്രദേശ് 1 ലക്ഷവും 12,000, 1,50,000, 12,000. ഇവിടെ 3 ലക്ഷവും 5,000 ഉള്ളൂ. അതായത് ഡിനോമിനേറ്ററും ചെറുതാണ്, ന്യൂമറേറ്റർ വലുതുമാണ്. അപ്പൊ ഗുജറാത്ത് തന്നെയാണ് പിന്നെയും ഉള്ളത്, മധ്യപ്രദേശും അല്ല. തെലങ്കാന 38,000, 2,000.
ഇവിടെ 3,38,000. ന്യൂമറേറ്റർ ഗുജറാത്തിന് ഓൾറെഡി വലുതാണ്. ഡിനോമിനേറ്റർ തെലങ്കാനയ്ക്ക് കുറവാണ്. പക്ഷെ ഈ ഒരു ന്യൂമറേറ്റർ 3,00,000/5000 ഒരിക്കലും എടുത്തു പോലും എത്തത്തില്ല. 38,000/2000 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഗുജറാത്ത് മാർക്ക് ചെയ്യാം. ഹയസ്റ്റ് ഗുജറാത്തിലായിരിക്കും. ഹയസ്റ്റ് റേഷ്യോ ടു അഗ്രികൾച്ചറൽ ടു നോൺ അഗ്രികൾച്ചറൽ ഓർ ഗുജറാത്തിലായിരിക്കും. അടുത്തത് ഹൈ വേരിയബിലിറ്റി ഓഫ് ഓർഡ്യൂ. ബേസിക്കലി വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേരിയബിൾ, അതായത് ഓർഡ്യൂസ്, 3 ടൈപ്പ് ഓർഡ്യൂസ് ഉണ്ട്. അത് തമ്മിൽ ഭയങ്കര വേരിയബിലിറ്റി കാണിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന്. അതായത് ഒന്ന് വളരെ കുറവ്, മറ്റേത് ഭയങ്കര വലിയൊരു വാല്യൂ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വേരിയബിലിറ്റി എന്ന് പറയാം. ഹൈ വേരിയബിലിറ്റി എന്ന് പറയാം. ഒരു വാല്യൂ ഭയങ്കര ചെറുത്, അതായത് അഗ്രികൾച്ചറൽ ഓവർഡ്യൂ ഇപ്പൊ ഭയങ്കര ചെറിയൊരു വാല്യൂ, വേറെ നോൺ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ അതേഴ്സോ ഒക്കെ വലിയൊരു വാല്യൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഹൈ വേരിയബിലിറ്റി എന്ന് പറയാം. ഹൈ വേരിയബിലിറ്റി ഉള്ളത് ഏതിനാ? നിങ്ങൾ നോക്ക്, കേരളത്തിനല്ലേ. കേരളത്തിൽ നോക്ക്, ഇവിടെ 10 ലക്ഷം ഉണ്ട്, ഇവിടെ 50,000 ഉള്ളൂ അല്ലേ? 50,000-നെക്കാട്ടും ചെറുതുണ്ട്. അതായത് കേരളത്തിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് വരെ. കാരണം കേരളത്തിന്റെ നോൺ അഗ്രികൾച്ചറിൽ വലുതാണ്. വലുതെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന്റെ ആ ഒരു റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിൽ വേറെ ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഇതിൽ ഇതുകൊണ്ട് കുറച്ചാലും 9 ലക്ഷത്തിന്റെ അടുത്തുണ്ട്, ഇതുകൊണ്ട് കുറച്ചാലും 9 ലക്ഷത്തിന്റെ അടുത്തുണ്ട്. അപ്പോൾ കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി. കാരണം കേരളത്തിന് ഒരു വാല്യൂ, അതായത് നോൺ അഗ്രികൾച്ചറിൽ ഭയങ്കര 10 ലക്ഷത്തിന്റെ അടുത്താണ് വാല്യൂ. അതുകൊണ്ട് ആ ഒരു വേരിയബിലിറ്റി കേരളം കാണിക്കും. ആ ഒരു ഹൈ വേരിയബിലിറ്റി ആയിരിക്കും കേരളത്തിനുണ്ടാവുക. ബേസിക്കലി ഇങ്ങനത്തെ ഡെൻസ് ആയിട്ടുള്ള ഡാറ്റ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇങ്ങനത്തെ എക്സാമിനൊക്കെ. റേഞ്ച് കൂടുമ്പോഴാണ് വേരിയബിലിറ്റി കൂടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ ബേസിക്കലി ലാസ്റ്റത്തെ ഒരു ഡാറ്റ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ അത്യാവശ്യം ടഫ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിങ്ങളൊന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എത്രമാത്രം സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ എത്രമാത്രം സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ഡാറ്റയിൽ നമ്മൾ എന്ത് ഇൻഫറൻസ് എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ആ ഒരു ഡാറ്റ നോക്കിയാൽ തന്നെ മനസ്സിലാവണം. ഓക്കെ, 10 ലക്ഷം, ഇതിന്റെ അടുത്ത് വേറെ ആരും എത്തത്തില്ല. ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലുണ്ടാവണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ നിർത്താം. അതിനു മുന്നേ നമ്മുടെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് PG അഡ്മിഷൻ നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട എക്സാംസ് ഞാൻ നേരത്തെ പറഞ്ഞു. CUET, IIT JAM, TISSNET, CMAT. ഈ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്പർ 1 കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾക്ക് എക്സ്പെർട്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ് ഉണ്ട്, വാല്യൂഡ് നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഇവിടെ ഫാക്കൽറ്റീസ് ആയിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആയിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. ആ ഒരു 1-to-1 ഇന്ററാക്ഷനൊക്കെ വളരെയേറെ ഗുണം ചെയ്യും. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല കോളേജിൽ തന്നെ ഒരു PG കരസ്ഥമാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ എല്ലാവർക്കും അവർ ടാർഗറ്റ് ചെയ്യുന്ന എക്സാം അത് എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്.